Good evening, guys. Welcome to the stream. ഇന്ന് ഞാൻ ഡെയിലീസൊക്കെ കുറേ നാളായി എല്ലാ അബിസ് റീസെറ്റിലാണ് ഞാനൊക്കെ ലൈവ് അധികം ലൈവ് ഇടാനൊരു താല്പര്യമില്ല. പിന്നെ ഗെൻഷനിലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈവ് ഇടാം, നോക്കാം, അടുത്തോട്ടെ ശരിയാക്കാം. ഓൾസോ ഞാൻ എന്താ പറയാൻ വന്നേ, ഈ വട്ടത്തെ അബിസ് കോമ്പറ്റീഷനാണ്. ബാക്കി എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. Where is everyone? എന്തായാലും എല്ലാവരും വരുന്ന ടൈം കൊണ്ട് ഇതിൻ്റെ ക്വസ്റ്റ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അല്ല, ഒരു പാർട്ടിയെങ്കിലും തീർത്ത് വയ്ക്കാം. വാട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ആയിക്കോട്ടെ. ഹലോ ആരും കൃഷ്ണൻ, വെൽക്കം ടു സ്ട്രീം. ആ കോമഡി ഇവിടെ കൊണ്ടുവന്നവര്. എൻ്റെ ഫോൺ ഇപ്പൊ താഴെപ്പേന്. ഓക്കെ, ഇതെന്തായാലും പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിടാം അല്ലേ. ഇത് ചെയ്യുന്നുള്ള യെസ്. എനിക്ക് ഇന്ന് ഇവൻ്റ് എങ്കിൽ ഇന്ന് ഇവൻ്റ് അടിക്കാം, നാളെ ബസ് അടിക്കാം. അത് ശരി, നാളെ ഞാനുണ്ടാവില്ല.
സൺഡേ സൺഡേ വേണമെങ്കിൽ ചിലപ്പോൾ പറ്റും. ടുമോറോ സൺഡേ മൺഡേ ഞാൻ ഫ്രീ ആണ്. അത് ശരി. ആലോചിക്കാം. ഷുപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ആലോചിക്കാം. ഇവൻ സംസാരിക്കുന്ന കേൾക്കുന്നില്ലേ? വാട്ട്? അരുണേ, സംസാരിക്കുന്ന കേൾക്കുന്നില്ലേ? What the heck? അല്ല, എനിക്ക് നല്ലപോലെ കേൾക്കാം. ഞാൻ ആപ്ലിക്കേഷൻ ഇതാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാ. That title certainly humanizes her a bit. Oh, I know that she's an adapter. ഇപ്പൊ ഞാൻ മാറ്റി. I met her അതുകൊണ്ട് during a delivery once. എവിടെയോ എന്തോ But തകരാറ്. hasn't she been in the She came to see me a few. ഞാൻ ആ വോളിയം It's one thing to use it ലെവൽസ് on കണ്ടപ്പോഴാണ് Yeah, she ഡൗട്ട് does അടിച്ചത്. seem to have രണ്ടും trouble. രണ്ട് Would be such a രീതിയിലാണ് shame. നമ്മൾ. Great. The more the merrier. ഗെയിംസുകൊണ്ട് ബന്ധപ്പെട്ട് വോയിസ് ഇല്ല. അതെന്താണോ അങ്ങനെ? വോയിസ് സെപ്പറേറ്റ് ആയിട്ടാണ്. ഇവന്റ് ഒന്നും വരില്ല കേട്ടോ, എനിക്ക് തോന്നുന്നില്ല. എന്ത് ചെയ്യും? നാളെ ഞാൻ ഇച്ചിരി ലേറ്റ് ആകും. ടുമോറോ ഓർ സൺഡേ. മൺഡേ പറ്റത്തില്ലെന്നായിരുന്നു. അപ്പൊ ഇന്നില്ലേ? ആർക്കറിയാം, ഇന്നുണ്ടാവില്ലായിരിക്കും. ഇവന്റ് സ്റ്റോറി കളിച്ച് സ്റ്റോൾ ചെയ്യും കുറച്ച്. ഇതൊക്കെ എവിടെ? എന്റെ ഒന്നും വന്നിട്ടില്ലല്ലോ. ഇത് വാട്സപ്പ്. സൺഡേ വരില്ലേ? ഷുപ്പ് വരുവാണെങ്കിൽ തന്നെ മിക്കവാറും ഒരു 10:30 ആകുമെന്ന് തോന്നുന്നു. ആ സമയം കൊണ്ട് ഒരു വട്ടത്തെ തന്നെ അഭിസടിച്ച് തീർക്കാൻ പറ്റും. ഞാനിപ്പോഴാണ് നോക്കുന്നത് വാട്സപ്പില് മെസ്സേജ്. ഇമോഷണൽ സപ്പോർട്ട്. I have some mint oil. Perhaps we should try that. A guest at One Mean Restaurant recommended it to me. I've tried it. Its stimulative effects are much stronger than what can be achieved from chewing on mint leaves alone. Apologies in advance. Oh, wait! Shenhe? Not there! See? It worked. Are you okay, Ganyu? Do you need some water? Or I'm fine. I just feel ഷുപ്പ് വരുമെന്ന്. അത് തന്നെ ഷുപ്പ് വരുമെന്ന്. Huh. Was it that effective? chilly, huh?
Master always says a cool head leads to a calm ഇപ്പോഴത്തെ ഇവന്റ് heart. നമ്മുടെ അബിസിൽ നിന്ന് So, does ഇൻസ്പയർഡ് this ആണ് mean that heat's what we need to help എന്ന് you calm പറഞ്ഞില്ല. down? ഈ ഇവന്റ് ഭയങ്കര That's ശോകമാണ്. what the expression Was I asleep? Must have been around the time I usually take my... Did you not sleep last night? That does seem to happen to you often. Perhaps you should come work at Wanmin Restaurant with me. We get off at 10 on the dot every night without fail. I could never. I'm sorry. I seem to have missed your name. You are... Me? My name is Gaming. I work as a guard for the Secure Transport Agency. Gaming. The name sounds familiar. I believe Chuppu I've heard your name എല്ലാം mentioned around the ശരിയാകും. Ministry of Civil Affairs. ചുപ്പ് വന്ന ആരിനും People വരണം. tell me you're an extremely enthusiastic worker, and you are very generous with your help. Well, you know me. Or, I guess you don't. My name is Ganyu. This is Shenhe, and this is Yao Yao. It's an honor to finally meet you all. Oh, you must be here for Auntie Xianyun's kite-making workshop, right? Yes. I have neither made nor flown a kite before. As long as Master is willing to teach, I am willing to learn. Me too. I want to participate in the kite flying competition with my plus. It's more meaningful if you make the kite yourself, right? അപ്പൊ ശരി, ഞാൻ പോട്ടെ. പിന്നെ വരാൻ കുറച്ച് പണിയുണ്ട്. സ്കൂൾ ബോയ് ഓൾസോ വരും. Well, Chi-Chi's been super busy helping Oh, I also brought bandages and ointment with me today. It's easy to cut yourself when working with bamboo, so... Wow, you're really... As for myself, I was originally planning to buy a ready-made kite and just enjoy. But Cloud Retainer is always going out of her way to look after her juniors, wanting us to have the best there is. She always puts... It was so thoughtful of her to arrange this workshop. My motivation for being here might be a little different, yes. But I'm ready to put in just as much... Well, we're all here. But where the heck is Shin? ഗാമിങ്ങിനെ അറിയോ Should she be ഷാനി? here by now? Who is Cloud it that Retainer speaks of ആണെന്ന്. oneself in such an ill-tempered കാരണം tone? ഇപ്പൊ ഗാന്യ പറഞ്ഞിട്ട് ഗാമിങ്ങിന് വലിയ അതിശയൊന്നും ഇല്ലല്ലോ. Paimon! Master stopped to buy grilled tigerfish to share with everyone. Oh, Paimon, sorry, Miss Illuminated Bird. Paimon always knew you were the smartest, coolest, and prettiest Adeptus. Someone as wonderful as you is sure to have brought enough for Paimon as well. വർക്കിംഗ് അപ്പൂപ്പൻ ബെറ്റർ ദാൻ റോട്ടിംഗ് ഇൻ സ്കൂൾ എന്ന് എൻ്റെ അമ്മേ. അയ്യോ. So delicious. Paimon's life is complete. എന്ത് പറയാൻ ആരോട് വാവും. It appears that we've ended up with quite a few participants indeed. Go ahead. The materials are over here. The regular dyes and luminescent ones have been clearly marked. Use them as you see. As for how to make the kite, one assumes you all made sure to listen to the instructions one provided while we were eating. Paimon may have focused a little too hard on the eating and less on the look. Paimon knew she could count on you, traveler. One will wait under this tree and avail oneself of the cool air while one digests. Do not hesitate to seek one's company if you have any trouble, question. We're not in any hurry to get started. Why don't we go see what the others are up to? ഗാമിങ്ങിനോട് ഞാൻ ചോദിക്കും. Want to team up? Huh? But I have to participate? I thought I'd be done for the day after adjusting the die formula. You're that unenthused by kite making, huh? That doesn't seem like you. No, it's not that. It's just... it would take too long to explain. What shape should we go? What do you think, Shuyu? Is there a particular design you want? I want a swanee. That might be a little hard to pull off. True, but I still want to try. Okay, it's decided then. ഇവിടെ എന്താണ്? Auntie Cloud Retainer, look! Am I doing it right? Very good. Your frame is nice and sturdy. This design, Yep. one is looking forward to. What color are you going to make it, Yao Yao? I നീല haven't നീല. decided അതെ. yet. If I make it blue, it'll be more like my friend. But if I make it gold, it'll be more... If you are asking for one's own opinion, one would advise choosing gold. When giving a gift, the key consideration is the recipient's feelings, is it not?
One imagines your friend would much prefer a kite that reminds them of you. Oh, hey, Wee, I hi, never Ami, told welcome you to the the kite stream. was for Chi-Chi. How did you know? With A. Yeah, but we're going Oi. to start, right now. Shenhe, നിന്റെ നെറ്റ് it would പോയായിരുന്നു be അപ്പോ great if you could Illa. refrain from putting things on my horn. I see. My apologies. I shall remember that in the future. Thank you. No harm done. Good. Could I touch them just once more, though? No oil or anything this time. I've just always wondered what Miss Ganyu's horns feel like. അത് ശരി. Please, I told you. Just call me Ganyu. Well, all right. Just be gentle. തിളങ്ങുന്നില്ലേ? Firm to the touch with no discernible temperature. Oh, not unlike certain medicinal plants I've eaten before. Oh, still, Ganyu appears to be shaking like a cat whose whiskers have just been touched. I should stop. I see. Then I'll apply the oil to your forehead next time. Oh, no need. I'll just refrain from taking afternoon naps outdoors. Anyway, we should probably get started on our kite. Perhaps we should just... Okay. Well, they seem to be getting along swimmingly. Oh, let's not disturb them. We should get started on our kite now. Let's go. First, Ah, we have to ഇതാരാ ഇത്? decide on the shape. Hey, what Stalling are you ആണ്. laughing at? Yes. Oh, But, that's not a completely crazy. If ഇത് nothing else, a ചോദിച്ചിങ്ങനെ ഇതൊക്കെ Paimon വേണ്ടി shaped stream kite ഇടാൻ. could at least make sure you never get lost on your travels and always find the tastiest food and funnest things to do wherever you go. Maybe we're not exercising enough artistic license. ഇതൊക്കെയാണ് വിളിക്കുന്നത്. Ooh, we should exaggerate this a bit. How about this? The word Paimon means the guardian angel of travelers. Bye, മോൻ. Now, what express? Ooh, like this? Ooh. Now that we've decided. അവേ എന്താണ്? ഞങ്ങളുടെ വോയിസ് ഇങ്ങോട്ടല്ലേ? അല്ല. അതൊന്ന് മ്യൂട്ട് ചെയ്താ വിജയ്ക്ക് ഉറക്കത്തിന് ശരി. അത് ചെയ്യാൻ പറ്റില്ല. ഗെയിമിലെ വോയിസ് കേൾക്കത്തില്ല. ആപ്ലിക്കേഷൻ ക്യാപ്ഷൻ Rival real Paimon in terms of cuteness. Now we just have to attach the string, right? All right, gather around, everyone. ഹലോ, Shinji's Please, calling okay. us. നിങ്ങളിപ്പം തുടങ്ങുക? ഇപ്പൊ തുടങ്ങില്ല, ഷിപ്പ് വരണം. ഇപ്പൊ തുടങ്ങുന്നില്ല Let വിജയിച്ച്. one take a look. ഇല്ല ഒന്നുമില്ല. അപ്പൊ ഇന്നുണ്ടോ? Wow, Ganyu and Shenhe made a scissor-tailed swallow. ആരോണ് So എന്തൊക്കെ പറയണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ടൈറ്റ് ഒക്കെ ഇട്ടിട്ട് stream ഒക്കെ the ഇട്ട് coloring, if the പിന്നെ tail എന്തായിരുന്നു? wasn't split in two like that, it might even be a Yo. spinning image. VC വരാൻ പറഞ്ഞു. ചാറ്റ് കുത്തിരിക്കും. ഹരണേ VC വരാന്. Closely, there are a few spots where the color. I did the painting. I stared at the paper for quite some time, but I simply could not recall the coloring of any bird. ഉടങ്ങിയേ Except ഉള്ളൂ Master. അവൻ. Or should I say that I'm too familiar with her crane ഇങ്ങനെ form, ഭീകരർക്ക് even when she stands before us in ഞാൻ human ഇവന്റെ form? സ്റ്റോറി എത്ര ദിവസം ഉണ്ട് ബാക്കി? 9. സ്റ്റോറി കേൾക്കാം. Now that you mention it, Exactly. So I simply closed my eyes and painted from memory. No way. You can paint with your eyes closed? Wow. The disciples of Adept. You are most filial, Shenhe. One. The swanee that Gaoming and Shuyu made looks very majestic. I'm sure it'll look even more the eyes and ears glow in the dark. So you're sure to hear Golden Finch is cute too, Yao Yao? It's all thanks to Auntie Cloud. What about your kite, traveler? നിങ്ങളുടെ ഒരു വയസ്സിന്റെ ബീറ്റ രജിസ്റ്റർ ചെയ്തായിരുന്നു. ഇതിന്റെ ആ ഞാൻ ചെയ്തിട്ടുണ്ട്. Its Ah, self-important okay. countenance,
bears a striking ഞാനും resemblance അഭിനവും to that of its namesake. സച്ചൊക്കെ എടുത്തു ചെയ്തിട്ടുണ്ട്. നോക്കും. It makes her look like she's already won the എനിക്ക് competition. ഏഷ്യയില് വന്നിട്ടില്ല എന്നാണ് എന്റെ നിഗമനം പറയുന്നത്. That's gonna happen. സച്ചുവിന് കിട്ടിയാൻ തരാ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു അറിഞ്ഞൂടെ. Is that അല്ല അമേരിക്ക സെർവറിൽ കൊടുത്തവരൊക്കെ കിട്ടി എന്റെ കാണിച്ചത്. പക്ഷെ Oh, നമ്മക്കൊന്നും ഇല്ലേ. ഏഷ്യയുടെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ നിഗമനം. നമ്മക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അഭിക്കങ്ങ് തരാം. അഭിലൈവ് who dares attempt such a flagrant display of impropriety by releasing a kite into one's territory? Oh, and to do so by making use of this crude piece of ഏഷ്യയുടെ അവർ mortal അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. machinery. ബാച്ചസ് ആയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. Oh, അതുകൊണ്ട് ഇനി one simply must know who it is that possesses such വരാനുണ്ടെന്ന് impertinence. Continue attaching the strings, everyone. One will be but a moment. ലീക്കർ പോസ്റ്റ് ചെയ്തു. Cloud Retainer? ഓ Traveler, ഇപ്പം Paimon, could I ഫീസ് trouble തുടങ്ങുമോ? you to go after Cloud Did I- Retainer? Master's going to be okay, വരണം right? I'm more worried about the person who 2 released മണിക്കൂർ the... കഴിഞ്ഞിട്ടല്ലേ? 2 മണിക്കൂർ There's wind up ahead. Looks like we അവനെങ്ങനെയല്ലേ can ride ഗ്രൂപ്പിൽ over. അയച്ചാൽ അല്ലെങ്കിൽ 2 മണിക്കൂർ സ്റ്റോൾ ചെയ്യുന്നു. അതൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇതങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് മറ്റേതിടും ഗ്രാൻഡ് ബ്ലൂ അല്ലാണ്ട്. ആ സിദ്ധാർത്ഥേ, ഞാൻ വൈകുന്നേരം ഗ്രാൻഡ് ബ്ലൂവിൽ കയറിയിട്ട് കുറെ വൗച്ചർ ഇത് ചെയ്തു. നല്ല ഗ്രൈൻഡ്. സിയോയ്ക്കറിയ അവസ്ഥ. ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതിലും നല്ല ദാരിദ്ര്യം വേറെ ഉണ്ട്. അതുപോലെ ദാരിദ്ര്യം പിടിച്ചതായിരുന്നു. അവസാനം ഞാൻ പിന്നെ സേവ് ചെയ്യാണ്ടൊക്കെ ഇറങ്ങി വരുന്നു. device of mechanical motion is quite curious. Now is hardly an opportune time for your musings. Someone among us will call റോൾ ചെയ്യാ സേവ് ചെയ്യണ്ടൊക്കെ വീണ്ടും കയറുക. Recollection of റോൾ its ചെയ്യാ last സേവ് ചെയ്യണ്ട. location. അങ്ങനെ ഒരു ക്വസ്റ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ആ RNG റീസെറ്റ് ആവത്തില്ല. സെയിം സാധനം തന്നെ വീണ്ടും കിട്ടുള്ളൂ. RNG അല്ല ശരിക്കും, ഇത് ഒരു സീഡ് അനുസരിച്ച് RNG. But one feels a certain sense of dread at the thought. Your concern is Miss Cloud Retainer is either in the city looking after her disciples or secluded in her abode attending to her research. She will not notice that on the subject of said kite, however, one simply must remark on the genius. Still thy tongue. one presumes that എന്നിട്ട് this kite നാവിയുടെ belongs സ്റ്റോറി to ഫസ്റ്റ് me. ആക്കിട്ടോ. അത് തീർത്തോ? ഓ, അത് തീർക്കണമല്ലോ. അതൊക്കെ എങ്ങനെ Regard ചെയ്യും? the situation with which we are now confronted. This is all your fault. One's fault. One seems to recall that releasing the kite was no solid. വിഷയുണ്ട്, ഞാനുണ്ട്, സിദ്ധാർത്ഥുണ്ട്, അരുണുണ്ട്. വിഷ്ണുവിടെ കയറി വരാൻ Shaper. Surely you Misty. can think of something to appease her. നമ്മളൊന്നും Further വിളിച്ചാൽ explanation shall ഫൈറ്റ് only പോലും fan ചെയ്തില്ല. the Genshin flames of Impact her wrath. It would be better to stay silent and retire at the earliest പിന്നെ കുറെ opportunity. കാര്യങ്ങളുണ്ട്. We can hardly avoid her forever. That may suffice during Lantern Rite. But what about the Moon Chase Festival? Sooner or later, she will discover our true identity. Hello? Go retrieve the kite. Absolutely not. ഇവര് രണ്ടുപേരുടെ അങ്ങോട്ടേക്ക് That is not our kite. Oh, so an adeptus such as oneself is mistaken then? Ah, you're an adeptus? Please forgive us for any impropriety. I truly possess no inkling of who could have released a kite into your esteemed domain. Pray, who could be responsible for such wanton behavior? Verily, verily, we were but delighting in the surrounding scenery. This ഈ story locale is home to such അല്ല, story തന്നെ exquisite കൊള്ളാവോ ഇവന്റിന്റെ? mint. ഏതാ? Well, and സ്റ്റോറി if that's നല്ലതാണ് all, ഇവന്റിന്റെ. ഞാൻ സ്കിപ്പ് ചെയ്തു. എനിക്കറിയത്തില്ല, ഇത് ഇച്ചിരി കോമഡി ആയിട്ടുണ്ട്. We finally ഇതവരല്ലേ caught up. മറ്റേ You sure do fly Ah. fast in your illuminated bird അതന്നെ, flight ship. ഇവരൊരു പട്ടം പറന്ന് നമ്മുടെ ക്ലൗഡ് റീറ്റൈനറിന്റെ ഏരിയ വന്ന് വീണ്. പുള്ളിക്കാരിക്ക് പൊളിഞ്ഞിട്ട് വന്നേക്കാണ്. പുള്ളിക്കാരിക്ക് അറിയത്തില്ല ഇവരാണെന്നുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മൗണ്ടൻ ഷേപ്പർ, ക്ലൗഡ്, ആ സാധനം മൗണ്ടൻ കാർവർ, എന്ത് തേങ്ങയായാലും മൂൺ കാർവർ, മൗണ്ടൻ ഷേപ്പർ, മൂൺ ഷേപ്പർ, മൗണ്ടൻ കാർവർ അല്ല, മൂൺ കാർവർ, മൗണ്ടൻ ഷേപ്പർ. Moon Carver? Mountain Shaper? Ah, What are you doing here? അവര് മറ്റേ കൊണ്ടൈന്റെ പട്ടം കൊണ്ടുവന്നിട്ട് ഇവിടെ രജിസ്റ്റർ അടിച്ചാണ്. കൊണ്ടൈന്റെ പട്ടം കൊണ്ടുവന്നിട്ട് അവിടെ റിജക്ട് അടിച്ചാണ്. ഫൗണ്ടൈനിലല്ല, ജേഡ് ചേംബറിന്റെ. പട്ടമാണ് പട്ടം.
Okay, Button, now, button. Paimon's getting a weird കൊണ്ടയിലെ vibe. ടെക്നോളജി കൊണ്ടുവന്നിട്ടാക്കിയിട്ട് അതന്നെ. It is of no consequence. ഇവിടെ ആരും Long എന്തോ has പറയുന്ന one കേട്ടായിരുന്നു. seen through their disguises. One was simply curious as to how long they would keep up the act. Then you are not angry? How could one feel anger at the sight of two old friends enjoying themselves? One is also well aware of how enticing these city novelties can be. We were simply consumed by a fit of festive spirit. Seldom do we get the opportunity to partake in the delights of the times. However, we are far from being as adept as you in matters that require a deftness of hand. No worthy kite could be born of our own making. Thus, we could only take the convenient route, so Your prowess in mechanics is unparalleled, Cloud Retainer. You wield the wind and waves themselves. Your singular talent stands unmatched across the land. ക്ലൗഡ് ഹൈറ്ററിനെ പൊക്കി പറയുവാണ്. ഇപ്പൊ തലയിടിക്കും. One has guests to attend to. We will have to convene again some other time. Traveler, Paimon, did your അതേനെ ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി കുറച്ചുകൂടെ എന്തെങ്കിലും ഒന്ന് ബോഡി ഷേപ്പിങ്ങിലൊന്നും മാറ്റായിരുന്നല്ലോ. We're leaving already? അല്ലെങ്കിലും പ്ലേയബിൾ ക്യാരക്ടറിനെ വേണമെന്നില്ലല്ലോ ഡിസൈൻ കൊടുക്കുക സീനിയോറൊക്കെ ഇല്ലേ. അതെ, ഡിസൈനൊക്കെ മാറ്റിയാൽ മതിയല്ലോ. നമ്മുടെ ഇവനില്ലേ, ഇവന്റെ പേരെന്തായിരുന്നു, നമ്മുടെ ഇനസുമയിലെ ട്രാവലിംഗ് മെർച്ചന്റ് ലീബൻ ഡിസൈൻ. ആ ശരിയാണല്ലോ. അതുപോട്ടെ ഷാവോടെ ചത്തുപോയ ഫ്രണ്ടിന് ഒരു ഡിസൈൻ. എടാ അങ്ങനെ പറയണ്ടായിരുന്നു. ലാപ്ടോപ്പ് എൻ്റെ എല്ലാം ലാപ്ടോപ്പ് ഞാൻ ഓഫീസിൽ വെച്ചിട്ട് ആലപ്പി വന്ന് ഇപ്പൊ വീട്ടിലാ. എന്താല്ലേ After you left, Yao Yao and Shu Yu tired themselves out playing with their kites. Gaming offered to escort them home. Before he left, he said something that I don't quite... Oh? What did he say? He said, a kite is always tied down no matter how far it flies or how high it soars. Its tether prevents it from ever truly... He looked quite dejected. Now that you mention it, Gaming did seem to have a rather strange attitude towards kite. A reflection of himself. If I were a kite, I would cherish that tether. Shenhe? It may be an exceedingly slim and distant connection. But if Gaming truly sees a kite as a reflection of himself, then... Well, people often have different points of view depending on their mindset and experience. Just like some people can eat spicy food, but others won't go anywhere near it? Exactly. That's why tolerance and understanding are as important as they are. Tolerance and understanding? What? We were just chatting. You don't have to butt in on every little thing, you know. Where were you anyway? One was merely doing a bit of cooking. Night fast approaches. If you are otherwise unoccupied, one would entreat you to stay and eat before... Oh, it's been so long since I've had the chance to enjoy your cooking, Cloud Retainer. Worry not. One has prepared a variety of meat. Shenhe, got... Whoa, what's with all the secrecy? Yeah, if you're ready to serve the food, we... ഓക്കേ ഇങ്ങോട്ടാ. നമ്മുടെ ഡൊമൈനിൽ കയറാൻ പോവാ പുള്ളിക്കാരിയുടെ. ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആണോ ചേച്ചി? യെസ്. ഞാൻ ചെറിയ പാവക്കുട്ടിയെ കുറിച്ചാ പറയുന്നത്. ഡ്രസ്സൊക്കെ മാറി സ്കിന്നൊക്കെ ഇട്ട്. അയ്യേ ലോ ക്വാളിറ്റി ടെക്സ്ചർ ആണല്ലോ. സ്കിന്ന് ഗെയിം പൊട്ടത്തിലടാ. I can feel the wind brushing against my legs. This is a bit embarrassing. Is the headpiece secure? I should have asked Cloud Retainer to check before I stepped outside. How do we look? She asked them just like that? You look pretty too, Ganyu! Oh, how should Paimon put it?
You both look so elegant and refined. Those outfits really suit you both. Given that one employed the services of the best tailor in all of Liyue, one would expect nothing less. What colors have you been partial to lately, Shenhe? Lately? Why is... I like black. One is gratified to see one's disciple has inherited one's own tastes. The color black doesn't get dirty easily. However, And you, Ganyu? I favor blue... And the material is sufficiently comfortable. Yeah. Yes, very. I simply cannot thank you enough. thank you, Master. One is content as long as you are pleased with the gift. Seems like your supreme cuisine machine is just getting better and better, Xianyun. This golden crab's particularly good. The shell's It's a good thing Gaming isn't here, or Paimon would have to duel him for the food. You know, with chopsticks. He traveled all this way on account of the kite-making workshop, and he spent the whole afternoon looking after Shuyu. One was hoping to treat him to... Oh, well. It's rare for someone to make such a good impression on you, Cloud Retainer. One has high standards. He appears to be a young man of much merit, and one is not the type who would see such potential squandered. It appears that he wishes to break free from the kite string that tethers him. Kite string? Huh, what strange metaphors you speak in, Shenhe. Ever since you returned from one mean restaurant, your turns of phrase render one at quite the loss. Where do we even begin? Oh, do you know that One has only heard that the two are not... he ran away from home and hasn't been back since? Oh? Ran away, you say? Huh. One believes we would all benefit from a more thorough Oh, okay. What? This shall not do. Lantern Rite fast approaches. We must, as one was contacting various tailors around Liyue, one could not help but be... He possessed a singular talent for clothing design. He had an exquisite eye, not just for fabric selection and color pairing, but also for what accessories could... At a gathering of Adepti, Bonanis once complained in secret to some of the ladies in attendance that the skirt Menogius made for her was too long and impractical, lamenting that it would only hinder her in battle. However, when one asked Menogius' opinion, he remarked that the train of the skirt would serve to enhance her adeptal countenance by exemplifying a certain elegance. Menogius was that type of person. When it came to topics relating to garments and accessories, and later... one means to say that it is a time to address problems before fate is fickle. The cruel reality of this world is that suffering and misfortune can befall any... That's... Do you have any ideas, Cloud Retainer? Perhaps adeptal arts could be of use. No. Mechanics, perhaps. One ഇല്ല fails to ജാപ്പനീസ് see its കുറച്ചുകൂടെ use in നല്ല കേട്ടോ കുറച്ചുകൂടെ situations സോഫ്റ്റ് such ആണ് as ഷാനിന്റെ. Is there anything I can do to help? ഓ ഷെന്നെ ഇന്നും അന്നും എക്സ്പ്രഷൻലെസ് ആണ്. Combining our Aha! What? How about this? Does that make sense to everyone? Yep. Oh, Once does now then, I counsel rest for all, and to... ഈ ക്വസ്റ്റ് കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞാ ഈ ഒരു ക്വസ്റ്റ് ടിങ് 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 ടിങ്. അയ്യോ ഞാൻ അറിയാണ്ട് സ്വിച്ച് ചെയ്ത് എസ്കേപ്പ് അടിക്കണ്ടെന്ന് വരാം. അയ്യോ ലെറ്റ്സ് ഗോ. 2 ദിവസം പോട്ടെ. 2 ദിവസം സ്കിപ്പ് ചെയ്യുന്നു.
അല്ല സിദ്ധാർത്ഥ, ഷുപ്പ് കൂടെ വരുന്നുണ്ടല്ലോ, ഈ വട്ടത്തെ അഭിസ് എങ്ങനെ അടിക്കാനാ? അങ്ങനെ ചോദിച്ചു ഞാനെന്ത് പറയാ? നീ ഇത് കരഞ്ഞോണ്ട് പറയുന്നതിനാ? I am out of ideas, bro. അയ്യോ, എന്താ 8 മണിക്ക് അങ്ങോട്ട് ചെല്ലാനല്ലേ പറഞ്ഞത്? 8 മണി തൊട്ട് 12 മണി വരെ. ഈ രാവിലെ ആക്കണമല്ലോ, ഞാൻ അക്കാര്യം ഓർത്തില്ല. നമ്മുടെ ആദ്യത്തെ ഇത് തന്നെ അതാ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഒരു വട്ടം യൂസ് ചെയ്ത ടീം പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത്. Let's go find Gaming. Hope everything goes well. അതാണ് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഫ്ലോർ 12-ന് വേണ്ടിയിട്ടൊക്കെ സേവ് ചെയ്ത് വെച്ച് നമ്മൾ ചെയ്യും. സൂപ്പർ ഹീറോ ലാൻഡിങ്. Hi, Gaming. Paimon sees you've certainly gotten who won this time. You the one buying dim sum again? Hey, when you put it like that, it makes it sound like I'm always the one losing. Ah, perfect. You're all here. There's an... All right, I've got the time. it's not just goods this time. I need you to escort a tea merchant and their wares from Chaoyin Village to Liyue Harbor. A very... Sure. What's this? Here. And അപ്പൻ്റെ അഡ്രസ് ആയിരിക്കും മിക്കവാറും. If the client's that important, then this must be a very crucial, very pressing commission, right? Of course, the sooner you complete it, the better. I would advise you to depart as soon... All right, don't work too hard now, Longjo. We'll set off then. You're a bit quiet today, Gaming. Oh, do you want Paimon to tell a story? We're almost there. I'll take a rain check on that. അതന്നെ. Hello, you must be the tea merchant heading to Liyue Harbor. We're here to escort you. ഇപ്റ്റാക്കു. അപ്പൻ്റെ പേര് ഇപ്റ്റാക്ക് എന്നാണ്. Dad? Oh, so you're Gaming's father. It's nice to meet you. ഒന്നും അറിയാത്ത പോലെ. Just leave this delivery to him. Trust Paimon, he's got this in the bag. Gaming is super good at what he does. Everyone at the Secure Transport Agency says as much. Even the Ministry of Civil Affairs has nothing but good things to say. Seems like you've made some sort of name for yourself at least. At least no you. The goods are all in order? Yes, they're all ലൈവ് here. കാണുന്നു. Then let's get going. A very important client has asked for you by name. You kind of have to come with us. Paimon doesn't know how we would explain ourselves if you just didn't show up. Plus, you'd be missing out on... I see. I suppose I will have to trouble you all to escort me. നേരെ ഡീ പിടിക്കുന്നു. വാങ്ഷുവിനിലേക്കാണ്. We've been walking for so long. Is anyone tired? How about we stop and rest for a bit? I'm fine. Gaming, don't you usually have some delicious snacks on you? Come on, bring them out so we can share them. I'm fine.
Thank you. But the winter melon cake he gave us last time was... പായ്മാനൊന്നും മിണ്ടാണ്ടിരിക്കും. This place looks nice and open. Why don't you all rest here? Huh? What about you? I'm not tired. I'll keep watch. Oh, but... Just let him go. Okay, we'll just share amongst ourselves then. Halt! Who goes there? It appears that one's movements were overly conspicuous. Enough of your musings. Focus. Focus on the matter at hand. Present your exquisite ornaments at once. Indeed. Bring the... What do It seems as if these two are acting alone. It won't be difficult to subdue them, but they might have something else waiting in store for Dad. The best way to keep him... Leave this to me. Traveler, Paimon, take my dad and the goods away from me. No, Gaming. It's too dangerous. This is what I do. A thorny foe indeed. Let us depart and seek a target softer in blows and disposition. Don't think I'm gonna let you off so easily. ദേ ക്ലൗഡ് റീറ്റെയിനർ ബാക്കി ഇരിപ്പുണ്ടല്ലോ. Away! Let us away! Gaming! Don't worry, he said Paimon's even seen him take down a dozen or so treasure hoarders all... But Gaming, if he had just stayed by my side and learned the family... We just have to trust him. Let's go on ahead. We'd best get away from here, in case there are other bandits... All is going to plan. ഏട്ടാ കണ്ണ് ഒരുമാതിരി ബ്ലറായിട്ടിരിക്കുന്നില്ല. Okay, we should be good to stop Youngli. Oh no, what is he doing here? Good sir, please listen to me. Vibe Reel in your line and leave this place as quickly as you can. There are bandits in the area. മ്യൂസിക് ഒന്നും ഇല്ലാത്തോണ്ട ഭയങ്കര ശോകം. Bandits? Acting in broad daylight? Oh. I see. Appears many people are catching a chill as of late. If your throat is bothering you, Paimon, perhaps some tea and rest are in order. അയ്യോ ഒരു സെക്കൻഡ് ഒന്ന് കോൾ എടുക്കട്ടെ. That would be lovely. Uncle Ip does have a reason to be worried. Gaming. The name sounds somewhat familiar. Ah, yeah. Oh, have you seen him perform? Indeed. I cannot help but admire his skill. He truly... Usho dancing has become more well... If you ask me, what truly deserves admiration is perseverance in the face of adversity. That is a rare attribute indeed. I have heard many of my acquaintances praise Gaming for his kind, selfless, and courageous disposition. To have a child so accomplished and upright, you must be a very proud parent indeed, Uncle Ip.
Seems like Zhongli has decided to skip. Well, he's a hard worker. Yes. You should be sure to tell him you think that when he could. Your son is young yet. It's normal for someone his age to be a bit hot-headed. It's understandable to find talking about such things in person difficult. No. It wouldn't be right to ask that of you. This thing between us has festered for many years now. In truth, I've been in the tea business for most of my life, and I always hoped my child would do the same. Over the past few years, I heard how well he was doing for himself as a guard, how his work was taking him to farther and farther off places. I also heard that he never gave up on wushou dancing. It made me happy. But I was also worried. When you're young, you can handle all that physically taxing work and manual labor. What young person isn't capable of making a living that way? My concern is what happens when you get old. Every time I get to thinking like that, I cannot help but be reinforced in the belief that I was right. That I was right not to give in. I often regret introducing him to wushou dancing as a kid. If I had known how things would turn out, I would have never taken him to see those performances in the first place. It is only natural for a parent to strive to send their child down the right path. No one would begrudge you that sentiment, Uncle Ip. You need not worry. You seem quite young, Mr. Zhongli. Yet you speak with such wisdom. Perhaps I have misjudged your age. Your words are too kind. Truth be told, one of my old friends has several grown daughters. Rather than fretting about their future, however, she prefers to let them find their own way. Then she's more easygoing than I could ever be. I fear I lack such an open mind. I meant to say earlier, there is no need to be so polite. Feel free to call me by my name, Ipdak. Sure. So, do you also think I fret too much, Mr. That's not exactly what I was hoping to convey. Only a fool would ask a parent not to worry about their child. But think of it this way. Raising a child is not unlike flying a kite. Hold the string too tight, and it can no longer soar. As my friend once said, if your children are aiming for the stars, clipping their wings will only cause them to come crashing down. You need to let out the line for a kite to soar. It seems I was too stuck in my ways. You need not reproach your heart for caring. You simply need to loosen your hold a little. Indeed, with such a big heart, why not allocate the time you usually spend worrying about Gaming to the pursuit of other things, like going for a stroll, drinking tea, or taking in the scenery? You never know what surprises could be in store. Things can change in the blink of an eye. The blink of an eye, you say? Do things change so quick? Children grow up in quite the same way, do they not? Day after day, year after year, sometimes in the blink of an eye, but always when you least expect it. Yes, you can say that again. Zhongli certainly has a way with... Oh, Gaming is back. Hey, Gaming, we're all... Dad, Traveler, Paimon. Good, you're all here. Oh, and Mr. Zhongli from the Wangsheng Funeral Parlor? You're here too? A fated meeting indeed. We were just enjoying some pleasant conversation. Is everything resolved? Well, you could say that. What does that mean? Traveler, Paimon, come with me. I need to talk to you. Huh?
I'll come right out and say it. Those two bandits, you sent them, didn't you? Okay. That's how we're starting off? Can't look me in the eye, huh? Guess I'm right then. Okay, but how did you know? At first, their mannerisms seemed a bit stilted. But once I got close, it was obvious that they possessed great skills. I was right on their tail, and it should have taken only a few steps to catch up to them, yet somehow, I was never able to close that distance. People with that level of skill would have gone about things differently from the start, like sneaking up on us while we were distracted. Unless, of course, their real motive was to lure me away from the group all along. Wow, you're pretty quick on the uptake. I just have a lot of experience. I've dealt with many a ruthless bandit in my time, but I've never... In the end, I told them they would make good guards if they ever wanted to get back on the straight and narrow, and that they could hang out with me in Liyue Harbor anytime. You ever consider you might be a little too good at making friends? I'm guessing you guys were trying to help resolve things between my dad and me? I appreciate it, I really do. But this conflict between us has been going on for a long time. Even if those two were real bandits, and I was able to subdue them and show them what I was capable of, it wouldn't change anything. You've seen the way he talks to me. It's not like that at all! Your dad really cares about you. You should see the way he talks about you when you're not around. Zhongli was talking things through with him, and he nearly agreed to let it go. You don't believe us? He won't let it go. He can say as much as he wants to other people, but he won't talk to me. You told us you wanted to prove yourself to your dad. Why don't you tell him about all the hard work you've done to... Will that even do anything? I'm not sure talking is enough. You won't know unless you try. Just listen to us. It's time to put... I'll do my best. Despite my being in the tea industry for several decades. You flatter me. It's nothing but a few humble music. Music since we've been gone. He's trolling. Ipdak and I have found many a common interest. Our friendship, much like a cup of tea, seems to grow stronger. Well said, Mr. Zhongli. Mr. Zhongli is very knowledgeable. You... Huh? Oh, Zhongli? I have very much enjoyed our conversation, Ipdak. But I, unfortunately, have some unfinished funeral parlor damage. Oh, I hope I didn't keep you. My apologies for taking up so much of your time, Mr. Zhongli. No need to stay on my account. Plunge normal attack plunge attack I'll treat you to dim sum. It would be an Plunging honor. attack, charm to close straight damage. Skill പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ Alt attack. ചെറിയ You two have a nice chat, alright? Inesio കഴിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. Thanks for helping us talk things through with Uncle Ip. Good thing you were able to pick up on what we were putting down. I have been around the both of you for some time now. As for my role in the conversation, think nothing of it. I hardly d- Why did you have us walk all this way? Paimon thought we just had to go far enough to be out of earshot. A friend approaches. Hello. Hey, So, you're here too? I've been here the whole time? A ghostly kite. Could that elusive Director Hu be coming to Wangshu Inn once again? What is she doing here? I suppose it matters not. Given her relationship with Rex, well, Zhongli, I might as well go pay my respects. It's you. I thought you were Director Hu. Ah, your arrival is most fortuitous. Do you want to try out this new gadget? The addition of the power source makes the takeoff more stable. It's just that... He seems quite immersed in the study of this device. I fear it's almost too stable. It completely negates the pleasure of seeing one's kite sway with the wind.
It's a bit of a shame. In truth, I'm here because Director Hu dispatched me to purchase some items in preparation for Lantern Rite. I see. Much like she does every year. Much like she'll do next year, I would imagine. Am I wrong? Or has she once again sent you out to buy, what is it, sesame oil or something? While we're on the subject, I do wonder why she is so obsessed with using sesame oil in the preparation of mixed vegetable dishes for Lantern Rite. A recommendation from Xiangling, perhaps. What do you think, Xiao? I've only met Director Hu a few times. Hardly the best person to ask. And is that not a sign that you should visit Wangsheng Funeral Parlor more often? It wouldn't hurt to grace the parlor with your presence now and again when you are otherwise occupied. This one here is a traditional kite, one without any equipped mechanical device. Director Hu tasked me with studying the differences between the two to determine which one is of greater merit. Many hands make light work. Perhaps you could test out the other kite for me? All right. I have made my comparisons. If speed is what you're after, the mechanical kite is the better choice. Wonderful. I shall pass that information along to Director Hu. I'll leave these two kites with you. Perhaps you can find a few friends with which to partake in the activity. Yes. You might find it to be an enjoyable use of your time. Oh, wait. Who enjoys kite flying? Well, I would imagine someone of your talent and wisdom is more than capable of finding out. So, you were testing out the kites for Hu Tao and even roped Xiao into doing it for you? Paimon didn't ask earlier because the awkward. I would hardly say I roped Xiao into anything. I simply sought the help of a friend. Besides, we did the testing together. Seems like our pool of competitors is growing. Do you like kite flying, Xiao? I suppose I neither like nor dislike it. Although, watching a kite gradually ascend into the sky does bring me a certain peace of mind. Perhaps they're a bit like Xiao lanterns in that way. Kite flying is also a pleasant form of relaxation. Have you ever thought about making a kite, Xiao? Cloud Retainer taught us how. We can teach you if you want. There's no need. Minogius was the only Yaksha among us who had interest in matters of ornamentation and design. When Lantern Rite is over, come find me near Face's temple if you have the time. Hi Bench, welcome to the stream. Oh, finally വന്നു എന്നൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഉപ്പ് കാണാം 10 മണി 10:30 ആയിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രീമിന്റെ ടൈറ്റിൽ ഞാൻ മാറ്റിയിട്ട് വേറെ പരിപാടിക്ക് പുതിയ ഗെയിം സ്ട്രീം ചെയ്യുന്നതായിരുന്നു. പിന്നല്ലേ It's getting late. How's she been, by the way? Be sure. The last time I spoke to her, she mentioned that she would be visiting Chaoying Village, and if you have the time, perhaps you could also make the trip. We'll keep that in mind. Take care, Xiangli. See you later. See you next time. Coming. You can go first. I don't have anything to say. Then I'll go. I still don't want to leave Liyue Harbor. Oh. I can't say I support that decision, but... Hey, let me finish before you get all worked up. Sit, Shinhe, sit. You must be tired from your journey. Shall I pour you a cup of tea, or would you prefer something else to drink? No need. I'm not tired. Perfect. The time is nigh for us to make an appearance. Double crit HP sense, double crit attack sense. Navigate attack.
എന്ത് പറയാ? നാവി അല്ലേ? അപ്പൊ പിന്നെ ചെറിയ സമാധാനം. പിന്നെ ഓ ഫൈനലി ഒരു വെൽക്കം കിട്ടി, സമാധാനം. എടാ ഞാന് എല്ലാവട്ടം വെൽക്കം ചെയ്യാറുണ്ട് ചേട്ടാ. ഞാൻ ആ എക്കണോമിയാണ്. ഡു യു നോ ഹിന്ദി? നോ, ഐ ഡോണ്ട് നോ ഹിന്ദി. Yes, Master. We aim to give them a demonstration of familial love. So I'll have whatever you are having. All right. What are Auntie Shenyun and Shanha doing here? Just how many people are involved in this scheme? I suppose all I can do is just take a seat. Perfect. I just so happen to have bought some Sunglow tea recently. It's quite the delectable variety. Or it would be if one has not been forced to drink it every day in the hopes of whittling down one's considerable stash. One has more than had one's fill already. Forget it. Such thoughts detract from the present need to keep up the conversation. Has work been busy during the holiday season? Do you need my help with anything? Drunk guests can sometimes cause trouble, but I deal with them as you taught me, by pinning their heads against the table. Are Auntie Shenyun and Shanha serious right now? While one was busy orchestrating this act, one seems to have forgotten about Shanha's various eccentricities. ഹിന്ദി എന്നൊക്കെ ടോക്കിംഗ് മലയാളം ആൻഡ് ആസ്കിങ് ഇഫ് യു നോ ഹിന്ദി. രാഷ്ട്രഭാഷ ഒന്നുമല്ല, ഡോണ്ട് സ്പ്രെഡ്. എടാ അതിനെപ്പറ്റി ആരെങ്കിലും ഇവിടെ പറഞ്ഞോ ബിൻസെ? What I meant to ask was, have you made any new friends? We live so far from each other. It would be a great comfort to me to know you were surrounded by good companions. You already know of my past circumstances. Recently, I've been conversing with Guoba in the kitchen at night. Guoba can't talk, but his companionship is a comfort. The poor child. Her one friend can't even talk. I guess maybe Gaming is not doing so bad after all. Perhaps I've been too hard on him. Let's move on, shall we? Do you have any plans for today, Shenhe? How about we do something fun? That sounds about right. Take her to do something fun, and perhaps she'll loosen up a bit. Yes, ഹിന്ദി രാഷ്ട്രഭാഷ തന്നെ. This may be comedy and funny to you, but these are serious. മലയാള സിനിമ കാണാതിരിക്കാടോ. Like we used to do when we would carry stones up and down the mountain, picking herbs to eat for dinner along the way. If that is what you ask of me, നാളെ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ then that is പോലും what I shall do. സീരിയസ് ആയിട്ട് എടുക്കില്ല. ആണ് നാളെ ശനിയാഴ്ച തന്നെ ആണല്ലോ എന്നൊക്കെ ഒന്ന് ചോദിക്കും. നീ ഇപ്പൊ ചോദിച്ചതുപോലെ തമാശ പറഞ്ഞാണ്. ഹിന്ദി നഹിയു മാലൂക്യ. മൈൻഡ് ആക്കണ്ട, വിട്ട് കളയുക. Dad, here, have some tea. Or no, wait, let's not have any just yet. Yeah. I simply can't listen to that any longer. I'd like to finish what I was trying to say before. I don't support your decision to stay in Liyue Harbor, because living there is too hard on you. Because living there is too hard on you. ഇവിടെ എഴുതി വെച്ചേക്കുന്നത് because living here is too hard on you. multi-billion-dollar company. If you come home, there will be people to help you,
I'm not saying we have to live under the same roof. I know our personalities are too similar to avoid butting heads. But you'll have your entire family around you. പാവം കമ്പനി എന്നൊക്കെ ദാരിദ്ര്യം പിടിച്ച കമ്പനി 3 വിഷയാണ് തന്നത്. Your aunts, uncles, they're all doing whatever they can to help. You could get a less taxing job, and we could grab dim sum together from time to time. Huh. I didn't know dim sum was such an important affair, Master. Just think about it. You don't have to decide now. ഇപ്പം ഫുഡ് അടിക്കുക ടോക്സിക് CMPU. Dad really has changed a lot. He would never have said these things to me before. But I... കമ്പനി എന്തോ പണിയുണ്ട് പറഞ്ഞു പോയത്. Thank you, Dad. It's been long enough. Oh, they're drinking tea in silence. That's not a good sign. Hey, you two! Paimon's sorry we were gone for so long. We got to chatting with some friends and didn't realize... Perfect timing, actually. We seem to be just about done here. Yep, let's go. കോള് വരുന്നുണ്ടല്ലേ? Coming has grown a lot. എടാ ഓണാക്കിണ്ടേ. നിങ്ങൾ രണ്ടുപേരും അത് കളിക്കാണ്. അവന് കൊഞ്ച് പെറുക്കാൻ വേണ്ടി അത് കഴിഞ്ഞാൽ അതിന് പോകും. ആ ശരി. കൊഞ്ച് എടാ വന്ന് കേറിയേ ഉള്ളൂ. ലോഡാവട്ടെ ഇട്. ആ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടെങ്കിൽ ഡിക്ലൈൻ ആവുന്നത് തന്നെ. അല്ല ഇപ്പൊ അങ്ങനെയല്ല. അത് അവിടെ ഉണ്ടാവില്ല. I invited you here not just to purchase your fine tea, but also with the hope that you might be willing to sit ചില down for നേരത്തെ a short ഡിക്ലൈൻ interview. കാണിക്കാം. അന്ന് What do you say? ഞങ്ങളിങ്ങനെ കണ്ടക്ടറോ കണ്ടന്ററോ എടാ സത്യം ഞാനെന്തല്ല. എസിയോ ആണെങ്കിൽ വിഷയമാണ്. അത് ടഫ് കോമ്പറ്റീഷൻ ആയാലും അതാണ് ഏത് 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 എടാ സച്ചു ഇത് കോമ്പറ്റീഷൻ ഇല്ലടാ. അതാണ് നമുക്ക് വേറെ വല്ലതും Suppose you could think of it that way. Fontaine, then I'll need some time to adequately prepare. Perhaps we could sit down ഞാനൊരു and discuss. കാര്യം പറയട്ടെ. Please follow me. അവനെ നൈസായിട്ടാണ്ട് ഒഴിവാക്കിയാണ്ട് വിടുക. മനസ്സിലായോ? എന്ന് ചാറ്റിൽ വന്നാലും ഇത് തന്നെ. അത് അരുണാണോ? അത് സിദ്ധാർത്ഥാണോ? ഞാൻ ബിജെക്ക് വിചാരിച്ചു ബിജെക്ക് നൈസായിട്ട് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. And here I thought I had lots of connections. I suppose I've been humbled. You sure know... Over here! എന്താ സച്ചു കരയുന്നേ? ശരിയാ. എടാ നിനക്ക് ഉദറിംഗേഴ്സിന്റെ ഇത് കിട്ടിയ പറയണേ. ഇവന് കൊടുക്ക, അഭിക്ക് കൊടുക്ക. ഏഷ്യയില് വരട്ടെ. ഏഷ്യയില് വന്നിട്ടില്ലെന്നാണ് നാടെ വലുതായി. അമേരിക്ക സർവീസ് കൊടുത്തു. I take it that all is... Don't worry, Shenyan. Everything is going... I knew it. I knew that was all an act earlier. She She was so determined to help me. She didn't even care about making herself and Shankar feel എല്ലാവരുടെയും foolish in front of my ഒരുപോലെയാണോ? family. എന്നാ നീ പോയിട്ട് വേഗം ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. I can't help it, you people all sound similar. Oh my god. എന്റെ പൊന്ന് ബിൻഷി, ഇവിടെ ചില ആൾക്കാർ മൈക്ക് ഓൺ ചെയ്താൽ അറിയാൻ പറ്റും. സംസാരിക്കണ്ട, ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്താൽ അറിയാൻ പറ്റും ആരാന്ന്. നിന്നെ ഉദ്ദേശിച്ചല്ലടാ. അതുവരെ മനസ്സിലായി.
What's wrong, Gummy? Don't tell me you're the ones footing the bill for all. Fret not. Reimbursement. ശുപ്പ് ഇവിടെയാണ്. എന്റെ പൊന്ന് ശുപ്പ് ഒന്ന് പെട്ടെന്ന് വീട്ടിലെത്തുക. Oh, okay. Business-related matters always seem to go over my head, but... We can talk about such matters at a later date. There are more important matters. Yes. I've been thinking about it the whole week. I have an idea, but I'd hate to cause even more trouble. That is for us to decide. Yeah, we're all friends here. Plus, we wouldn't be here if we didn't want to help, right? Okay. Got it. Just leave it to it. Let's split up and make it happen. ഗെൻഷനിലെല്ലാം ഇതുവരെ വന്നതെല്ലാം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മളോട് പ്ലാൻ പറയത്തില്ല, പക്ഷെ പ്ലാൻ ഇങ്ങനെ സംഭവിക്കുന്നു. ഓ ഇങ്ങനെയായിരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ ഒരു വട്ടമെങ്കിലും പ്ലാൻ നമ്മളോടും കൂടെ പറയുക. എന്നിട്ട് പ്ലാൻ ഇങ്ങനെ പോകുന്നു, പക്ഷെ പ്ലാൻ വർക്കൗട്ട് ആവാതെ വരുന്നു, പക്ഷെ പ്ലാൻ അത് വർക്കൗട്ട് ആകുന്നു. അങ്ങനത്തെ ഒരു സ്റ്റോറി എന്തുകൊണ്ട് കൊണ്ടുവന്നൂടാ? ഇച്ചിരി ഡിഫറെൻ്റ് ആയിരിക്കത്തില്ലേ? അതെ. ഓ ശരിയാ, ആങ്സൈറ്റി കൊണ്ടുവന്നാൽ അത് പ്രശ്നമാണ്. സർപ്രൈസ് പോകുന്നൊക്കെ അതാണല്ലോ. സർപ്രൈസ് അവിടെ വരുന്നുണ്ടല്ലോ. പ്ലാൻ വഴി ഫെയിൽ ആവുന്നു എന്ന് കാണുമ്പോൾ ഒക്കെ വേറെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. നോ, തിരിച്ച് പ്ലാൻ കറക്റ്റായിട്ട് വരുന്നു. അതൊരു സർപ്രൈസ് എലമെന്റ് ആണല്ലോ. ഏത് അബി നോബഡി കേസ് എന്ന്. എടാ നിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ല. അയ്യോ ഇടുന്നോ, ഇതിനൊക്കെ ഭാഗ്യം വേണം കേട്ടോ. ഇടുന്ന ഓരോ കമന്റിന് നോക്കുകയാണ്. Welcome back. Thanks to you. Oh, you should. ഓ ഗ്രാൻഡ് ബ്ലൂയെ സ്കിപ്പ് പിടിച്ചുകൊണ്ട് ഇപ്പോഴേ ഗെൻഷിലൊക്കെ മിന്നായം പോലെ പുഷിംഗ് സ്പേസ് ആൻഡ് ലെഫ്റ്റ് ക്ലിക്ക് ഇന്റൻസ്ലി. Good luck and All right then. എടാ എന്തുകൊണ്ടാണ് പുഷിംഗ് സ്പേസ് ആൻഡ് ലെഫ്റ്റ് ക്ലിക്ക്? എല്ലാ സ്റ്റോറി ഒരേപോലെ തന്നെ. Looks like we finished everything we needed to do. Let's find a good place and put this thing into the sky. ഓക്കെ, കട്ട് സീൻ ആണല്ലേ. Chi-Chi, we're almost there. Okay. ഏത് വിരുന്നുകാരൊക്കെ Come here, allow me. ലൈമോ ലൈവ് കട്ടൻ സെറ്റ് അതുപോലും ഇല്ല കാര്യത്തിന്. what's going സ്റ്റാൻഡേർഡ് ചെയ്തേക്കാം. ഈ ലൈറ്റ് എല്ലാം കൂടെ ഒരേ സമയത്ത് എങ്ങനെ ഓഫ് ചെയ്തത്? LED ആണോ വെച്ചേക്കുന്നത് റിമോട്ട് വെച്ചിട്ട്? വെയിറ്റ്, എടാ ഗാമിങ് ആണത്. എന്റെ മോനെ അത് കൊള്ളാം. പൊളി. ഇല്ല കേൾക്കുന്നില്ല. കട്സീന്റെ മ്യൂസിക്കിലാ. ഓ ഇത് രക്ഷയില്ല കേട്ടോ. മ്യൂസിക് എന്റെ മോനെ ഷാനും
ഓ അത് കൊള്ളായിരുന്നു കേട്ടോ. അതെ, എക്സ്പ്ലോർ ചെയ്തായിരുന്നോ? ഇല്ല, അതൊക്കെ ഇരുന്ന് ചെയ്യും. ഇതേ സ്കെച്ചിങ് ഒക്കെ. Have I taken that many pictures already? I need to load more film. ഇപ്പോൾ നമ്മുടെ ട്രാവലറിന്റെ വോയിസ് ആക്ടർ വന്നു ചിരിക്കാനായിട്ട്. കഴിഞ്ഞ ക്വസ്റ്റില് 10-20 വോയിസ് ലൈൻ ഉണ്ടാവും. അവൻ ചിന്തിക്കുമ്പോ സംസാരിക്കുന്നുണ്ട്. ഓ എന്റെ മോനെ, റിയാക്ഷൻ ഒന്നും ഞാൻ നോക്കി പോടാ കടിച്ചു. അത് മ്യൂസിക് ഒരു രക്ഷയില്ല കേട്ടോ. Happy Lantern Rite. Happy Lantern Rite. Performance was so cool. Paimon almost wanted to join in. You saw that, right, Traveler? അതൊരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. കട്സിന് അടിപൊളിയായിരുന്നു. Oh, he's over there, talking to his dad. എനിക്കൊന്ന് അവർ മനഃപൂർവ്വം ബാക്കിയെല്ലാം ബോറിംഗ് ആക്കിയത്. കട്സിന് അടിപൊളി ആകുമ്പോൾ തന്നെ നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യത്തില്ലല്ലോ. കോപ്പാണ് ഈ കട്ട കോപ്പിംഗ് ആണ്. അല്ല, കട്സിന് അടിപൊളിയായിരുന്നു. എല്ലാ ലാൻഡറിലും കട്സിന് അടിപൊളിയാണ്. ഇത് കഴിഞ്ഞിട്ട് തന്നെ കണ്ട അടിപൊളിയായത്. കഴിഞ്ഞ വട്ടം കൂട്ടവന്റെ ഡാൻസ് അല്ലായിരുന്നു. റാപ്പ് അത് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ഗൂസോംസ് അത് ഹിറ്റ് ആയോ കോപ്പി. കഴിഞ്ഞ ലാൻഡേഴ്സ് കട്സീനാണ് ഏറ്റവും മോശം. 4 ലാൻഡർ ഏറ്റവും Thank you, little girl. No need. No need. Master is waiting for me right over there. Son. I suppose I'll go first this time. Okay. Your performance. I've seen many wuxia dances in my time, but I've got to admit, what you pulled off there was breathtaking. Wow. I never thought I'd live to hear you say that. You're serious about doing this professionally? Absolutely. I know it'll be difficult, but... Then it doesn't matter. What I mean to say is, of course it'll be difficult. But if that's your decision, if that's your dream, then it doesn't matter how difficult it is. Really, when I was young, I also... Actually, how about we save that story of my past for another time? All I really want to say is, I've changed my mind. Much like this kite, you also deserve to soar to new heights. Son. Don't agree fighting with it. I bet you're wondering what's gotten into me saying all this. Well, a little bit, yeah. My favorite cutscene is Shao and Elan Chasm just you don't agree fight me. എടാ അതിനോട് ഞങ്ങൾക്ക് അഗ്രി ചെയ്യുന്നുണ്ട്. നിന്റെ ഫേവറേറ്റ് അതാണ്. അത് നീ ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കറിയാം നിന്റെ ഫേവറേറ്റ് അതാണെന്ന്.
ഞങ്ങൾ ആരും ഫൈറ്റ് ചെയ്യാൻ വരുന്നൊന്നുമില്ല, ആരും ഡിസഗ്രി ചെയ്യുന്നില്ല. നിന്റെ ഫേവറേറ്റ് അതാണെന്നുണ്ടെങ്കിൽ അത് തന്നെ. Any askers? I know I've never found the chance to say this before, but to me, Gani, you've always been a great kid. അത് സിദ്ധാർത്ഥ കമന്റിന്റെ കൂട്ടത്തിൽ ഞാനോടൊന്ന് ചേർത്തന്നേ ഉണ്ട്. വാട്ട്സ് യുവർ ഫേവറേറ്റ് കട്ട് സീൻ? അപ്പൊ ഇന്നും എന്ന് വന്നു ജെയ്റ്റ് ചേംബറിന്റെ കട്ട് സീൻ. ഫസ്റ്റത്തെ ഫൈറ്റ്. യെസ്. അത് ശരിയാണ്. ഷവയുടെ ഈ ഒരു സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷൻഹയുടെ അടിപൊളിയായിരുന്നു, യോയിമയുടെ അടിപൊളിയായിരുന്നു. ബട്ട് എന്തോ സംതിങ് That's everything I've got. Did you have something you wanted to say, or? സീന് നന്നായിട്ട് ആക്കിയതാ കൊറിയനായിട്ട് ഡെത്തിന്റെ സീന്, പ്രത്യേകിച്ച് ആ ന്യൂലൈറ്റിന്റെ പാട്ട് വിഷയം. അതടിപൊളിയായിരുന്നു. ന്യൂലൈറ്റ് അങ്ങോട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറന്നങ്ങോട്ട് മുകളിലേക്ക് പോയത്. അവിടെ കരയുന്നതാണ് മ്യൂസിക് കൂടെ. അത് വിഷയം സാധനം. ശരിക്കും അടിപൊളിയാക്കി. You came all this. For a bit longer. When you have time, we can grab dim sum together. Your treat, right? Dad, honestly. Go. Okay, then I'm off. See you soon. Jade first guest or second? First. That's quite the smile you've got there, Gummy. സെക്കൻഡിൽ എനിക്ക് ഷെൻഹയെ മാത്രമേ ഓർമ്മയുള്ളൂ. Really? It's nothing to be embarrassed about. ഞാൻ ഷോങ്ങിലേക്ക് വേണ്ടി സേവ് ചെയ്യായിരുന്നു. ഇറ്റോണി സ്കിപ്പ് ചെയ്തിട്ട് I'd like to finally thank Auntie Shenyu, as well as everyone else who's helped me out. If everyone has time, maybe we can fly a kite. അതെ, ജെയ്റ്റ് ചേംബറിന്റെ സെക്കൻഡ് ക്വസ്റ്റ് എന്ന് പറയുമ്പോ എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും വരുന്നൊന്നുമില്ല. എനിക്ക് ആ ഒരു ക്വസ്റ്റിൽ ഷെൻഹയുടെ സീൻ മാത്രമേ എന്റെ തലയിൽ നിൽക്കുന്നുള്ളൂ. അതാ അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് പറയുമ്പോ ഞാനിങ്ങനെ അതാണല്ലേ എന്നിങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ എന്തായാലും കണ്ടിട്ട് സ്റ്റേജ് കൂടിയ ഭയങ്കര വലിയ സീനാണ്. ഗ്രൈൻഡ് ആരംഭിക്കട്ടെ. എന്ത് ഗ്രൈൻഡ് ചെയ്യാനാണ് അതിനകത്ത്? ഫെയ്റ്റ് കളിച്ച് ഇതിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അത് കഴിഞ്ഞാൽ സേവ് ഫയൽ ഇങ്ങോട്ട് മാറ്റിയിടുക. പിന്നെ എപ്പോൾ പോയാലും ഇത് എടുത്തിട്ടാ പോലെ. ശരിയല്ലേ? എല്ലാം എപ്പോഴും കിട്ടിയിട്ട് സിജിൽ എല്ലാവർക്കും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റിയിട്ടാ മതി. എല്ലാം കഴിഞ്ഞു. പിന്നെ പുതിയത് വരുമ്പോ അത് അങ്ങോട്ട് ഇടുക. പക്ഷെ എല്ലാവർക്കും ആവണ്ടേ? സിജിൽ ലെവലപ്പ് ചെയ്യാൻ എന്ത് പണിയാന്ന് എടാ. അതിന് പോയി അടിച്ചു നോക്കിയിട്ടല്ലേ HP കൂട്ടിയെന്തോ. പുതിയ ഏതോ ഒരു അപ്ഡേറ്റില് എനിക്ക് 1.05 തോന്നുന്നു ഇതില് കൂടിയിട്ടുണ്ട്. അന്നേരം ഇത് കൂടുതൽ ഡ്രോപ്പ് റേറ്റ് കൂടും. അത് വീണാലും മതി, ബ്രേക്ക് ചെയ്യണമെന്നില്ല, തല പൊട്ടിക്കണമെന്നില്ല, അല്ലാണ്ട് തന്നെ കിട്ടും ഡ്രോപ്പ്. അപ്പൊ ഇനി അത് വന്നാൽ ഇതുപോലെ ചെയ്യേണ്ടി വരും. അത് വന്നിട്ട് അതിന്റെ HP മഹാമത്തിന്റെ കൂട്ടിയാരാണ്. സിദ്ധാർത്ഥുണ്ടല്ലോ, എന്തിനു ഭയം. യോഹോ ജെറി, വെൽക്കം ടു സ്ട്രീം. അടുത്ത് വെച്ച് വൺകുഞ്ഞടിക്കാതെ ഞാൻ മാത്രം ഇനി നീ ബിൽഡായിട്ടില്ലല്ലോ.
Did you hear that? ഞാൻ പണ്ട് തൊട്ടേ ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്ന നർമ്മയെ പോലെ അടിക്കണ്ടടാ. എടാ നർമ്മയ്ക്ക് വെപ്പണില്ലല്ലോ, വെപ്പൺ വേണം, അപ്ഗ്രേഡ് ചെയ്യണം, ഇതിൽ കൂട്ടണം, എന്തൊക്കെ പണി. Right? So Paimon wasn't just hearing things. That void. Well, we've got the time. Why don't we go? എപ്പിക്കില് ഏതാ ഫ്രീ വന്നേക്കും? അല്ല ഏതാ വന്നേക്കുന്നു? ഞാൻ കണ്ടു നോക്കിയില്ല. ബോട്ടിനെ ജയിച്ചാൽ ആഡ് ചെയ്തിട്ടേ ഏതൊക്കെയുണ്ട്? എപ്പിക്കിന്റെ നോട്ടിഫിക്കേഷൻ വരും ഫ്രീ ഒന്ന്. ഓ ഇനി ആഡ് ചെയ്യാനാണോ പറഞ്ഞത്? ആഡ് ചെയ്തിട്ട് ഇട്ടു എന്തത് ഡക്കാർ ഡെസേർട്ട് റാലി ജെയ്റ്റ് ചേമ്പറിൽ ഇട്ടണോ? മറ്റേല് വേണം, മറ്റേല് എനിക്കിടാൻ പറ്റൂ. ആ ജെയ്റ്റ് ചേമ്പറിൽ വേണമെങ്കിൽ ഒരു വേറെ ഒരു ഇതുണ്ടാക്കിക്കോ, ടെക്സ്റ്റ് ചാനൽ ഉണ്ടാക്കിട്ട് ഇട്ടോ. ഡെസേർട്ട് റാലിയാ ഫ്രീ അല്ലേ വാങ്ങിട്ടോ. Well, if it isn't my dear partners. നാവിയാണ് ഇപ്പൊ വിളിച്ചു കൂവിയത്. See, I told you that something good was going to happen during our travels today. I have to say, sometimes the Steambird's astrology column is spot on. It's just your lucky day. Are you guys also here to catch the festivities? Oh, and that reminds me. Happy Lantern Rite. Happy Lantern Rite. Happy Lantern Rite to you too! Wait, if you're here for Lantern Rite, then what are you doing on top of this deserted mountain? And that voice we heard, that was you, right, Navia? Oh, impressive. You could tell it was me from that far away. That or your voice is just really loud. Well, of course it is. Indeed. I suppose it's an asset. Sure is. I think you're gonna give it a Wait, that wasn't even Paimon's point. Paimon just wants to know why you two were shouting from the top of something about and Buell fruit? Ooh, is it some sort of അതിന് ഓപ്പൺ വേൾഡ് NFSന്റെ എല്ലാത്തിനും ഇട്ടുണ്ട്. എന്നിട്ട് അതിന്റെ പേര് എത്ര 100 രൂപ? അതിപ്പോ ഓഫറിലൊന്നും It's not a code. The word. perhaps, but the That's act of customers shouting was these very are meaningful indeed. That's just what mountain climbers do, right? After all the hard Free work period it game. takes to make it to the top, as you stand on the summit looking out at the vast scenery, it's not easy to resist the urge to release those emotions. Exactly. You get me, partner. അബിസിന്റെ സബ്സെക്ഷനിൽ എന്തിനാ നീ എയർക്കിട്ട് വെച്ചേക്കുന്നേ? എടാ അബിസിലേക്ക് പോയെന്ന്. സ്പയറിൽ അബിസ് അല്ല. യെസ്, ആൾ അബിസിൽ വീണ്. അവിടെ മിണ്ടാനൊന്നും പറ്റത്തില്ല. I was afraid that it would cause a disturbance, so I asked the locals around here and they said it was fine. Apparently most hikers like to shout when they get to the top, so the locals are used to it by ഞാൻ now. പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? സ്ട്രീമില് സ്ട്രീമിൽ കുറവാണ്. അല്ല, അത് ചെറിയൊരു ഡിലേ ഉണ്ടാവില്ല, രണ്ടു തവണ കേൾക്കുന്നു. So you see, it's not just me. I guess everyone shouts. Speak for yourself. When you're stressed, don't you ever just ഈ get നാവി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? What I choose to hunt depends on my mood. ഈ രണ്ടുപേർക്ക് എന്താ തലയ്ക്കല്ല അസുഖമുണ്ടോ? Anyway, ലാൻഡർ നൈറ്റ് കാണാൻ വന്നിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് കിടന്ന് കൂവുന്നു. oh, I've no need to be shy. Even Farina. Paimon, hear that right? Farina's all. Believe in your ear. Actually, the reason we climbed. Yes. എടാ Just about make out someone yelling things like, help me! തുടങ്ങാറായി. What do you know? ഈ വരണില്ല. Miss Farina was standing right there, all red in the face. She practically sprinted back down the mountain the minute she ഫുറീന saw us. അല്ല എടാ, അരുണില്ലാത്തത് കൊണ്ട് നമുക്ക് അരുണ് പകരം വേറൊരാളെ കയറ്റാം. ഇപ്പൊ നമ്മൾ 5 പേരുണ്ടല്ലോ ഇവിടെ. That reminds me. I believe what she. So you could actually hear what she was. I figured we could check out the situation either way. അത് കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടെ ചെയ്യാം. Farina in the middle of some stress relief is up. She probably would have never thought. No, she definitely would have never thought Genshin she would Impact run into anyone she knew. ഇവൻ എത്ര നേരം നിനക്ക് സ്റ്റോൾ ചെയ്യുന്ന ഇവിടെ എടുത്തിട്ട്? I think it just. Nevertheless is not the type to take much time off. Didn't Charlotte publish an article on the Did I Leroy? get My married situation is or- completely different. You Fontanians. It's not raining. I lost a bet with Ridesley, and now I have to buy him something. It was just a spur of the moment sort of bet.
Wrightsley gets really invested in that sort of thing. But he couldn't care ഇനിയിപ്പോ less about what you could give him easy mid and plans. have a chat. If only he was അതിരാവിലെ that easygoing when it came to ഒന്നേകാലിനടുത്ത് talking in ചോദിച്ചിട്ടുണ്ട്. any case. I'm pretty sure the tea you bought is this region's specialty. What is it called again? Nervalette even mentioned it earlier. Oh, കണ്ടോ? Yes, that's the one. You didn't really buy. Please. That reminds. Oh, that's right. Who told? A few days ago, we heard that a friend was going to be in Chaoying Village. Oh dear. We've been chatting. We should. No need to stay on our account. We Oh. just got up here. Go and meet your friend. Okay. We can meet ഞാൻ up in ഇത്ര നേരം Chaoying ഫോണിൽ കൂടെ Village later. തുറന്നിട്ടിരുന്നു. അപ്പൊ സൗണ്ട് ഓഫ് ചെയ്തിട്ടൊക്കെ. Sounds good. We can. തുടങ്ങല്ലേ ഇപ്പൊ? എനിക്കിന്നൊരു മൂടില്ലട കളിക്കാൻ. മൂടില്ല, എനർജി ഇല്ല. ചുപ്പ് ഉണ്ടെന്ന് കേട്ടപ്പത്തേന് മൂഡ് ഇല്ല, എനർജി ഇല്ല അന്നത്ര. I hope you have somebody to do the countdown this time. എന്നെ അലർജി ആണല്ലോ എന്ന്. പയ്യന് വിഷമായി. ആരുടെ മറ്റേ സ്കൂൾ പയ്യനെക്കാട്ടും കഷ്ടമാണല്ലോ. അയ്യോ എന്റെ പൊന്നേ, രണ്ടുപേർക്കും കൊണ്ടിട്ടൊരു ഒറ്റ ഡയലോഗില് പോട്ടേന്ന് വെക്കാടാ. മിനിമലിസം മാക്സിമലിസം രണ്ടുപേര്. അല്ല ഡിസൈൻ്റെ കാര്യം പറഞ്ഞ എന്താണിത്? അപ്പൊ എനിവേ ഞാൻ ആ പിസന്റെ അങ്ങോട്ടേക്ക് പോവാ. നീ ബാക്കി പോയി സംസാരിക്കും. ക്വസ്റ്റ് തീരാറായി. ബാക്കി പോയി സംസാരിക്കും. ക്വസ്റ്റ് തീരാറായി. എന്താ അങ്ങനെ പറയാൻ കാരണം? വേറെ എന്തോ സംഭവം ഉണ്ട്. ഈ ക്വസ്റ്റ് ഞാൻ ഇന്ന് കളിച്ചേ ഉള്ളൂ. ഇന്ന് വൈകിട്ട് കളിച്ചായിരുന്നു, അതുകൊണ്ട് പറഞ്ഞ. അതും കൂടെ തീർത്തിട്ട് വരാം. നിങ്ങൾ റെഡി ആയിട്ടിരുന്നോ? അഭിസൊക്കെ എടുത്ത് വെച്ചോ? ടീമൊക്കെ ചൂസ് ചെയ്തോ? സിദ്ധാർത്ഥ എന്താ റൂൾ? എന്താണ് റൂള്? റൂളെന്താ സിദ്ധാർത്ഥ? അതുകൊണ്ടാണ് നീ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തേ? അത് ഞാനും കണ്ടില്ല, നിങ്ങളും കണ്ടില്ല. ഈ വട്ടം വരുമോ? അഭിനവീനെടുക്കരുത്. പേടി പേടി. ബിജെക്കാരുള്ള വിശ്വാസം പറഞ്ഞേ. എന്റെ ഷോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ കവത്തു. വെറുതെ അത്. ഇന്ന് എനിക്ക് കഴിഞ്ഞ കാലത്ത് അത്ര കൂടി എനർജി. ജസ്റ്റ് പൈമാനെ പേടിപ്പിച്ച സമയത്ത് ഫുറീനെ നേരെ വെള്ളത്തിൽ വീണായിരുന്നല്ലേ? കളറായ. Looks like someone. I must admit, but seeing as you're a hero who's been all over Teyvat, since we have found ourselves in each other's company within this It appears you have been to Fontaine then, given your proclivity to... What I mean to say is, although I've built up a certain following within Fontaine, it is no reflection of strength or wisdom. I stand before you right now as nothing more than an ordinary traveler in search of beautiful scenery. There is definitely more to Mr. Zhongli than meets the eye. I could tell as much, given his breadth of knowledge on both academic and worldly matters. There's no way is he just feigning ignorance for my benefit? No. You're no common tourist. Does that mean who? You may not have heard, friends, but Miss Farina is now one of my esteemed clients. Okay, you win. Guess Paimon will have to break into the hidden stash at the bottom of her shoe. What's this about winning? Don't tell me. You two were placing bets. I just saw you guys
standing on ഇവിടെ the ഞാൻ side of the ഓടിപ്പോയി road Dominating. and couldn't help but take guesses as to. Oh, I see. That means you, my friend, must have guessed that I was trying to promote my business to Miss. That I do, my friend. I can feel the generation gap through this screen. അത് ശരി. What was Paimon's guess then? അത്രയ്ക്കും കളവന്മാരൊന്നും ആയിട്ടില്ലടേ. Paimon thought Zhongli was showing the newbie around. സോങ്ങിനെ പൈമാനെ മുന്നിട്ട് പറഞ്ഞതാ. By. If that's the case, then Paimon's. That's right. ജോങ്ങിനെ പൈമാനെ പറ്റി Mr. Zhongli പറഞ്ഞാണ്. was telling me about some great sightseeing spots in the area. ആണോ? പിന്നെ ആരെ പറ്റിയാ പറഞ്ഞത്? You see? Paimon was right too. Since both of our guesses were right, there can't. Hey, don't be a. How about this? You buy Paimon a bowl, and Paimon will also buy you a bowl. As for the. Since I was the subject of the bet, perhaps it should go to Daily me. ഇല്ല, You ഞാൻ know, എന്റെ as ഡെയിലി a കംപ്ലീറ്റ് ആണ്. congratulations for the huge deal I just struck. ചലഞ്ച് ചെയ്യാം. അത് നമുക്കൂടെ തോന്നണ്ടേന്ന്. എടാ തോന്നണ്ടത് ശരിയാ, നിനക്കൂടെ തോന്നണം. ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? I should be the one treating അല്ല വിഷമിക്കണ്ട, The funeral നിങ്ങളെ parlor is കുറിച്ച് about to തന്നെയാ. bring in quite the sum after all. അപ്പൊ പിന്നെ വലിയ വിഷമമൊന്നും ഞങ്ങൾക്കില്ല. Paimon almost forgot to ask about the most important question. ഇത് Did I? നിങ്ങളുടെ നെയിം പറയട്ടെ. ഇപ്പൊ തിരി ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ. Paimon is so. ബോട്ട് സെക്യൂരിറ്റി ബോട്ട് എങ്ങനെ തെറ്റിയതെന്ന് മാത്രമായിട്ട് Really, Paimon? It's not like you don't know me. ബോട്ട് കണ്ട ചാറ്റൊക്കെ പോയിട്ട് രസമായിരിക്കും. ബോട്ടോ? Miss Hu Tao is simply helping prepare some props. Not too long ago, I read a collection of horror stories from Liyue. Now that Fontaine's biggest star has ഇതിലേക്ക് നീ returned to ഫ്രണ്ട്ഷിപ്പ് the വരെ stage, നോക്കുന്നുണ്ടോ I കമ്മീഷൻസിൽ? figured it's about time the industry enjoyed a breath of fresh air. കമ്മീഷൻ കളിക്കായിരുന്നു. ഫ്രഷ് പക്ഷെ ഇൻവൈറ്റ് ചെയ്തോ? ഡൊമൈൻ ആണെങ്കിൽ ഇൻവൈറ്റ് ചെയ്തോ? ടെററാണ്. So, did you come? അബി Not my original. It was a fated meeting ഡാമേജ് indeed. വെബ്ബുക്കിന്റെ പെർമിഷൻ എന്ത്? ഡാമേജ് അതെനിക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. എന്താ? എടാ നീ ഇല്ലേ, ഞാനിപ്പോ ബോട്ടില്ലേ ആ ഇവിടെ മറ്റേ ഡിസ്കോഡില് അതിൽ എപ്പിക്കിന്റെ ആ ഒരു ചാറ്റ് ഉണ്ടാക്കി പെൻഷുകാർക്കെതിരെ ആ ചാനൽ ഉണ്ടാക്കി. ആ അതിൽ പോയിട്ട് അതിന്റെ സെറ്റിംഗ്സില് ആ ബോട്ട്സിലില്ലേ, ബോട്ടിന് ആ മാനേജ് വെബ്ബുക്കിന്റെ പെർമിഷൻ കൊടുക്കും. അതെനിക്ക് കൊടുക്കാൻ പറ്റില്ല. ബോട്ടിനാണ് കൊടുക്കണ്ടേ. റോളിലാണോ? ആ പെർമിഷനിലെ റോളിന്റെ അവിടെ ബോട്ടുണ്ട്, ബോട്ടിന്റെ റോൾ ഉണ്ട്. ആ അതിന്റെ പെർമിഷൻസിന് മാനേജ് വെബ്ബുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കും. മാനേജ് വെബ്ബുക്സ് വെബ്ബുക്സ് അതൊന്നും നോക്കാം. ആ കണ്ടു. അതെനിക്ക് ശരിയാണ്. വെള്ളം അപ്ലൈ വെള്ളം അപ്ലൈ ചെയ്യാനോ? Zhongli sure loves his. സേവ് അടിച്ചാ It's someone you know. അടുത്തോട് 109K പ്ലഞ്ച് ഒക്കെ How did you ചെയ്യുന്നുണ്ട്. get very impressed? ഓക്കെ സാധനം സെറ്റ് ആണ്. എല്ലാ മെസ്സേജും അത് അയച്ചു. Paimon never thought. I'm sure ഇതിന്റെ he പേരൊക്കെ didn't. വേണം He മാറ്റി. was already getting ready. Yup. അതിന്റെ That's നോട്ടിഫിക്കേഷൻ exactly what he സെറ്റിംഗ് ഞാൻ asked. ഇടട്ടെ. എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെല്ലണ്ടല്ലോ. അത് വേണേ മെൻഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തു. only mentions. This area is full of mountains and rivers. So, were you the ആ one that സാധനത്തിൽ pointed വേണേ out? സാധനം Of course. കേട്ടോ. But ഒട്ടിക്ക് മേതൊക്കെ വരുന്ന What about him? he doesn't get out much. നിർബന്ധമില്ല. No one. All in all, ഇപ്പൊ റോള് സ്പെസിഫിക്കായിട്ട് പറ്റിയുള്ളൂ. I'm sure he does. Is that so? Wait, you didn't see him, Zhongli? Unfortunately, no. At the time, it appeared as if Director Hu and Miss Farina were having quite the productive conversation. What a shame. That gentleman seemed like a sophisticated sort of guy. I actually think you two would have hit it ഇതൊക്കെ off. റെഡിയാണ്. കരിക്ക്. Is that so? ഞാൻ ഒന്നും കളിച്ചിട്ടില്ല. ഡൊമൈനോ? Hmm? ആവശ്യം ആർട്ടിഫാക്ട് ഫാം ചെയ്ത ക്യാരക്ടറിന് സ്ട്രോങ് ആക്കാൻ പോയാണ്. To borrow Miss Farina's turn of phrase, perhaps it just wasn't meant to be. Well, with the traveler around, I'm sure you'll have a chance to get to know each other at some point. That's right. He's got more friends than he knows what to do with. Well, that's certainly true. Oh, that reminds me. If you get the chance, you should just tell him the Palais Mermonia isn't going to fall apart if he disappears for a few days.
He shouldn't keep himself cooped up all the time. Even clams open their shells to let in fresh water every once in a while, right? If he's really that much of a stickler for protocol, he can fill out a leave of absence request. He'd have to approve it himself, since he handles that sort of thing now. Seems like this gentleman is also in charge of something pretty important. Hey, 122K. He is the fair and impartial Eudex of Fountain, head of the highest court in the land, otherwise known as the demon who controls all the paperwork in Fountain. 139. I've never heard of a demon that bold Yeah, in my experience. It seems like your friend still has a lot of growing. If I remember correctly, Continuation. you were Oh, traveler. ഇപ്പൊ ഇന്ന് കളിച്ചോണ്ടിരിക്കുന്ന ഓക്കെ We saw you all chatting over here, and we're wondering if we could join in. Oh, so polite. No apologies necessary. Straight to the point. I like it. It's getting late. If we want to catch a boat back before dark, we should... Indeed. Then, Miss Farina, when are you planning to head അല്ല back? TJK ഫാൻസ് അസോസിയേഷൻ ആരെയും കണ്ടില്ലല്ലോ ഇന്ന്. ശരി, എല്ലാ വട്ടം കറക്റ്റ് ആ ടൈമിന് വരുന്ന കേട്ടോ. Closer look. There may be something you mistook. A candle അതല്ല അവര് അഭ്യസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാൻസ് അഭ്യസ് കഴിയുമ്പോ ബെറ്റർ രസമായിട്ട് വരും. ഫോട്ടോ മാറ്റിടാൻ പറ്റും. അതെല്ലാം അഭ്യസിലുള്ള ഒരു മാറ്റ്. എന്നാലും അവര് BJK തുടങ്ങുമ്പോൾ BJK വോട്ട് ചെയ്ത് കൊടുക്കും. എടാ ഇന്ന് എനിക്ക് എനിക്കൊന്നും കളിക്കാനൊന്നും തോന്നുന്നില്ല. പിന്നെ രാവിലെ പറഞ്ഞ സംഭവമാണ് ഏത്? Of course. Gotta say, Frida. By the way, did I hear you mention that Chlorand used to work? Then you must have also been a leader. Well, രാവിലെ നിനക്ക് രാത്രി being a leader is ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ hard. പറഞ്ഞു. But I prefer how things are now. I see. Well, you've certainly picked an apt place to relax. Xiaoying Village is Only the best. And thank you so much. It's fine. The next time you're in dim sum. Is that അഭിയിലിറങ്ങി അഭി വരുമ്പോ മുങ്ങിപ്പോകുന്നുണ്ടോ? Make sure to order the Ooh, okay. Wait, but didn't you guys... Of course I am. I bought a kite, a parasol, a little tin frog that jumps. Oh, and a stuffed toy of a mythical beast. Chlorand is the one who didn't buy anything. So all you're bringing back with you is that tea? And some tea-flavored hard candies. They're for sea. Chlorand isn't much of a shopaholic. Well, one of us has to practice restraint. അയ്യോ അതെന്ത് ഡയലോഗാ? ക്ലോറന്റ് അതെന്തിനാണ് വൺ ഓഫ് അസ് എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? Hey, I'm hardly reckless with my Mora. I'll have you know, all the purchases I made today were well within my budget. യെസ് ആയിട്ടുണ്ട്. Oh, well, I bought some tea, of course. Other than that, ഫൈറ്റ് just some കയറുന്നൊക്കെ bits and ബീച്ച bobs, നമുക്ക് എന്താ you പറ്റിയ? know. They should all be things I can use. ഇന്ന് ഫുൾ വയലൻസ് ആണല്ലോ. Oh, Monsieur Neuvillette took them with him. Wait, what? Why did he take them? Monsieur Neuvillette just saw the amount of bags we had, and often I felt a bit bad at first. He even offered to deliver my gifts to the fortress of Maripede for me, once he's... Neuvillette is a man of his word. See? Even his trusty subordinate agreed, then കഴിഞ്ഞ wow, he അഭിഷേക് seems like a real gent. If only the funeral parlor had an employee as thoughtful, proactive, and responsible as him. Right, Zhongli? എന്ത് ചെയ്യാന്? Indeed. ഒന്നും ചെയ്യാനില്ല. Offered to deliver her gifts directly. എടാ ഈ ന്യൂലറ്റിന്റെ അടുത്തൊക്കെ പോണാടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തുടങ്ങാം. Maybe we'll run into നമുക്ക് സ്പിന്നെ വീല് ചെയ്താലും വേണ്ട, ആ പരിപാടി ഇല്ല. exactly when he'll show ഭയം. ഇന്ന് നാളെയെങ്കിലും തീർക്കത്തില്ല നിങ്ങള്. അതിന് വീല് സ്പിൻ ചെയ്തിട്ട് ബാൻ ചെയ്യുന്ന പരിപാടിയല്ല, വീല് സ്പിൻ ചെയ്തിട്ട് ടീം സെറ്റ് ചെയ്യുന്ന പരിപാടി.
അത് നടക്കത്തില്ലടേ. ഭയം. ഈ കൊച്ചിന്റെ പേരെന്ത് മുള്ളിന്നിട്ട്? ഒന്നുമില്ല. നോക്കൂ. I am always the joke material for you guys. എടാ ഞങ്ങളായിട്ട് ചെയ്യുന്നതല്ലല്ലോടാ, ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിട്ടല്ല. നീ വിഷമിക്കല്ലേ, അരുണും PJ ഇല്ലാഞ്ഞോണ്ടായിരുന്നു നിന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ PJ വന്നിട്ടുണ്ട്, നീ പേടിക്കണ്ട, PJ വന്നിട്ടുണ്ട്. എന്താടാ നിങ്ങൾ പറയുന്നേ? കണ്ടോ, അതാണ് മനുഷ്യൻ, ചില്ലാണ്. എത്ര റൗക്ക് കിട്ടിയാലും ഒരു കുഴപ്പമില്ല. അവി റൂള് പറയേ. നമ്മളെല്ലാം കണ്ടീഷൻ വെച്ചിട്ട് ആവശ്യമായിരുന്നു ഇവിടെ, വെറുതെ അത് അബീനെ നെർഫ് ചെയ്യാനാണ് കണ്ടീഷൻ എപ്പോ ഇടാറ്. പക്ഷെ അവസാനം നെർഫാവുന്ന ഞങ്ങളാ, അബി നെർഫാകത്തില്ല, ഞങ്ങളെ നെർഫാവുള്ളൂ. ഇത് പറയാൻ എല്ലാ തവണയും അതാണ് സംഭവിക്കുന്നത്. ഒരു മാറ്റ്. എടാ ഇത് കൊള്ളാലോ, പ്ലഞ്ച് അറ്റാക്ക് ഇൻക്രീസ് ആവുമെന്ന് ഈ വട്ടം. ആണോ എന്നാ ഗാമിങ് അബീസ്. ഗാമിങ്ങിനുള്ള ഗാമിങ്ങിനെ കൊണ്ടാ പോകുന്ന കോമഡി ആയിരിക്കും. സെക്കൻഡ് ഹാഫ് ഊട്ടാവുണ്ടല്ലോ, ഞാൻ എത്ര ഉപയോഗിക്കണം. അപ്പൊ ഈ വട്ടത്തെ റൂൾസ് ഞാൻ പ്രസന്റ് ചെയ്യുന്നു. 12ാമത്തെ ഫ്ലോർ വരെ ഉള്ളത് എല്ലാവരും 3 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അടിക്കുന്നതായിരിക്കുന്നതല്ല. വേണ്ട, 3 ക്യാരക്ടേഴ്സിനെ വെച്ചേ, എന്നാലും തീർക്കണ്ടേ. എടാ എടാ എന്തി പറയുന്നേ? ഭയമാണോ നിനക്ക് ന്യൂലറ്റും വെച്ചിട്ട്? ആണോ? എന്താണ് അതൊരു ചലഞ്ചാണ് കേട്ടോ. ഈ അഭിസ് തീർക്കാൻ പറ്റത്തില്ല. തീർക്കാൻ പറ്റും. എടാ 12 വേറെ വല്ല ഇതും വെക്ക്, 11 വരെ ഡുവോ ക്ലിയർ ചെയ്യേ. അത് വേണമെങ്കിൽ നടക്കും. 12 വരെ ഡുവോ ക്ലിയർ ഇല്ല, 12 വരെയൊക്കെ സിദ്ധാർത്ഥ 12 നീയാണെങ്കിലും ഞാനാണെങ്കിലും 12 ക്ലിയർ ചെയ്യത്തില്ല. 36 ക്ലിയർ ചെയ്യും. PJ കഴിഞ്ഞ അഭിസെങ്കിലും 36 ക്ലിയർ ചെയ്തോന്ന് പോലും എനിക്കറിയത്തില്ല. നടക്കില്ല സിദ്ധാർത്ഥ, എന്താ പറയുന്നേ? എല്ലാവർക്കും ഭയമാണ്. ശുഭ്രന് ധൈര്യം ഉണ്ടോ? എടാ ഭയമല്ല. സിദ്ധാർത്ഥ യുദ്ധത്തിന് മുന്നേ എല്ലാരും പ്ലാൻ ചെയ്തിട്ടേ യുദ്ധത്തിന് പുറത്തിറങ്ങുള്ളൂ. ഭയമൊന്നും പറഞ്ഞുകൊണ്ട് ആരും പുറത്തിറങ്ങാതിരിക്കില്ല. ഞാൻ കാര്യം പറയാം, ഫ്ലോർ 9 ഉം 10 ഉം ഡുവോ കളിക്കാം, 11 3 പേര് അല്ല 11 വരെ ഡുവോ കളിക്കാം, 12 വരെ കളിക്കാം. നിലത്ത് വന്നടിക്കുമ്പോഴാണല്ലേ എന്തൊക്കെയോ കൺസലേഷൻ ഒക്കെ എണ്ണുന്നുണ്ട് കേട്ടോ. C0 പോലും എന്നെ എടുത്തിട്ടില്ല. ഞാൻ പറയാം ചേട്ടാ, നമുക്ക് ഇതുവരെ ഡുവോ അടിക്കാം, 11 വരെ ഡുവോ അടിക്കാം, 12 വരെ നിൽക്കാം. 11 ഡുവോ ആവുമ്പോഴത്തേക്ക് അത് 11 തന്നെ ലാഗ് അടിച്ചു തുടങ്ങും. അന്നേരമാണ് എടുക്ക C6. ഇല്ല, എല്ലാം C6 വിത്ത് വെപ്പണാണെന്ന്. അതായിരിക്കും എല്ലാം ചിവറിക്ക് വേണ്ടി സേവ് ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റിൽ തുരുതുരാ വിഷയുന്നത് കാണാം. അപ്പൊ ഇന്നത്തെ 11 ഡുവോ ചെയ്ത് കഴിഞ്ഞാൽ സമയം എടുക്കൂടാ. ഞാൻ പറഞ്ഞില്ല ഇവന് ഭയമാണ്. വേറെ 12 ഞാൻ പിന്നെ സമ്മതിച്ചത്, 11 എന്താ കുഴപ്പം?
റൂള് പറ, എസിയുടെ അഭിപ്രായം റൂള് പറ. എസി ആണ് എസിയുടെ ഇവിടെ പറഞ്ഞില്ല. ഞാൻ അമ്പയർ. പറഞ്ഞത് തന്നെ എന്ത്? 11 വരെ ഡുവോടി. അത് ശരി, അത് ശരി, അത് ശരി. എന്തേ ശരി എന്നാ എന്താടാ? ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങനെ 11 വരെ ഡുവോ. എടാ ഈ പറയുന്നവനുണ്ടല്ലോ, എടാ ഇവന് ഒരു നുവിയും വേറെ ഇവനെ സോളോ വല്ലതിനും അടിക്കാൻ കൊണ്ടുപോയാ ഉപയോഗിച്ചിട്ട് മതി. ആ ഒരു പട്ടിഷു കാണിക്കണേ. ഹൈഡ്രോസ്ലൈം ഉണ്ട്. അത് ഹൈഡ്രോസൈം ഇല്ലാത്ത സൈഡ് മീനെ കൊണ്ടുപോയാൽ പോരെ. ഡുവോ അല്ലേ, 2 ഹൈഡ്രോ എടുക്കണ്ട, ഒരാൾ വേറെ എടുത്ത കാര്യം കഴിഞ്ഞില്ലേ. കാസു നോ ബൈജു വെക്കൻ്റെ ആപ്പ്, വെക്കൻ്റെ ആപ്പിടെ. അല്ല ഫുറീനല്ലേ നല്ല, അല്ല ബൈജുവിനെ കൊണ്ടാവും. ആയി അത് ഫ്ലോർ 11-ലാണ്, അല്ല ഫ്ലോർ 12-ല്. ഈ വട്ടം നോക്കിക്കോ, ഞാൻ വേറെ ഒരു സീക്രട്ട് ഏജന്റിനെ ഇറക്കും, നിങ്ങളെ അതിശയിപ്പിക്കുന്ന സൈനല്ല. സൈന കഴിഞ്ഞ വട്ടത്തെ സീക്രറ്റ് വെപ്പണായിരുന്നു. അവ എല്ലാവരും അതിശയിച്ചില്ലേ? നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ സൈന വരുമെന്ന്. മാസ് എൻട്രി അടിച്ചുറക്കി വിട്ട എനിമീസിനെ എല്ലാത്തിനെ. അത് കണ്ടായിരുന്നു. ആ ഫ്ലോറിലായിരുന്നു ഈ കൂടെ പറ്റും. ഇല്ല, 11-ഉം 12-ഉം ഞാൻ അടിച്ച് സൈനോനെ വെച്ച്. 12 അടിച്ചായിരുന്ന പിന്നെ 12 ഞാൻ നാവിയനെ സൈനോനെ വെച്ചടിച്ചത്. ഞാൻ 12 ക്ലിയർ ചെയ്ത ടീമുണ്ട്. നീ റെഡി ഗൈസ്? റെഡിയായോ? 12 തീർത്ത ടീമാണ്. എന്താണ് ഡുവോ ഞാനും 12 തീർത്തതാ, എസിഒക്ക് അറിയാം. അതെ, ആ ടീം കൊണ്ട് വന്നതെന്ന് പറഞ്ഞാണ് ഇയാൻ. ആ ടീമും കൊണ്ട് ആ ടീം ശരിയാണ്. ഞാൻ ആ ടീം കൊണ്ട് വന്നെന്ന് പറഞ്ഞാണ്. ആ ടീം ചെറിയ വ്യത്യാസമുണ്ട്. ശിക്ഷുവിന് വരെ എല്ലാരെടുത്തിട്ട് എസിയോ മിണ്ടാണ്ടിരിക്കുന്നെ. ഞാൻ ആരെ എടുക്കുമെന്ന് ആലോചിക്കുന്നെ. പെട്ടെന്ന് തീർക്കണം. ആശാനെ കൊണ്ടുപോയാലോ? എന്ത് പറയുന്നു? വേണ്ട, ആശാൻ ഏറ്റവും അവസാനം ലൈവ് ഇടണം. ബ്ലൂം ഗോ ബ്ര ഫുറീന ആൻഡ് അൽഹേദം. താങ്ക് യു, നൈസ് കോമ്പിനേഷൻ. ഒരുമിച്ച് ചെയ്യാനാണോ? അയ്യോ, പക്ഷെ ഇവിടെ ഇതാണല്ലോ. അൽഹേദം ഇവളെ എടുക്കാം, പക്ഷെ എനിക്ക് ഐ ഫീൽ ബാഡ്. ഈ ഒരു നഹീഡനെ അയ്യോ, ഇവൾക്ക് ഇതിട്ട് കൊടുക്കണം 4 പീസ്. നോ 4 പീസ്. ഇപ്പൊ പറയാം, ഡീപ് വുഡ്. അതാണ് ഓൾറെഡി. ഓക്കെ, ബാ ലെറ്റ്സ് ഗോ. അത് നമ്മളന്ന് ഡൂയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തതാ. എല്ലാരുടെയും ലൈവ് ഇട. ഞാൻ ലൈവ് വരെ. യെസ്, പിന്നെ ഓരോരുത്തരുടെ ലൈവ് എടുത്ത് മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ അൽഹേദ അൾട്ട് ഇടുമ്പോ എന്തോ ബാൻഷു എന്നൊക്കെ കേക്കാം. ഇട ലൈവ് എന്ത് ചുപ്പുവേ അരുണ്ട പേര് മാറ്റിയിട്ട് 6 പേരാക്കണം. ഷുപ്പുവിന്റെ സ്ക്രീൻ എവിടെയാ വരുന്നേ? ഓക്കെ, ഷുപ്പു അഭിസിന്റെ അടുത്തേക്കു. ഡിലൂക്കിനെ എടുത്ത് വെച്ചേക്കുന്ന ആരാ? PJക്ക് അല്ലേ? അല്ല, നീ ടീം സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ? ഓക്കെ, ഇത് PJക്ക്
ഇതില് യാമിക്കോ ചാവോ എന്നുള്ള ഒരൊറ്റ കുഴപ്പമുള്ളൂ ഇതിനകത്ത്, വേറെ ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് എന്റെ ഫസ്റ്റ് ഹാഫ് ആയിരിക്കാം. യാമിക്കോ കാസ് ബെനറ്റിനെ കൊണ്ടുപോകണോ? എന്റെ മനസ്സ് വല്ലാണ്ട് ബെനറ്റിനെ കൊണ്ടുപോകാൻ പറയുന്നു. നല്ലതല്ലേ കൊടുക്കാതെയിരിക്കുന്നത്. ബെനറ്റിനെ കൊണ്ടുപോകാൻ എന്റെ മനസ്സ് വല്ലാതെ പറയും. മനസ്സ് പരിഹാരം ചെയ്യും. TPS ബെനറ്റിനെ കൊണ്ടുപോയി ഏത് ഏതാ മാസ് കാസുവ ബഫ് ബെനറ്റ് ആൻഡ് ബെനറ്റ് ബഫ് കാസുവ. എങ്ങനെയുണ്ട് അവസാനം? മാസ് ഇത് ക്ലിയർ ആണ്. ഫസ്റ്റ് ഹാഫിൽ ഫയറുണ്ടോ? എന്റെ ഭാഗ്യം ക്ലിയർ ആയ മതിയായിരുന്നു വെച്ചിട്ട്. അൽഹേദും ആൻഡ് യൊയിമിയ നല്ലൊരു കോംബോയാണ്. അവരെ രണ്ടുപേരും ഒന്നിച്ച് കൊണ്ടുപോകാനോ? ഒന്നിച്ച് കൊണ്ടുപോകാനോ? ഞാൻ വിചാരിച്ച രണ്ട് ടീമായിട്ടായിരിക്കും. ഫുറീന ആൻഡ് അൽഹേദ് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. ട്രൈ ചെയ്ത് നോക്കണോ? അല്ല വേണ്ട, അവിടെ ഇതാണ് ഹൈഡ്രോ പിള്ളേരാണ്. എടുത്തിട്ട് എന്ത് കാണിക്കാനാ? അവിടെ പോയി വെള്ളത്തിന് മേലെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൂട്ടാനോ? മൊത്തം വെള്ളത്തിലെ താമരയാവും. കിഡ്സ് എന്നൊക്കെ ബെഞ്ച് മൈൻഡ് ചെയ്യണ്ട. വേപ്പറൈസ് ഹാസ് ബോണസ്. ഓ ശരിയാ, വേപ്പറൈസിന് ബോണസ് ഉണ്ട്. വെറുതെ അല്ല സിദ്ധാർത്ഥ എടുത്തത്. മാറ്റണോ? വേണ്ട ഞാൻ മിണ്ടണ്ടായിരുന്നു. ഇനിയിപ്പൊ അടുത്ത ടീം സെറ്റ് ചെയ്യാൻ 10 മിനിറ്റ് എടുക്കും. ഫസ്റ്റ് ടീമില് മറ്റേ ബെർജൻ ടീം കൊണ്ടുപോയാൽ മതി, തീർന്ന്. ആരെ? 12th ഫ്ലോർ ഫസ്റ്റ് ഹാഫ് ഗാമിങ്ങിന്റെ ടീം, സെക്കൻഡ് ഹാഫ് എലാൻ സോളോ വെച്ചടിച്ചു. ഏതാ? C0 എലാൻ. ഷുപ്പു ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ. വെയിറ്റ് ചെയ്ത് ഷുപ്പു തുടങ്ങല്ലേ. ഓക്കെ, പ്ലാറ്റ്ഫോമിലേക്ക് വാ എല്ലാരും. ഇത് സെറ്റാണ്. ഫസ്റ്റ് ഹാഫിന് ഡാമേജ് ഉണ്ടാവുമോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ എനിക്ക്. വേറെ കുഴപ്പം. പ്ലാറ്റ്ഫോമിലേക്ക് വാ. നോർമലാ എന്റെ ചാർജ് അറ്റാക്ക് ഡാമേജ് പവർ. ഇതൊക്കെ ഫ്ലോർ 9 ആണ്. വെന്റി ഉണ്ട്. രണ്ടുപേരും ആ ടീമാണല്ലേ? അയാറ്റോ വെന്റി ആണല്ലേ? ഞാൻ കസുവിനെ എടുത്താ മതിയായിരുന്നു. നൈറ്റ് ഫ്ലോറിലൊക്കെ വേപ്പറൈസിന് ബോണസ് ഉണ്ടെന്നൊക്കെ ടീമൊക്കെ സ്ട്രാറ്റജൈസ് ചെയ്തു. അതെ, ഇവിടെ വൈപ്പറൈസ് നീയാണ് ടീം എടുത്തേക്കുന്നത് അല്ലല്ലേ? പൈറോസ്ലൈമിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അയാട്ടോ പറയുന്നത്. ഇവിടെ 3 പേര് ചൈൽഡ് എടുക്കുന്നു. ചൈൽഡ് യോയിമി നൈസ് ആയിരിക്കും. വിജയ്ക്കടെ മാറ്റി അടിക്കാം. Yeah, top right. Book learning alone is not enough to cultivate intelligence. Scholars in the ഷുപ്പാണ്ടിയുടെ ഷോർട്ട് ഫോം ആണോ? യെസ്, അത് തന്നെ. സിദ്ധാർത്ഥനല്ല, പിങ്ങാണ്. മൊബൈൽ ഡാറ്റ ഡിസ്കോഡില് കാണാതെ ഒന്നല്ല. ഡിസ്കോഡിൽ എല്ലാവരും ഒരുമിച്ചിട്ട് കാണൂ. കാണാമല്ലോ. അല്ല, കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഇത് കാണുമെന്ന് ചോദിച്ചു. അതിനെന്താ? പിന്നെ ശരിക്കും കാണണ്ടേ? എന്റെ കാണാൻ വേണ്ടിട്ടേക്ക് സ്നേഹം നോക്കണം. പിന്നില്ലേ
യൂട്യൂബിൽ നോക്കിയാൽ പോരായിരുന്നു. Written applications lately. എന്ത് പറയാനാ സിദ്ധാർത്ഥ കണ്ടോ? Check them all. സ്നേഹം വേണോടാ, സ്നേഹം. അതത്രേ ഉള്ളൂ. 1.5 ലക്ഷത്തിന്റെ PC ഉള്ളവർക്ക് എന്താ അത് അതിനോട് ഞാൻ യോജിക്കുന്നു. എടാ നിനക്കല്ലേ? അതിനോട് ഞാൻ യോജിക്കുന്നു. ആർക്ക് 1.5 ലക്ഷത്തിന്റെ PC ഉണ്ടോ? ഉണ്ട്. പിന്നെ നീ ഡിസ്കൗണ്ടിൽ ഗ്രാൻഡ് ബോർഡ് കട്ടേ ഏത്? അത് നിന്റെ നെറ്റിന്റെയോ? അതെന്റെ കുഴപ്പമാണ്. അതെ, പക്ഷെ എനിക്ക് അബിയുടെ സ്ട്രീം ആണെന്നോ കുഴപ്പമില്ലല്ലോ. എനിക്ക് ലേഖൊന്നുമില്ല. ഇന്നാണോ വന്നേ? അല്ല, നീ എപ്പ ഗ്രാൻഡ് ബോർഡ് സ്ട്രീം ഇട്ടാൽ എനിക്ക് ആ ഒരു അറിയില്ല കേട്ടോ. എനിക്ക് പക്ഷെ അങ്ങനെ ലാഗ് അടിച്ചിട്ടില്ല. ലാഗ് 24 FPS റൺ ആവുന്ന Exactly why I took the എനിക്കറിയില്ല. position. അത് ഡിസ്കോഡിന്റെ എന്തെങ്കിലും വിജയൊക്കെ റെഡിയാണോ? ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു തുടങ്ങി? ഞാൻ കുറെ കറങ്ങിയടാ. എടാ സ്റ്റെപ്പ് നോക്ക്. മേളിലേക്ക് കേറുന്ന സ്റ്റെപ്പ് ആണ് ഫ്രണ്ട്. വന്നോ എല്ലാവരും? യെസ്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഷിപ്പ് പോയോ? പറഞ്ഞോ. ഷിപ്പ് ഉറക്കത്തിലായോ? വെയിറ്റ് തുടങ്ങട്ടെ. ആയോ? റെഡിയാണോ? പഠിക്കണമെന്നൊക്കെ പിള്ളേരൊക്കെ വന്ന് ചാറ്റ്. റെഡിയാണോ? ഹലോ. റെഡിയാണ്. നിനക്ക് എന്ത് എക്സാം ആണ്? തുടങ്ങിക്കോ. ഞാൻ പറയാൻ പോവാണേ. 3, 2, 1 ഗോ. പകുതി എണ്ണം ചത്തല്ലോടെ. അൾട്ടി ചത്തല്ലോ. എടാ ഇവന്റെ കുസനാലിന്റെ കൺസലേഷൻ എത്രയാ? ചുപ്പുവിന്റെ നാഹിദയുടെ ഇത് എത്രയാ കൺസലേഷൻ? അത് അവിടെ പ്രസക്തി ഇല്ല സിദ്ധാർത്ഥ, നീ അടിക്കണം. അബിയുടെ കഴിഞ്ഞേ എല്ലാവരും കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞു. അവിടെ തെക്കാണ്. അബിയും സിദ്ധാർത്ഥും തീർത്ത്. അയ്യോ, പോളിട്ടില്ലടാ. പ്രശ്നം. ശരി ഷുപ്പ്, ഇവിടെ ഇരുന്ന് അഭിഷേക് വേണോ? തെറ്റത്തരം കാണിക്കരുത് ഇങ്ങനെ. ഇവിടെ എല്ലാവരും മറ്റേ ഫുൾ ഇതാണല്ലോ ഇപ്പം. അബീസി പോട്ടത് പോലെ ഒറ്റ പറയാത്ത അവസ്ഥയാണ്. ഞാൻ വന്ന് കയറുമ്പോ സൂര്യ ചേമ്പർ 2. അക്ഷര ലൈവാണേ. അതെ, അല്ല യൂട്യൂബിൽ ലൈവ് വന്ന് മനസ്സിലായി. അത് മനസ്സിലായി. നാളെ ലൈവ് ഇട്ടപ്പോഴേ മനസ്സിലായി. ഇതെന്റെ ആചരണമൊന്നല്ല, വന്നിട്ടുണ്ട് ഇവിടെ. അയ്യോ ഭാഗ്യത്തിനൊക്കെ ഒന്ന് നോക്കണേ. Be sanctified. കഴിഞ്ഞ കേട്ട് ഇനിയില്ലേ? ഒന്നും കൂടെ ഇല്ലേ അടി? അതാരെ തീർക്കാൻ നോക്ക. ഓ, ഈ പ്രാന്ത് പിടിച്ച പെണ്ണാണല്ലേ? നിന്റെ ലേഖാണോ? ഓ, ഇവിടെ നമ്മുടെ സിദ്ധാർത്ഥ് പിന്നായിരിക്കാണ് കേട്ടോ. അതെ അതെ. എന്നാ നീ തോറ്റ് പീലൊക്കെ ജയിച്ചു.
അത് തന്നെ പറഞ്ഞു എടാ. സെക്കൻഡ് ടീം ആയിട്ടാണ് പറഞ്ഞത്. ഇവിടെ അബി തീർക്കും തോന്നുന്നു. അബി സെക്കൻഡ് ഹാഫ് ആയി. ചേമ്പർ സെക്കൻഡ് ഹാഫ് ആണ്. ബാക്കി എല്ലാവരും ഫസ്റ്റ് ഹാഫ് ഞാനത് ആണ്. പറയാണ്ടിരുന്നത് ഇവർക്കൊരു ഇത് കൊടുക്കണ്ടല്ലോ. അങ്ങനെ അത് മോശമല്ലേ? അബിയുടെ കഴിഞ്ഞ് മോട്ടിവേഷൻ, അതൊരു മോട്ടിവേഷൻ ആയിട്ട് കൊടുക്കണം. അത് മോട്ടിവേഷൻ ഡിമോട്ടിവേഷൻ അത് രണ്ട് രീതിയിൽ എടുക്കാം. കൂൾ ഡൗൺ ഒരു വിഷയമാണല്ലേ. ഇട്ടിട്ട് വരാം. അയ്യോ, ഞാനിത് എടുത്തു കഴിഞ്ഞാല് സ്ക്രീൻ പോവല്ലേ? അതെന്താ പരിപാടിയാ? ഫസ്റ്റ് ഹാഫ് സിദ്ധാർത്ഥവും ചുപ്പും പോരാട്ടത്തിലാണ്. ആർക്ക് കിട്ടുന്നോ? ഓക്കെ, PJK സെക്കൻഡ്. ഇവര് രണ്ടുപേര് കട്ടക്ക് കേട്ടോ. ഒരേ സമയത്താണ് തുടങ്ങിയത്. ഒരേ സമയത്താ. എങ്ങനെ വരാൻ വഴിയില്ല. ബാക്കി രണ്ടെണ്ണം അമ്മി കുഴപ്പമില്ല. കൂട്ടാവ് ചത്തല്ലോ. ഒരാളും കൂടെ അല്ലേ ഉള്ളു. ചുപ്പു പോയി. ചുപ്പു പോയി കഴിഞ്ഞ ബാക്കി. ചുപ്പു കൊറേ സമയം വെറുതെ കളഞ്ഞല്ലോ ഇടയ്ക്ക്. കറങ്ങി ഓടി നടന്ന്. വെന്റിയുടെ അടുത്ത് വരാനല്ലേ? വെന്റിയുടെ അടുത്തിന്റെ കൂൾഡൗണ് അന്നായിട്ടില്ലല്ലോ. 12th ഫ്ലോർ ഇവിടെ ഒന്നുമല്ല. അടുത്തത് 12th ഫ്ലോർ എന്തുവാ ഉള്ള നല്ല ടീം വെച്ച് അടിക്കുകയാണോ? എന്നാ അത് മതി. അത് ചെയ്യാ എന്നാ ആരും ഒന്നും പറയില്ലല്ലോ. ഇത് കൊണ്ടുവരില്ലല്ലോ. അല്ല എടാ ആരേലും പറഞ്ഞില്ല. അവരില്ല ഇവരില്ലാതെ പറയില്ലല്ലോ. അതാവുമ്പോ എല്ലാവരുടെയും ബെസ്റ്റ് ടീം എടുത്തങ്ങ് അടിച്ചോ. ടീമോ എവിടെ? ലൈവിൽ എന്താണ് പോണേ? ചാറ്റില് പ്രത്യേകിച്ചൊന്നുമില്ല. PJKയുടെ ഫാൻസ് അന്വേഷിക്കുവാണ്. അശ്വനെ പോയിട്ട് BJKക്ക് ഒരു കമന്റ് സ്റ്റാർട്ട് ബോൾ. ആരുടെ സ്റ്റെക്ക് ആവുന്നേ? ഓൾറെഡി കേറി അവിടെ കേറി. ഞാൻ ഈ വട്ടം അൽഹീദത്തിന് എടുക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും പോള് കാണുന്നുണ്ടോ? ഇരിക്കട്ടെ. ഉപ്പ് 100%. അയ്യോ, ഞാനും പ്ലാറ്റ്ഫോമിൽ എത്തി. അയ്യോ സോറി. ഞാൻ അബിക്കാണ് വോട്ടിട്ടത്. അത് ശരി. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. ലൈവ് സ്റ്റക്ക് ആയോ? ഞാൻ പോസ്റ്റ് ചെയ്തേക്കുമായിരുന്നു എന്റെ ഫോണില്. ശരിയാ, ഞാൻ മനഃപൂർവ്വം പോസ്റ്റ് വെച്ച എന്റെ ടീം നോക്കാനായിട്ട്. എന്ത് മണ്ടനാ. കണ്ടിന്യൂ അടിച്ചു മാറ്റിയിട്ടൊന്നും മാറിണ്ടായിട്ടാ.
ഞാൻ മാറ്റിയില്ലല്ലോ. ഓക്കെ ഓക്കെ. ഞാനെടുത്ത് നുവി കസുയാവാണ്ടിരുന്ന മതി. ഫ്ലോർ തന്നല്ലേ. ഓ പോഷൻ അടിക്കാൻ പറ്റത്തില്ലല്ലോ. കീയുടെ അടുത്ത് പോയി. എന്റെ മോനെ പൊളി. പക്ഷേ അഷുര ലൈവ് കാണുന്നുണ്ടോ? ലൈവ് കാണുന്നുണ്ടോ? 4 എണ്ണം വെച്ചിട്ടുണ്ട്. എന്നാ ഒരു 3, 2, 1 അടി. അവരവിടെ കീയുടെ അവിടെ പോയി നിൽക്കുന്നു. നിക്കട്ടെ സിദ്ധാർത്ഥോടെ. ഓക്കെ എന്നാ സ്റ്റാർട്ട് ചെയ്യണേ. 3, 2, 1 ഗോ. One with nature. Fallen leaves. Adorn my night. Be sanctified. അയ്യോ വെറുതെ ഒരാൾട്ടിട്ട് കഴിഞ്ഞു. അത് ശരി. പ്രഷർ കൊടുക്കട്ടെ, പ്രഷർ കൊടുക്കട്ടെ. സിദ്ധാർത്ഥ പ്രഷർ എടുത്താണോ ഇങ്ങനെ? എന്താടാ അങ്ങനെ പറയരുത്. ഓക്കെ ഷിപ്പുവിന്റെ കഴിഞ്ഞ്. അയ്യോ ഷിപ്പുവിന്റെ കഴിഞ്ഞെന്ന് കേട്ടപ്പോ എന്റെ കിളി പോയി. അബിയുടെ ലോഡിങ് നോക്കി. കട്ടടിക്കും. അതാണ് അതുകൊണ്ടാണ് മറ്റേ ടൈം ഔട്ട് ചെയ്തെന്ന് പറയുന്നത്. ഒന്ന് പൊട്ടിത്തെറിക്കോ പെട്ടെന്ന്. എന്തോ രാഹുകാലം നോക്കിട്ടാണ് ഇവര് പൊട്ടിത്തെറിക്കുന്നത്. എന്താണിത്? ഓ ഞാൻ വിചാരിച്ചാ കിട്ടില്ലാന്ന്. അബിയുടെ കഴിഞ്ഞേ. അങ്ങനെയല്ല, 2 സെക്കൻഡ്. ഞാൻ സ്റ്റോൾ ചെയ്യാം. അബി തീർത്ത്. 2 കഴിഞ്ഞ് 3rd ഫ്ലോറിലോട്ട് പോകുന്നു. അല്ല ചേംബർ. എന്താണ് സിദ്ധാർത്ഥ? ഓ ഓ ഓ ഓ മൈ ഗോഡ്. എന്താ അബിയത്? എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചെന്ന്. നാവി ഇപ്പൊ സ്ഥിരം ക്രിക്കറ്റ് അടിക്കാൻ തുടങ്ങിയോണ്ട് ഒരു പ്രത്യേക സുഖം കേട്ടോ. അവന്റെ മുട്ട വെല്ലു പിടിച്ച് കഴിഞ്ഞ അബിയുടെ ഫിനിഷ്. അബിയുടെ എല്ലാം കഴിഞ്ഞ്. അബിയുടെ കഴിഞ്ഞ്. ഷുപ്പു സെക്കൻഡ് ഹാഫ് ആയെന്ന് തോന്നുന്നു. ഷുപ്പു സെക്കൻഡ് ഹാഫ് എത്തി. ചേംബർ 3യുടെ. ഇത് PJക്കും സിദ്ധാർത്ഥും തമ്മിലുള്ള മത്സരമായിരിക്കും തോന്നുന്നു അവസാനം. നിങ്ങൾ കാണുന്നത്. എടാ നീ അവളെ DPS ആക്കിയോ? ഒരുമിച്ചാണ്. ആരടാ കഴിക്കുന്നത്? എടാ മൈക്കിന് മാറ്റി പിടിച്ച് കഴിക്ക്. ക്ഷീണം കാണോടാ ഇങ്ങനെ പറയാതെ. ഇത് മിക്കവാറും സിദ്ധാർത്ഥ തീർക്കും തോന്നുന്നു കേട്ടോ. സിദ്ധാർത്ഥിന്റെ കഴിഞ്ഞ്. അയ്യോ റെയ്ഡൻ പോയി. എന്ത് ചെയ്യാനാ? സെക്കൻഡ് ഹാഫിൽ ഊട്ടാ യൂസ് ചെയ്യാത്തത് നീ മണ്ടനാണോ? ആണോ? സെക്കൻഡ് ഹാഫിൽ എന്താ നീ ഊട്ടാ യൂസ് ചെയ്യാത്തത്? മണ്ടനാണോ? അറിയാൻ വേണ്ടിട്ടായിരിക്കും. എടാ സുഖം അതായിരിക്കും, പക്ഷെ പെട്ടെന്ന് തീർക്കണമെന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് ഇതാണ് എന്റെ എല്ലാം 10-15 സെക്കൻഡ് ക്ലിയർ ആയി. കൂട്ടവിടെ ഇടും. അയ്യോ ബീസ്റ്റ് ഡയലോഗ് അടിച്ച് ബീജൊക്കെ കാണിച്ചു കൊടുക്കണം. ഇനിയും വിട്ട് തന്നെ ശരിയാവില്ല. നമ്മടെ എന്താ പറയാ എടാ ചുമ്മാ അങ്ങനെയൊന്നും പറയല്ലേ, നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ. ഉണ്ടായിരുന്നെങ്കിൽ ശരിയല്ലേ. പറഞ്ഞിട്ട് നമ്മളാരും എന്താ ഷോങ്കിന് യൂസ് ചെയ്യാത്ത അഭി എന്താ യൂസ് ചെയ്യാത്ത സ്പീഡ് ഐ ആം സ്പീഡ്. ഒന്ന് കറങ്ങി കണ്ടടിച്ചാ മതിയോ. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നല്ല അമ്പയർ പറഞ്ഞു. എന്റെ ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാധനമാണ്. ഈ സാധനം ഇതിന്റെ ഷീൽഡ് പൊട്ടി കാര്യം ഒരു എനിമ ഉണ്ടെങ്കിൽ അതൊക്കെ വീഴും അവിടെ. ആളുണ്ട്. റൂയിൻ റേക്ക് സ്കൈ വാച്ച് വെടി വെച്ചിടണോ? വേണ്ട, അതൊന്നും വേണ്ട. സിംഗിൾ ടാർഗറ്റ് ഇവനായിരിക്കും നല്ലത്. ഫസ്റ്റ് ഹാഫ് സിംഗിൾ ടാർഗറ്റ് ആണെന്ന് തോന്നുന്നു. ബിജെക്ക് ഇട്ടിട്ട് അവൻ ഇട്ടിട്ടുണ്ട്. ബിൽഡ് നോക്കാൻ പോകുന്നു. പി ജെ കെ ഫാൻസ് അസോസിയേഷൻ എത്തിയിട്ടുണ്ട്. ഒരാൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ നൈറ്റിന്റെ ക്ഷീണമാവും പാവമെന്ന് ബീസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ബീസ്റ്റ് ആയെന്ന് തോന്നുന്നു. പി ജെ കെ നേഷൻ റൈസ് എന്നൊക്കെ നോവ കൂടാണ്ടിരിക്കും. ഷുപ്പൊക്കെ അവിക്കാ കൊടുക്കുന്നത്. ഞാൻ ഷുപ്പുവിനാ കൊടുത്ത കേട്ടോ. അതുകൊണ്ടാ ഞാൻ എപ്പോഴും ബി ജെ കെ വിളിക്കുന്നത്. ഇത്തവണ ഷുപ്പിന് കൊടുക്കും. വെറൈറ്റി ഒക്കെ ഉണ്ട്. 44 ഷുപ്പ് തന്നെയാണല്ലോ. ഷുപ്പാണ് ലീഡിങ്. ഷുപ്പ് എന്താണ് കളി ജയിക്കാത്തത്? അഭി എങ്ങനെ അഭി ഹാക്ക ഷുപ്പ് ജയിക്കുന്നത് വരട്ടെ. ഏത് അല്ല അഭി പി സിയുടെ ഫ്ലോർ ജയിക്കുന്ന ക്ലിയർ ടൈം ഷുപ്പിന്റെ ഷുപ്പിന്റെ കഴിച്ചു. എന്നിട്ട് ലോഡാവണേക്ക് പിന്നെ അവിടെ ലോഡായി. അതാണ് ക്ലിയർ ടൈമിന്റെ ഷിപ്പ് വരും. ക്ലിയർ ടൈം കൗണ്ട് ചെയ്യണം. എടാ ഈ സെയിം സമയത്ത് തന്നെയല്ലേ എന്റെ പഴയ സിസ്റ്റത്തിൽ ഞാൻ എത്തിയിരുന്നത്. അല്ല ഇച്ചിരി ഡിഫറൻസ് ഉണ്ടാവും. എന്നാലും ശരിയൊന്നുമല്ല, നല്ല ഡിഫറൻസ് ഇപ്പോഴും. അത് എന്തോ ആയിക്കോട്ടെ. വാട്ട് എവർ ഇറ്റ് ഈസ്. ഷുപ്പ് അരുണാണ്. അല്ല ഷുപ്പ് പുതിയ ആളാണ് നമ്മുടെ ഈ ടൂർണമെന്റിലെ പഴയ ആളാണ്. നമ്മുടെ ഈ പരിപാടിയില് പുതിയ ആളാണ്. കുറച്ച് പഴക്കം കൂടി പോയ ആളാണ്. എടാ നീ അങ്ങനെ പറയല്ലേ. ടീം സെലക്ട് ചെയ്യാണ്. ദൈവമേ എനിക്ക് എനർജി കിട്ടിയാൽ മതിയായിരുന്നു. അടിച്ചിട്ടുണ്ട്. എന്റെ പ്രശ്നം അത് ഞാൻ നേരത്തെ എപ്പോ ക്ലിയർ ചെയ്യേണ്ടത് ക്ലൗഡ് അശ്വരൻ പോയാ ഇത് മറ്റേ ഡിഫൻസ് തന്നെയാണല്ലേ? എനിക്കെന്താണ് എപ്പോഴും ഈ കൂറക്കാട് മാത്രം കിട്ടണേ. എനിക്ക് സ്കിൽ എന്താണ് കിട്ടിയത്? ഇവിടെ ആരാ കൂക്കിയുടെ ഡാമേജ് കിടലെന്നായിരിക്കും ഇനിയും കൂക്കി അടിച്ച് പരത്തും എല്ലാ എനിമീസിനും. അഗ്രിവേറ്റ് ഡാമേജ് എന്നൊക്കെ. റെഡി? ഞാൻ റെഡിയാണ്. ബഫ് എടുക്കണുള്ളവരാണ്. എടുത്ത് പോയി നിക്ക്. ഏതായാലും ഉപ്പ് ഏതോ അങ്ങോട്ടൊക്കെ ഓടിപ്പോണേ. റെഡി? 3, 2, 1 go. Process of elimination.
എന്താ പൊട്ടി Here you are. ഞാനിവിടെ മരബോധം ചെന്നി കാണുന്നത് മോനുമെന്റ് മേടിക്കണം. ചുപ്പുവിന്റെ കഴിഞ്ഞിട്ട് സീനാണോ? മോർണിംഗ് അടിക്കില്ല, നിങ്ങൾ എനിക്കിട്ടടി. Disappear. Worthless. Disappear. Worthless. Here. Okay. Worthless. അവിടെ ചാവ പഞ്ചരിക്കണം, ഇവിടെ എന്റെ ക്ലൗഡ് പഞ്ചരിക്കുന്നു. ഏത് വ്യത്യാസമുണ്ട് പക്ഷെ വ്യത്യാസമുണ്ട്. അവന് ഡാമേജ് ഉണ്ട്, എനിക്ക് ഡാമേജ് ഇല്ല. അതാണ് എന്റെ ബിൽഡ് പോലും അല്ലടോ. അല്ല കാര്യമായിട്ടും ഞാൻ വെർമില്ലിലേക്ക് സ്വിച്ച് ചെയ്തു. നീ കൂടെ ഇല്ലുള്ളൂ, ഒന്ന് ചർച്ച തരൂ. ഇനി ആരാ ഉള്ളേ? അത് ക്രിപ്റ്റ് പഠിച്ചിട്ടാ കൊള്ളാണ്. ചേർത്ത് 2 സെക്കൻഡ് ഹാഫ്. അയ്യോ ചുപ്പ് എന്താണ് അതൊരു വിഷയം ചാട്ടോ. തുടങ്ങി. എന്റെ മെയിൻ എതിരാളി ചുപ്പ് ഇപ്പൊ തീർക്കുമല്ലോ. അയ്യോ അയ്യോ എന്താടാ നോക്കിയില്ലേ നീ? അയ്യോ ഇത് മിക്കവാറും ചുപ്പ് കൊണ്ടല്ലോ. അയാട്ടോയാ അടിപൊളി. ഒരു തയ്യാട്ടോനെ ഇത് ഷുപ്പ് ഇപ്പൊ മാത്രം സീനല്ലല്ലോ. അതാണല്ലോ പ്രശ്നം. അതും ശരിയാണ്. എടാ പറ്റിച്ചതാടാ. ഷാവ് അത്ര ഡാമേജ് അടിക്കുന്നില്ല. പ്ലഞ്ച് ഒന്നും. എന്താ ബിൽഡ് മാറ്റിയ നേരത്തെ പറഞ്ഞു. എന്റെ കൂട്ടം ഇപ്പൊ ചാവും. ഇവരൊന്നും അടികൊള്ളാത്തേ. ഇതൊക്കെ സ്കാമാണ്. ക്രേറ്റിന് കൂട്ടാൻ വേണ്ടി അറ്റാക്ക് കൊള്ളത്തില്ല. രണ്ടാളെ അവിടെ നിന്ന് എറിയണ്ടേ. അയ്യോ ലോൻ. എടാ ഇവിടെ കൊള്ളാത്തത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഇതിലേക്ക് യോബി എടുത്താൽ മതിയായിരുന്നു കേട്ടോ. എടുക്കണ്ടായിരുന്നു. റീഡനായിരുന്നു.
താരാ. അയ്യോ ഒരാളുടെ വാക്ക് കേട്ട് പോയതാ. ഞാൻ അടിച്ച ലൂട്ടാ വെച്ചിട്ട് അതിന് എനിക്കൊരു വാക്ക് പറയണ്ട. കാര്യമില്ലാത്തോണ്ട് ധൈര്യമായിട്ട് അറിയും. പുറത്തോട്ട് ചാടി. ഇത് 2 ഉണ്ടോ? ആ ഒരെണ്ണം മതിയായിരുന്നു. അൾട്ടിട്ടോ ഹീലാവത്തില്ലല്ലോ അൾട്ടിട്ടോ. എന്നിട്ട് 46 അടിക്കുന്നുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ലുപ്പുവിന്റെ കസുഹ ഒന്ന് പോയായിരുന്നു. കസുഹേ അതെ പറത്തില് പറഞ്ഞത് ചെറുതായിട്ടൊന്ന് ഷിങ്ങിനെ ഇമിറ്റേറ്റ് ചെയ്തതാ. അതെ തീർന്നില്ലേ? ഇല്ല ഇനിയുണ്ട് ഈ സാധനം. ഞാൻ ചോദിച്ചേ എത്ര ഉണ്ട് മിറർമേഡ്? 3 ഉണ്ടോ? 3 ഉണ്ട്. എടാ എന്നാലും എന്ത് ലോ ഡാമേജ് ആണ് അടിച്ചത്. നിന്റെ ബിൽഡ് ആ ക്രിട്ട് ഡാമേജ് ഭയങ്കര കുറവാണ്. വെറും മില്യണ് 170 സംതിങ് അല്ലേ ഉള്ളു. ഭയങ്കര കുറവാണ്. കുറീനെ എടുത്താ മതിയായിരുന്നു ഷാവയുടെ കൂടെ. ക്രിട്ട് ഡാമേജ് കുറവായിരുന്നു. കഴിഞ്ഞായിരുന്നു 7 മിനിറ്റോ 1 മിനിറ്റ് കൂടെ സാറ്റോട്ട് ഫോണാവനട്ടാ. പക്ഷെ ഡാമേജ് അടിക്കണ്ട. ആ തേഞ്ഞടാ ഇത് 3 സ്റ്റാർ കിട്ടത്തില്ല. വെറുമേടനാന്ന് അറിഞ്ഞായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു വെച്ചത്. ഇനിയും 2 പേര് ഇതൊക്കെ ക്യാൻസൽ ഉണ്ടോ? ഇതൊക്കെ കൂടെ ഉണ്ട്. എന്താ വിജയൊക്കെ അത്? ഇനിയുണ്ട് നിങ്ങള് അല്ല സിദ്ധാർത്ഥ റീട്രൈ സമ്മേനെ സ്റ്റോൾ ചെയ്യാണ്ട് അവരെ താഴ്ത്തിടാൻ നോക്കടാ. അവന്മാരങ്ങനെ ഉണ്ട കാണിക്കുമ്പോ ആ നടുക്കോട്ടം കുടിച്ചാ മതി ആ കാണിക്കുന്ന സമയത്ത് എന്നാണ് എന്റെ വിശ്വാസം. മറ്റേ വലിയ സാധനത്തിന് അങ്ങനെ ചെയ്തായിരുന്നു ചാവും. അത് പോയി ഇനിയിപ്പോ ഒന്നും കൂടെ അമ്പ് ചെയ്തിട്ട അല്ലെങ്കിൽ ഇതിനെ ആദ്യം കൊല്ല്. ഓരോന്നോരോന്നിട്ട് അടിച്ചിട്ടല്ലോ ഒരുമിച്ച് അടിച്ചിട്ട് നമുക്ക് ഇത്ര സമയം വേസ്റ്റ് ആയി. സാരമില്ല ഞാൻ 2 തവണ റീറ്റ് അടിച്ചു. നീ കൂടെ ഒരുമിച്ച് അടിക്കാം. അതെ ഇപ്പൊ റീട്രേഡ് ചെയ്യുന്ന ഒരുമിച്ചടിക്കേ. മൂന്നെണ്ണം പണ്ടൊരു മൂപ്പര് പറഞ്ഞായിരുന്നു. ഒരു ഉണ്ട അടുത്തൂടെ പോയി കൂട്ടാ. അബി പണ്ട് മറ്റേ 3 മാഗു കെങ്കി വന്ന ഓർമ്മയുണ്ടോ? യെസ് അതെന്ത് സുഖമായിരുന്നറിയോ? അല്ല അതിപ്പോ വരണമായിരുന്നു പറഞ്ഞതാ. ഈ വീനട്ടിന് പകരം അത് വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു സത്യം പറഞ്ഞ. പിന്നെ അതിന്റെ കൂടെ മറ്റേ സാധനം മറ്റേ ഐസിന്റെ ആള് തറയിൽ ഒരു ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ DOT ഡാമേജ് കൊണ്ടോണ്ടിരിക്കും. മറ്റേ ഇവന്റ് വന്നതുപോലെ ഒരു ഇവന്റ് വന്നത് ഓർമ്മയില്ലേ? 3 മാഗുക്കെങ്കിൽ ഒരുമിച്ച് വരും, ഇത്ര പോയിന്റ്സ് അടിക്കണം. മനസ്സിലായി കൂടി അത് മാക്സ് പോയിന്റ്സ് പക്ഷെ അയാളാണ് എന്ത് ചെയ്യ മിറർ മെയ്ഡിനെ താങ്ങി വിടുക. പണ്ടൊരു മൂപ്പര് പറഞ്ഞായിരുന്നു ഭയമാണോ എന്ന്. ഞാൻ ടീം മാറ്റിയത് അടിക്കുക ക്ലൗഡ് അടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതല്ലേ. നീ എന്തിങ്ങനെ കോമ്പറ്റീഷൻ ആണോട് ആഗ്രഹം നോക്കി എടുക്കുന്നത്?
എടാ ഞാൻ കോമ്പറ്റീഷൻ ജയിക്കാൻ പോലുള്ള ഞാൻ ഇപ്പോഴും അങ്ങനെ അങ്ങനെ പറയരുത്. അത് എന്തുകൊണ്ടാ ജയിക്കാൻ പറ്റാത്ത? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് അതാണ് അല്ലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കുമായിരുന്നല്ലോ. കിട്ടിയില്ലേ? പി ജെക്ക് എന്നെ കൂക്കി വിടായിരുന്നു. തീർത്തോ ഇനി ഇല്ല, സെക്കൻഡ് ഹാഫിൽ കിടന്ന് ഇവിടെ രണ്ടാളും കൂടെ ഉണ്ട് അല്ലേ. അതെന്താ ഹൈഡ്രോ ഫ്രീസ് ആക്കണേ മിറർ മെയ്ഡ് തന്നെ ആയിരുന്നു അയാട്ടോട്ട് അടിച്ചോണ്ടിരിക്കുക. ഇനി ഒരു മിറർമേഡും കൂടെ വരാനുണ്ട് ഇല്ലേ? യെസ്, അല്ല പി ജെക്ക് ഇനി 2 കൂടെ ഉണ്ട്. 2 കൂടെ ഉണ്ട്. എടാ ഈ പെണ്ണുമ്പോൾ ഓടി കളിച്ചിട്ടാണെന്ന് ആ വെന്റിയായിരുന്നു സുഖമായിരുന്നു. അതാണ് പി ജെക്ക് വെന്റിനെ എടുത്ത്. എന്നിട്ട് എന്ത് പറയാനാ? ബി ജെക്ക് എങ്ങനെ കളിക്കണേ? വിജയ്ക്കേട്ട ലാസ്റ്റ് മിറർ മെയ്ഡ് 40 സെക്കൻഡ് ഉണ്ട്. ഇത് കഴിഞ്ഞ ഒന്നും കൂടെ ഉള്ളല്ലേ. സിദ്ധാർത്ഥ അടിച്ചു പോയോ? ഓ ഇല്ല, ആടാ നെറ്റ് പോയടാ. ട്രിപ്പിൾ 9 കാണാനുണ്ട്. ഇപ്പൊ കണക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നെറ്റ് പോയടാ, നെറ്റ് പോയടാ, പുറത്ത് പോയി. കുഴപ്പമില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്യാലോ. വിജയ്ക്ക് ഉണ്ടാവും കൂടെ. സ്ലോ ആണോ? അല്ല റീട്രൈഡ് കഴിഞ്ഞു. റീട്രൈ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ റീട്രൈ എടുത്ത്. പെട്ടെന്ന് അടിച്ചോ, സിദ്ധാർത്ഥന്റെ കൂടെ കേറാം. ഞാനപ്പോ ടീമായിട്ടൊന്നല്ലോ ഏത് അഭിസർ വീട്ടിൽ പഴയ മൗസ് പാഡ് വല്ലതും ഉണ്ടോ? ഓൾഡ് കീബോർഡ് മൗസ് എന്തേലും? ഓൾഡ് കീബോർഡ് ഇല്ല, ഓൾഡ് മൗസ് അതും ഇല്ല. എന്തേലും പത്രം ഇരിപ്പുണ്ട്. ഷുപ്പ് 151 സെക്കൻഡ്, അഭി 181 സെക്കൻഡ്. അതൊക്കെ കൗണ്ട് ചെയ്യുന്നുണ്ടോ? നോവ ഉണ്ട്. എടാ നോവേനെ അങ്ങനെ കളിയാക്കുന്നു. നോവേനല്ല പറഞ്ഞത്, മോശം. കൊള്ളിക്കണം. എന്താടാ അവന്റെ തലക്കിട്ടാടാ അടിപൊളി. അയ്യോ നീ ഞാൻ ലീവ് അടിച്ചു വേടാ. എടാ അടിച്ചു പോയാടാ. എലന്റെ കുഴപ്പമില്ലെന്തേ, സെക്കൻഡ് ഹാഫ് ആടെ കുഴപ്പം. മാറ്റിട്ട് വരേണ്ടി വരും. ക്ലൗഡ് ഇട്ട് യൂസ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടെടുത്താ പറയാൻ. ആരെങ്കിലും ഒരാളുടെ എന്റെ സൗണ്ട് ഇടല്ലേ? അടുത്തൂടെ പോയ ചാവ് നേരത്തെ ഇങ്ങനെ ചത്തേരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ തീർന്ന് ഞാൻ പോയി ടീം മാറ്റിട്ട് എല്ലാവരും ക്ലിയർ ചെയ്തിട്ട് ഞാൻ പിന്നെ എടുത്തോളാം. എന്തായാലും തോറ്റൽ ടീം മാറ്റിട്ട് അതിന് കാണിക്കാൻ. പിന്നെ അടുത്ത ഫ്ലോറിലോട്ട് നീങ്ങാം. ബിജെക്ക് തീർത്ത പിന്നെ നീ റിട്രൈ അടിക്കണ്ട. ഇല്ലില്ല, ഞാൻ ലീവ് അടിക്കും. എന്തായാലും ഇതായില്ലേ, അടുത്ത ഫ്ലോറിൽ പോവാ. ഇത് ഫിനിഷ് ആയോ? ഏത് പിജെക്ക് തീർക്കുന്നു? പിജെക്ക് തീർത്താലും ഇവഞ്ഞ അടിക്കണ വേണ്ട. 36 അടിക്കണമെന്നില്ല, അല്ല ഫുൾ സ്റ്റാർ അടിക്കണമെന്നില്ല. അടുത്ത ഫ്ലോർ അടിക്കും. അടുത്ത ഫ്ലോർ അൺലോക്ക് ആയോ? കഴിഞ്ഞു. 6 സ്റ്റാർ മതി, പക്ഷെ ഇത് ഫിനിഷ് ചെയ്യണമല്ലോ, പുറത്തിറങ്ങണ്ടേ? അത് എക്സിറ്റ് അടിച്ചാൽ മതി. ക്ലിയർ അടിക്കാൻ നിർബന്ധമുണ്ടല്ലോ. ക്ലിയർ ചെയ്യണം. അതാ 12 ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങണം, എന്നാലേ കിട്ടുള്ളൂ. സേഫ് ആയിട്ട് കളിച്ചാ മതി. വിജയൊക്കെ തീർത്ത്
അത് എലാനം കൊടുത്താ പോരായിരുന്നു ആ പാർട്ടിക്കിള്. അത് സ്വിച്ച് ആക്കി പോയടാ. അറിയാതെ പറയാൻ ഇറങ്ങിയൊരടി. അല്പാക്കിയിട്ട് കളിക്കട പെട്ടെന്ന് തീർക്കും. വെച്ച് പെട്ടെന്ന് തീർന്നു നേരത്തെ. പെട്ടെന്ന് അറിഞ്ഞൂടാ ആ നെറ്റ് പോയതിനു ശേഷം ഉണ്ടല്ലോ കുട്ടാവ് ചത്തോണ്ടിരിക്കുക. അത് പറഞ്ഞിട്ട് ഷൂട്ടാവ് ചത്തോണ്ടിരിക്കും. ബീസ്റ്റ് ചോദിക്കുന്ന എന്റെ അക്കൗണ്ടിൽ കയറി ആരെങ്കിലും വെൽക്കിൻ കളക്ട് ചെയ്യാമോ എന്ന്. എന്റെ അക്കൗണ്ട് കഴിഞ്ഞ 2 അപേക്ഷ ഞാനാ അടിച്ച്. നന്ദി വേണം നന്ദി. കണക്കിന് വെൽക്കിനും കൂടെ കളക്ട് ചെയ്ത് എടുക്കുമോ? ഇനി OTP വേണടാ. ഇനി OTP വേണടാ. അതൊരു പ്രശ്നമാണ്. ഞാൻ ഫോട്ടോയിൽ നോക്കട്ടെ. കേറാൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങക്ക് പറ്റുന്ന ടീം അങ്ങിട് അടിപൊളി ടീം എടുത്ത് അടി. എന്റെ കഴിഞ്ഞ ടീം ഉണ്ടായിരുന്നു. നല്ല ടീം. എടാ മറ്റേനെ കൊല്ലടാ സിദ്ധാർത്ഥ. ഏതാ എന്റെ മാസ്? അത് മാസ് കേട്ടോ. നേരത്തെ ഈ സാധനം അടിക്കാൻ വേണ്ടിട്ട് നേരത്തെ അവരെ ഒരുമിച്ച് വേപ്പിക്കാൻ നോക്കുക. പക്ഷെ വീണ്ടും ഒരുമിച്ച് വീണ്ടും ഓടിപ്പോയല്ലോ. ഇതൊക്കെ ടീം സെറ്റ് ചെയ്ത് വെച്ചോ ഇപ്പൊ തന്നെ. ബാക്കി എല്ലാവരുടെയും ടീം സെറ്റാണ്. നിന്റെ സെറ്റാണ്. എന്റെ സെറ്റ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? ടീം സെറ്റ് ആണോ നോക്കിയോ ബാക്കിയുള്ളത്? ടീം നോക്കിക്കോ. ടീമിനെ കുറിച്ച് ആലോചിച്ചില്ല. ഇല്ലല്ല ഇവിടെ ഷുപ്പ് ആകെ ആലോചിക്കുന്നത് എങ്ങനെ സിദ്ധാർത്ഥ തീർക്കാൻ പറ്റൂല്ലേ? ഞാനങ്ങോട്ട് ഇത് കണ്ടിട്ട് ക്ലൗഡ് റീറ്റെയിനർ എടുക്കണോ വേണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാണിച്ചു കൊടുക്കണം. DPS ഫീൽഡ് ഇട്ടിട്ട് അപമാനിക്കുന്നതാ. നീ എസ്യുനെ വിളിക്കുന്ന എന്തിനാ? അവരെല്ലാം ആർട്ടിഫാക്ട് ഉള്ളൂ. RNG വേണ്ടേ? ആർട്ടിഫാക്ട് RNG വേണ്ടേ? നമുക്ക് നിന്നെ പോലെ 10, 30, 50 ജയിച്ചിട്ടും ഇല്ല. ആർട്ടിഫാക്ട് കിട്ടാറില്ല. സൂര്യയും ആലോചിക്കായിരുന്നു എടുക്കാൻ. അതെ സൂര്യ ആലോചിച്ച അവസാനം ഞാൻ നിനക്ക് വല്ല കാര്യമുണ്ടോ ഈ DPS ആക്കുന്നത്? ഗ്യാരണ്ടി അടുത്തത് ഞാൻ എടുക്കും. C1 ഡിലൂക്ക് ഡിലൂക്കായിരുന്നു തന്നോണ്ടിരിക്കാൻ മതി വീണ്ടും വീണ്ടും. എൻജോയ്. സിദ്ധാർത്ഥ ഇതും കൂടെ 40 സെക്കൻഡ് ഉണ്ട്. സൂപ്പറായിട്ട് തീർക്കാം. ഇപ്പൊ സ്റ്റാർസ് അലൈൻ ആയിട്ടുണ്ട്. അയ്യോ പോയോ എന്തല്ലേ എല്ലാം കഴിഞ്ഞപ്പോഴാ രജിസ്റ്റർ അടിക്കണേ. ഇത്രയും നേരം അടിക്കത്തില്ല. ഇനി ടീമൊക്കെ ടീമല്ലേ? റാൻഡം അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീം. നിങ്ങളുടെ ബെസ്റ്റ് ടീം അങ്ങട് ഷിപ്പു ടീം സെറ്റ്. PJK ഷാങ്ലിങ്ങിനെ പുറത്തിറക്കുവാണല്ലോ. ചൈൽഡ് ഷാങ്ലിങ് ഇന്റർനാഷണൽ ആണെന്ന് തോന്നുന്നു. ഇവിടെ നാഷണൽ ടീം സിദ്ധാർത്ഥ് പഠിച്ചു കേട്ടോ. കഴിഞ്ഞ 2-3 അഭ്യസിച്ച് നാഷണൽ ടീം ഇറക്കാണ്ട് വേറെ എന്തൊക്കെയോ ട്രൈ ചെയ്ത് ഒത്തില്ല. ട്രൈ ചെയ്യാതെ എന്ത് പറയാനാ. അതുകൊണ്ട് ആ കഴിഞ്ഞ ചൈൽഡ് നാഷണൽ കൊണ്ട് പോയാലും ഞാൻ ജയിച്ചേനെ കളി. വിജയനെ കൊണ്ടുപോയപ്പോ ഒറ്റ കളിയിൽ അഹങ്കാരം വെറുതെ ഡിലൂക്ക് PJK വാക്ക് വേണ്ടിട്ടാ ഡിലൂക്കിനെ എടുത്ത് പ്ലഞ്ചടിക്കാൻ പോയത്. അതൊരു PJK ഡിലൂക്ക്, അത് വേറെ ബ്രീഡാ. PJK ക്ലിയർ ചെയ്യില്ല ഡിലൂക്ക് വെച്ചിട്ട്. എന്താ പറയാ, ഞാൻ ഡിലൂക്കിനെ വെച്ച് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ക്ലിയർ ചെയ്ത് അത്തവണ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഡിലൂക്കിനെ വെച്ചാൽ ഡ്രാഗൺ സ്ട്രൈക്ക് കളിക്കാൻ അറിയാൻ മേലായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞ പച്ച ഇംഗ്ലീഷ് പറഞ്ഞ സ്കിൽ ഇഷ്യൂ. എന്റെ മുമ്പ് നീ ഡ്രാഗൺ സ്ട്രൈക്ക് കളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ അബീസിലാ കളിക്കുന്നതെന്ന്. 272 സെക്കൻഡ്. എടാ ഞാൻ PJK വെട്ടിച്ചടാ 272 സെക്കൻഡ്. PJK 350 സെക്കൻഡ്.
ബെയർലി എല്ലാം ബെയർലി ആയിരുന്നു തോന്നുന്നു. ഓ 3 ചേബറും കൂടെ കൂട്ടിയിട്ടാണല്ലോ ഞാൻ. യെസ്, പബ്ലിക് അക്കൗണ്ടിന് എന്തോ OTP എന്നൊക്കെ. അബീസ് ന്യൂലെറ്റ് ബിൽഡ് അത് നോക്കണ്ട. ഫ്ലക്സി അയ്യോ PJK ഗണ നെയിൽ ദിസ് ഫ്ലോർ എന്നാണ് ആൾക്കാർ പറയുന്നത്. അവൻ ഇതുവരെ ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. വെയിറ്റ് ഷുപ്പ് ഗണ സ്മോക്ക് മോൾ ഈസിലി എന്ന്. എന്റെ അമ്മേ, ഇതേ ഷുപ്പ് ഫ്ലോറിൽ ഇറങ്ങി കഴിഞ്ഞു. എലമെന്റൽ ബേസ്റ്റ് ഡാമേജ് കൂടെ കിട്ടി തൃപ്തിയായി. എന്റെ അമ്മേ, ഹൈപ്പർ കാരി റൈഡൻ ടീമാണ്. റൈഡർ ഹൈപ്പർ കാരിയോ സാറാ CC സാറൊക്കെ വെച്ചിട്ടു C2 C3 എന്തോ അല്ലേ? നീ പേടിക്കല്ലേ, നീ ലീവ് C3+C3. അപ്പൊ ശരിയാ, നമുക്ക് നാളെ കളിച്ചാ പോരാടാ. നമുക്ക് നാളെ കളിച്ചാ പോരാടാ. വേണമെങ്കിൽ നെറ്റിന്റെ കണക്ഷൻ ഇപ്പഴങ്ങ് വലിച്ചോ. ഇത് കോമ്പറ്റീഷൻ അബിയും ഷുപ്പും തമ്മില്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ബാക്കി ബാക്കി ഇവിടെ PJK ഫാൻസ് ഒക്കെ ഇളകിയിരിക്കുവാണ്. ഇപ്പൊ വരുമല്ലേ രണ്ടുപേരും കൂടെ ഉണ്ട്. ചുപ്പുവിന്റെ സെക്കൻഡ് ടീം ഏതാ? ഞാൻ കണ്ടില്ല. യോയിമിയ, എലാന്, ഫിഷല്, ജോങ്ലി. ഓക്കെ, എല്ലാവരുടെയും ടീം സെറ്റ് ആണെങ്കിൽ ഫ്ലോറിലേക്ക് ഇറങ്ങാം. ഞാൻ ഫ്ലോറിലേക്ക് ഇറങ്ങാൻ പോവാ. അശ്വര 12th ഫ്ലോർ നിന്റെ കയ്യില് 3-1 അടി. ലീവ് അടിച്ച് കണ്ടോ നീയല്ല വേറൊരുത്തൻ. അത് കാട് തെറ്റിരിച്ചു. PJK ഏത് ബോയ് ഇടണമെന്ന് അറിയത്തില്ലാന്ന് ചൈൽഡിന്. PJK AK ബോസ് ഓഫ് ബോസ് എന്നാണ് അവന്റെ വേറെ പേര്. എല്ലാ ബോർഡിലോട്ട് ഏത് ബോർഡ് കൺഫ്യൂഷൻ ആണ്. ഫൈനലി സമ്മൺ ടു ഹംബിൾ അബി. നമ്മള് ഇമ്പോർട്ട് ചെയ്തതാ, സ്പെഷ്യലി ഇമ്പോർട്ട്. ഞങ്ങള് വിചാരിച്ചു ഇവിടെ 1 പീസ് കണ്ടോണ്ടിരിക്കുവായിരുന്നെന്ന്. പെട്ടെന്ന് നോക്കുമ്പോ ഒരാള് ലൈവ് ഇട്ടേക്കുന്നത്. ഞാൻ പുറത്തായിരുന്നു, എന്നെ വിളിച്ചു വരുത്തിയതാണ് ഇവര്. അത് അബി ടൈറ്റിലിട്ട് പോയില്ലടാ. അതിന്റെ വൺ പീസിന്റെ വല്ല ക്രൂഷ്യൽ മൊമെന്റിൽ ഇരിക്കുമ്പോ വിളിക്കണ ഓടിക്കോടാൻ പറയൂ. ഇത് സീനാവും കേട്ടോ. PJK അഭിഷേക് ഇറങ്ങി പോകും. ഇതൊക്കെ ചൈൽഡിന് ഏത് പോകട്ടെ പറയാണ്ട് ഞാൻ കൺഫ്യൂഷൻ എടുത്തിരിക്കുന്നു. പക്ക മിൻമാക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ പോവുള്ളവർക്ക് ആ പ്രശ്നമുള്ളൂ. ഏതെങ്കിലും ബാനറില് ചെലപ്പം ഹണ്ടേഴ്സ് പാത്ത് പോയോ ടൈനാരി. അതുപോലെ ചിലപ്പോ വരുന്നേ ആൽബർട്ടോ പോലത്തെ ബാനറൊക്കെ വരുമ്പോ ഞാൻ റെഡി. ഇവിടെ ന്യൂവലറ്റ് കഥ പറഞ്ഞോണ്ടിരിക്കുന്നടാ കൊറേ നേരം ആയോണ്ട്. ഞാൻ സ്റ്റാർട്ട് അടിച്ചു പോയി. ഞാൻ അതുകൊണ്ടാ ഓൾട്ടാബ് ചെയ്ത് വെച്ചേക്കുന്നേ, സൗണ്ട് കേൾക്കത്തില്ല. ഓക്കെ, എല്ലാരും ചൈൽഡ് അനങ്ങാതെ അവിടെ ചാടി വെക്കറങ്ങി അവിടെ നിൽക്കുക. അവൻ എക്സൈറ്റ്മെന്റ് അടക്കാൻ പറ്റില്ല ആണല്ലേ. എന്നാ തുടങ്ങാം. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്.
The wind knows it. Fallen leaves adorn my nut. Time to shine. The doctor will see you. Remember, health cup. Settle down. എന്തൊക്കെയോ പറയും. ആരും എന്തോ പറയുന്നുണ്ട്. ലാംഗ്വേജ് PG-33 Mime the side effect. ഇതൊക്കെ Bow your head. ചുപ്പ് അപ്പുറത്തെ എത്തിക്കഴിഞ്ഞ്. എടാ നീ എന്തിനാ അത് നോക്കുന്നേ? ഞാൻ ജസ്റ്റ് ക്ലിയർ ആയി കേട്ടോ. ഒരു കോമ്പറ്റീഷൻ അല്ല. അഭി ക്ലിയർ ആയോ? ക്ലിയർ അത് ക്ലിയർ ആയി ചുപ്പുവിന്റെ സ്ക്രീനിൽ നോക്കിയോണ്ടിരിക്കും. ലൈഫ് പകുതിയാക്കി. ഫസ്റ്റ് ഹാഫ് അല്ലേ ക്ലിയർ ആക്കിയേ? അല്ല ചെയ്യുന്ന സെക്കൻഡ് ഹാഫ് ഇപ്പൊ അതിന്റെ ലൈഫ് പകുതിയായി. അടുത്തിടെന്നാണ് പറഞ്ഞിരുന്നത്. വേണ്ട ഓ ഇത് ടൈറ്റ് ആണ്. ചുപ്പ് തീർക്കും. ചുപ്പിന്റെ കഴിഞ്ഞ് അടിച്ചു വിട്ടോ ഇങ്ങോട്ട്. ഓ ഈ സാധനങ്ങള് സെൻട്രോ ഇതാക്കിട്ട് ഇവിടെ സാധനം തീരോ? അബി തീർത്തു. എനർജി റീചാർജ്. നേരെ നിൽക്കൂ. അടങ്ങി നിൽക്കത്തില്ല. ഞാൻ നിർത്തിയിട്ട് പോകുന്നു. എന്താണ് അങ്ങനെ പറയുന്നത്? ഇതൊക്കെ ഞാനോട്ടാ കോമ്പറ്റീഷൻ പേടിക്കല്ലേ. ഓ ഇത് മറ്റേ വീനട്ടാണല്ലേ? ഇത് കറക്റ്റ് ടൈറ്റ് ആണ് ഇവ രണ്ടും. ചുപ്പാണ്. നോ, എന്ത് കാരണത്താലാണ് ഇവൻ ഇവിടെ പൊങ്ങി വന്നത്? ഇവൻ മറ്റേ മൂവ് ഇട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം ഇല്ലായിരുന്നേനെ. ആ യെസ്. അതത് കാര്യാക്കാം. പറ്റിക്കാം. ഏതെങ്കിലും കൂടി സോൾവ് ചെയ്താൽ അവിടെ ഒന്ന് അടുത്ത് വരുമോ ചക്കിക്ക്? അതുകൊണ്ടല്ലേ കുക്കിൽ അൾട്ട് അതിന് താഴെ പോയിടാൻ പാടില്ല. അപ്പൊ ഈ പറക്കുമ്പോ അതിലേതെങ്കിലും കൊള്ളും. ഫൈനലെത്തി. അഭിത എത്തിയിരിക്കുന്നു. അപ്പുറത്ത് രണ്ട് സ്ക്രീൻ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പറഞ്ഞപ്പോ അല്ലേ അല്ല അവിടെ രണ്ട് അവിടെ ടൈറ്റാടാ. അതുകൊണ്ട് ഇവരെ കാണാണ്ടിരിക്കാൻ പാടുവാ. അല്ലടാ പാവം ശ്രദ്ധിച്ചിട്ട് പോയി. ഞാൻ ഇവിടെ രണ്ടുപേരും ആരൊക്കെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. കുഴപ്പമില്ലെന്നേ. നമ്മളെപ്പോഴും ഒറ്റയ്ക്കാ.
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരെ വേണം. നീ മാത്രം ഉണ്ടായിരുന്നു. ഫൈനലി നീ തോറ്റുപോയി. ഫൈനലി അഭി തോറ്റു. Quietly now. Gotcha. Here comes the catch. ഷീൽഡ് ഇട്ടിട്ടില്ല സോങ്ങിയുടെ. കോച്ചാണോ കഴിഞ്ഞ അഭിനെ കൊച്ച ഒരാളുണ്ടായിരുന്നു. അതെ വിത്ത് അല്ല അവിടെ ജോയിനി അവിടെ ചാവുന്ന കണ്ടോണ്ട് അഭി തീർക്കും തോന്നിട്ട്. ഇല്ല എനിക്ക് തോന്നുന്നില്ല. ഇല്ല അൾട്ടൊക്കെ അവിടെ റെഡി ചെയ്തായി കിടക്കുവാണ്. അൽട്ട് ഇല്ല വെലാൻ അൾട്ട് ഇല്ല, അതാണ് അത്. അഭി തീർക്കും. അത് വല്ലാത്ത ഇതായി പോയായിരുന്നു. അതെ അത്രയും വരെ അത്ര ഫ്രണ്ടില്. പറയാനടാ അയ്യോ എങ്ങനെയാടാ ജയിച്ചത്? ഈ സാധനം ഇടയ്ക്ക് പറന്നൊക്കെ പോയടേ, ചെറുകിലടിക്കാൻ പറ്റിയില്ല. അത് പോവും. അതെനിക്ക് പോയില്ല, അതാണ് ഞാൻ രക്ഷപ്പെട്ടത്. അയ്യോ കാര്യമില്ലടാ. അല്ല അത് അവനെ രണ്ടാമത് സ്റ്റണ്ട് ചെയ്താൽ മതി. പാടില്ലേ? അത് നടന്നില്ല, അത് ചാർജ് ആയ സമയത്ത് രണ്ടും നടന്നില്ല. എന്റെ കൂട്ടി 222 HP പോയായിരുന്നു. ആണോ? നോ ആണെങ്കിൽ പേടിക്കണ്ട. വേണ്ട, പക്ഷെ ഞാൻ പേടിച്ച്. എടാ എന്നാലും ഇനി ഇവരുടെ ടെസ്റ്റ് ഇല്ലാതെ എന്ത് എംബറബിയൻ. അയ്യോ അതല്ലെങ്കിൽ കാണായിരുന്നു. സത്യോട്ടാ അത് എനിക്കും കണ്ടില്ലായിരുന്നു സിദ്ധ്. ഞാൻ പിന്നെ കൂക്കിയുടെ മറ്റേ ഇത് വെച്ചിട്ടാ ചെയ്തത്, സ്കില്ല് വെച്ചിട്ട്. അതിന് കൊണ്ടിട്ടുണ്ട്, പേടിക്കണ്ട. സിദ്ധാർത്ഥ പെട്ടെന്ന് തീർക്ക്. അയ്യോ അയ്യോ സ്റ്റാർ നഷ്ടപ്പെട്ട്. അയ്യോ ആദ്യം തൊട്ടടിക്ക്. ഇവന് സ്റ്റാർ കിട്ടും. നിനക്ക് സ്റ്റാർ കിട്ടിയല്ലോ. ഈ ഫ്ലോർ ഇനി മൂഞ്ചി കയറത്. ബീജൊക്കെ പുറകെ വെച്ച് പിടിച്ച് വരുന്നുണ്ട്. Piping hot bowl of fresh kanji. That's a dope breakfast right there. The perfect way to start your day. എന്റെ ഹാർട്ട് റേറ്റ്, എന്റെ അമ്മേ. അവസാനമായപ്പോ ചാലഞ്ച് ഉണ്ട്. നമ്മുടെ എത്ര മിസ്സാണ് 8 7 5 6 എന്താണ്, അത്ര ആയിട്ടില്ല. എന്തോന്ന് 6 അവർക്ക് ഇപ്പോഴാണ് ഒരു എതിരാളി വന്നത് ശക്തമായ. ഗാമിങ് RGB. ആരുടെ സൗണ്ട് ഇടണ്ടേ? സിദ്ധാർത്ഥിന്റെ സൗണ്ട് ഇടാം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിക്കാൻ പറ്റത്തില്ല. അതിന്റെ ചിറക് ഒട്ടിക്കടാ.
ജലാൻ വെച്ചിട്ട് അത് തന്നെ പൊട്ടിയതാ, അത് തന്നെ പൊട്ടിയതാ. എന്താണ് എന്ത് സൗകര്യം നോക്കണം. അടിക്കില്ല. അത് ഞാൻ പൊട്ടിക്കണ്ട വന്നിട്ട് തന്നെ പൊട്ടി. എല്ലാം അൾട്ടില്ലേ? അല്ല മേളൊരുത്തനുണ്ട് പിജയ്ക്ക് ബീജൊക്കെ ചിറക് പൊട്ടിക്കടാ. ബിജെക്ക് ഡ്രേക്ക് എത്തിയോ? ആ അതാണ് ജലാനില്ല അവിടെ. ബിജെക്ക് എന്താ ജലാന്റെ അമ്പിന്റെ ആളാണ്. എടാ ജലാൻ വെച്ച് എടാ അതിന്റെ ചിറകിലോട്ട് അടിയടാ. ചിറകുണ്ട് ജലാൻ ഇനി പയ്യെ അടിച്ചാ മതി, പയ്യെ അടിച്ചാ മതിടാ. എവിടെ എവിടെ ടൈം ഫിനിഷ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണല്ലേ? നോവ എവിടെയാണ്? Piping hot bowl of fresh congee. ചുപ്പുവിന്റെ വിജയം എനിക്ക് കാണണമെന്നേടാ. Breakfast right there. Perfect way to start your day. അത് അല്ലേത്തിന്റെ അൾട്ട് അവിടെ ഇല്ലായിരുന്നെങ്കില് എന്റെ ഈ പ്രാന്തരങ്ങ പറന്നു പോയടേ തേങ്ങ. അവൻ ഈ സമയത്താണ് അവന്റെ കണ്ണിലിട്ട് അടിക്കേണ്ടത്. അന്നേരം അവൻ ഒന്നുകൂടെ സ്റ്റണ്ണായത്. ഇപ്പൊ പറക്കോ, ഇപ്പൊ പറക്കും. എന്നിട്ട് അവിടെ മിസൈലൊക്കെ വിടും. നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആ മൂവ് ഒക്കെ കാണുന്നത്. അല്ലേ ഡ്രേക്ക് എത്തി? അവൻ സെക്കൻഡ് ഫ്ലോർ പിന്നെ അടിച്ചില്ലേ? ഇല്ല, അടിക്കാൻ പറ്റിയില്ല. അതാണ് ഞാനും പിന്നെ ഡ്രേക്ക് എത്തി ഈനട്ടൊക്കെ ഒന്നും കെട്ടിട്ട്. താങ്കൾ അവിടെ ഉണ്ടോ? ഞാൻ പോയിട്ട് ട്രൈ വേണ്ടിയിട്ട് ടൈം നോക്കണം. അവിടെ പോയി അവനെ ആ വൈരാഗ്യം വന്നു. അവനെ പോയി ഒന്നുകൂടെ തീർക്കാൻ പോകണം അവിടെ നേരിട്ട് കണ്ടിട്ട്. പ്രതികാരം അവന്റെ വീട്ടിൽ പോയി ചെയ്യാൻ പോവാ. ഇങ്ങനെ പോവാതെ പോവും, ഫുൾ പോസിൽ പോവും. അവിടെ പോയിട്ട് ആൾക്കാരെ മാറ്റണം, ഒറ്റടിക്കാണ് തീർക്കണം. അവനോട് ഇപ്പൊ കിടന്നുറങ്ങുന്നുണ്ടാ ക്ഷീണം കാരണം. ഡ്രേക്കിനാണോ ഷിപ്പിന്റെ പോയെ? അതെ, പ്രതികാരം തീർക്കാൻ പോവാ. ഡ്രേക്കില് ഷിപ്പ് ആദ്യം കേറിയായിരുന്നു. മറ്റേത് കേറി അതാ ലാസ്റ്റത്തെ ഇതില് പോയതാ. ഈ പറക്കുമല്ലടാ. പീഡയൊക്കെ കഴിഞ്ഞിട്ട് പോരെയാണ്. എടാ എടാ നമുക്ക് പീഡത്തിന് എന്റെ എല്ലാം അറിയട്ടെ. എനിക്ക് അറിയേണ്ടത് അബിയുടെ ഷിപ്പിന്റെ. അതെന്തോ 10 സെക്കൻഡിന് എന്തൊരു വ്യത്യാസമാണ്. ബീസ്റ്റ് പറയുന്ന അവരുടെ മാച്ച്, ബീസ്റ്റ് പറയുന്ന അവന്റെ മെൽക്കും ക്ലെയിം ചെയ്യാനായിട്ട് വീണ്ടും 340 സെക്കൻഡ്സ്. അബി എത്രയാ? അതാണ് എനിക്കറിയട്ടെ. പറയൂ. 330. അയ്യോ 10 സെക്കൻഡ്. ഷിപ്പ് പറഞ്ഞോളൂ 10 സെക്കൻഡ് തന്നെ ആയിരിക്കും. എടാ അത് വേറെ മൂട്ടടാ ടൈമില് ഇതാണ്ടായേ. അല്ല സുപ്പ് റൈഡർ ഹൈപ്പൊക്കെ എനിക്ക് വരെ നാഷണൽ അടിച്ചായിരുന്നു. അവിടെ 2 സെക്കൻഡ് മുന്നേ ക്ലിയർ ആയിരുന്നു. ഇവിടെ കൊന്ന് നീ ഒന്നൂടെ കുറച്ചേരം കഴിഞ്ഞ് വന്ന് കൊല്ലുമല്ലേ? എപ്പ ഇനി ഞാൻ ഗെയിമിൽ കയറും അന്നേ അവനെ പോയി കൊല്ലും. ഷുപ്പ് അവന്റെ മുഖത്തിട്ടിരിക്കും. അവന്റെ ഷുപ്പ് ഉണ്ട് ബീജൊക്കെ അവന്റെ മുഖത്തിട്ടിരിക്കും. അവന്റെ അവൻ എത്ര മാസത്തെ വെൽക്കിനെ വാങ്ങിയിട്ടേക്കുന്ന? 3 മാസത്തെയോ? 3 മാസമോ? ബീസ്റ്റ് അക്കൗണ്ട് വേറെ ഒരാളുടെ കയ്യിലായിരുന്നു. അവൻ എപ്പോഴും 3 മാസത്തെ റീചാർജ് ചെയ്തിട്ടേക്ക് ഞാൻ കിട്ടി. എനിക്ക് തിരിച്ചിട്ടപ്പോ എന്റെ അബി ഗോട്ട് ദ അഡ്വാൻറ്റേജ് അറ്റ് ഡ്രേക്ക് ഫൈറ്റ്. യെസ്, ഞാൻ വിചാരിച്ച പൊട്ടിയെന്ന്. പക്ഷെ അവിടെ Whether it takes me uphill, downhill, or out to the sticks, I get the goods ready to eat. I'll even take him across the sea if
So don't worry, you're in safe hands. They don't call me the gold standard guard for nothing. നീ സ്ട്രീം കണ്ടായിരുന്നോ? ഇപ്പഴാ കണ്ടു തുടങ്ങി. അബി ഓൺ ദ വെർജ് ഓഫ് ലൂസിംഗിൽ കംബാക്ക് എടുത്തടാ. ഇത് പറയാനാ അതിനായിട്ട് പോയിട്ടോ. അല്ലാണ്ട് നീ എന്ത് വിചാരിച്ചു ഞാനും ബിജെക്ക് അടിക്കുന്നു? സ്വന്തം സ്വയം കുത്തുവാണല്ലോ. ഇനി വേറെ ആരെ സഹായം വേണ്ട. ഞാൻ ബിജെക്ക് അവിടെ ഇരുന്നുണ്ട് എന്നെ എന്തിനാണ് അതിനകത്തിട്ട് കൂട്ടുന്നത്? ഞാൻ ഒറ്റക്കായി പോകുന്നില്ല. ഷീൽഡ് വേണം ബ്രദർ. നീ അല്ലാണ്ട് ജോയിമീനെ കൊണ്ടുപോകും. മറന്ന് എനിക്കത് വിഷമൊന്നുമില്ല. എടാ നിനക്ക് വാട്സാപ്പിൽ വിളിച്ച് നിനക്ക് ഇനി ഫോണ് വിളിച്ച് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഒന്നാനെ വരത്തുള്ളൂ ഡിസ്കോഡിലേക്ക്. അഭിയാ മെസ്സേജ് അയച്ചപ്പോഴാണല്ലോ ഞാൻ കയറിയത്. ഞാൻ മെസ്സേജ് ചെയ്യാൻ നേരത്തിലാണ് കയറിയത്. ഞാൻ ഇപ്പൊ പറഞ്ഞായിരുന്നു കുറച്ച് പരിപാടി ഉണ്ടെന്ന് പോയായിരുന്നു. ഇപ്പഴല്ലേ വന്നു. പരിപാടി കഴിഞ്ഞ ഡിസ്കോഡിൽ കാണുമെന്ന് അറിയാലോ. വന്ന് നോക്കിയെന്താ? അതാ ഇപ്പൊ വന്നതേ ഉള്ളു. അതിന് പിന്നെ നിങ്ങൾ തീർത്തു. പിന്നെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ, അത് ശരിയാണ്. അത് ശരിയാണ്. പരിപാടി ഉണ്ട് ഇല്ല എന്നൊക്കെ നാളെ ആക്കാന്നല്ലേ പറഞ്ഞേ? നീ നാളെ ആക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു നാളെ ഞായറാഴ്ച ആക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ വയ്യല്ലേ? നാളെ ശനിയാഴ്ച ആണല്ലടാ, മറ്റന്നാ ഞായറാഴ്ച ആണല്ലോ. അരുണേ അപ്പൊ ഇവിടെ 24/7 ഗ്രാൻഡ് ബ്ലോ ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കുക. ഇത് കളിച്ചു തന്നെ ഭാഗ്യം. അത് പറഞ്ഞപ്പോഴേ ഇതിന്റെ പ്രീമോ കളക്ട് ചെയ്തിട്ട് ഞാനത് കളക്ട് ചെയ്തില്ല. നെഞ്ചിനിപ്പോ മാറാൻ വിളിക്കാതിരിക്കാം. കളക്ട് ചെയ്തായിരുന്നു. ഞാനപ്പോ കളക്ട് ചെയ്തേ വിഷടിച്ചേക്കാം. നല്ലൊരു റണ്ണിന് വേണ്ടി നോക്കി. ഇനിയിപ്പോ എന്തായാലും പെട്ടെന്ന് പിടിച്ചിട്ട് കാര്യം. എടാ ഗാമിങ് കിട്ടുമോ ഇല്ലയോ? കിട്ടും. ആർക്കാണ്? എനിക്ക്. കിട്ടും. അതില്ല, അത് കിട്ടില്ല. നീ ആഗ്രഹിച്ചത് കുറച്ച് കൂടി പോയി. എന്നാ നിനക്ക് കിട്ടൂടാ. നീ ഫോണിൽ കയറി സിദ്ധ OTP ഞാൻ തരാന്ന് ബീസ്റ്റി. Also, if Abhi didn't have good RNG at a Serpent or if Shippu didn't have bad RNG. Shippu had bad RNG bro. സർപ്പന്റിന്റെ അടുത്ത് എനിക്ക് ആ ഫസ്റ്റ് മൂവ് അവൻ മറ്റേ കടന്നു ഉരുളുന്നത് കിട്ടി. എടാ ഒരു സെക്കൻഡ്, നിന്റെ സ്ട്രീം ലൈവ്. ഓക്കെ. നീ പാസ്വേഡ് എന്താ DM അയച്ചേ? പാസ്വേഡ് അത് പഴയ പാസ്വേഡ് തന്നെയാണ്. പിന്നെ അത് പറഞ്ഞ് എങ്ങനെ കേറും? OTP വേണ്ടേ? ഇതിനകത്ത് കയറാൻ മറ്റേ ഹോയവേഴ്സ് ഒക്കെ OTP കൊണ്ടൊന്നും വേണ്ട. അതിനകത്ത് എടുത്തോണ്ട് പോകും ആൾക്കാർ. യൂസർ നെയിം അറിയോ? അതറിയാം. പഴയ പേസ്റ്റ് ഇതൊക്കെ ഫാൻസ് ക്യാൻ ഗെറ്റ് ഡബ്ല്യൂ. അരുൺ സിമ്പിൾ. അരുൺ അല്ല, അരുണ് ഞങ്ങൾ ഇഷ്ടം പോലെ വട്ടം വിളിച്ച് മാടി വിളിച്ച് ഞങ്ങൾ അരുണ്. അരുണ് ഞങ്ങളെ വേണ്ട. അങ്ങനെ നീ ചിന്തിച്ചോ? ഇല്ലല്ലോ. നാവിയനെ കൊണ്ട് പറ്റും. മറ്റേ കളിക്കുന്നില്ല അവൻ അഭിസ കളിക്കാൻ ആഗ്രഹമാണ്. എടാ എന്റെ സ്ട്രീം ഒന്ന് എടുത്ത് പബ്ലിക് കാണിച്ചേ. ഒരു സെക്കൻഡ്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. explanation for this. എടേ 60 പ്രൊമോസ് വരുന്ന ഒരു കോഡ് കിട്ടിയിട്ടുണ്ടെന്ന് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഗ്രൂപ്പ് ഇട്ട്. Boom booms and eyes.
and boom Let's booms see. and എടാ അത് ഇങ്ങോട്ടും കൂടെ. ഇതെന്തിനാ I need a tape. ഇവളുടെ കൂടെ എന്തിനാ ഇത്? കാസുക എല്ലാനൊക്കെ എക്സ്പ്ലോറേഷൻ ടീം വല്ലതുമാണ്. എൻ്റെ ഐഡിയ എൻ്റെ പാസ് അറിയാത്തതായിട്ട് ഈ ലൈവിൽ ആരും ഈ കാണില്ല. കുറച്ചു പേര് നമ്മുടെ രണ്ട് വിഷടിക്കട്ടെ. അയ്യോ ശരിയെന്നാ. എടാ ഫീസ് കോഡൊന്നും വേണ്ടെന്ന്. എടാ അവന് ഓൾറെഡി എടാ കോഡ് വേണ്ടാത്ത ഞാൻ അബിസ് നിന്റെ കഴിഞ്ഞ അബിസ് ഞാൻ കളിച്ചപ്പോ അമീൻ തന്നായിരുന്നു. ഞാൻ 8 മിനിറ്റ് വെച്ചുള്ളവൻ ഇവന്റ് ഒന്നും കളിച്ചിട്ടില്ല. അവൻ വെൽക്കൻ മാത്രമേ കളിക്കാറുള്ളൂ, അതൊന്നും കളിക്കാറില്ല. ഓൺലൈനൊക്കെ കാണാമല്ലോ. എന്താ എനിക്കറിയില്ല ബ്രോ, ഐ ഡോണ്ട് നോ ടു പ്ലേ ഇൻ PC എന്നൊക്കെ. അപ്പൊ നിനക്ക് അബിസ് കളിക്കണ്ടേ? ഇങ്ങനൊക്കെയല്ലേ പഠിക്കുന്നേ. സർപ്പഞ്ച് ഫൈനൊക്കെ കണ്ടത് റിയൽ ലൈഫ്. അങ്ങനെയുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഒന്നേ അബിസ കളിച്ചിട്ടില്ല. പെട്ടിക്കിരിക്കുന്നു. പഴയതാണോ? സുമൂറിന്റെ താക്കോയിരിക്കും. എന്തല്ലേ? ഓ ദാരിദ്ര്യം. സെറ്റ് നോക്കടാ. സെറ്റ് ഓൺ സെറ്റ് അറ്റാക്കും കൂടിയാണ്. ചൈൽഡിനും ആയാറ്റോയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ ആയാറ്റോക്ക് ഈ സെറ്റ് പറ്റത്തില്ല. ചൈൽഡിന് നല്ലതാണല്ലോ. എന്റെ ബെസ്റ്റ് കോമ്പറ്റ് ഇരിക്കുന്ന ഈ അവസ്ഥയിലാണ്. എന്ത് പറയുന്നത്? ചെറിയ വ്യത്യാസം ഉണ്ടാവും. 27, 28 CV ഒക്കെ ഉണ്ടാവും. അത്ര കൂടുതൽ അല്ല. ബെനറ്റിന്റെ കോമ്പറ്റ് 13 അതുണ്ടാക്കും. ആയിട്ടുള്ളൂ. അപ്പൊ ശരി, ബലഹീന അടിച്ചല്ലോ. ഡെയിലി കളിക്കണോ? ഡെയിലി കളി. ഞാൻ ഇവന്റ് കളിക്കുമ്പോ അല്ല, ബീസിയോട് ചോദിച്ചത്. നിന്നോട് ആരാ അബിസ് കളിക്കാൻ പോയിട്ട് ഹില്ലിച്ചേഴ്സ് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നെ ബീസ്റ്റ്. ഞാൻ കഴിഞ്ഞ അബിസ് എന്തോ കെച്ചിങ് വെച്ചാ കളിച്ചത്. അബിസ് ഇഗ്രയുടെ ഫോണിലാണ് കളിച്ചത്. വിൻചിതെന്താ ഐ ഹേറ്റ് ദിസ് ഗെയിം എന്നൊക്കെ പറയുന്നത്? എന്താണ് അങ്ങനെ ഒരു ടോക്ക്? അവനാരും അബിസ് കളിക്കാൻ വിളിച്ചില്ല. അതാണോ? ചെറുക്കനെ ബിഞ്ചും വെൽക്കം. ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് വന്ന് പങ്കെടുക്കാം. അവന് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടല്ലേ? ഇവിടെ ആർക്കും സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കൊടുക്കാറില്ല. അവന് കൊടുത്തിട്ടില്ല. നീ ചുപ്പുവിനെ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിച്ചു. ബിഞ്ചിനെ വിളിച്ചിട്ട് ചുപ്പിനോട് ഇങ്ങനെ ചോദിക്കുന്ന കഴിക്കുക. ചുപ്പ് കയറുന്നോന്ന് ചോദിച്ചു. ഇവിടെ സ്പെഷ്യൽ ഒന്നും ഞാൻ കൊടുത്തൊന്നുമില്ല. കയറുന്നോന്ന് ചോദിച്ചു. ചുപ്പ് വരാമെന്ന് പറയുകയും ചെയ്തു. അവിടെയാണ് കാര്യം. വിളിച്ചിട്ട് വരാമെന്ന് പറയാ. നീ പറയുന്നത് ബിൻസിനെ വിളിച്ച് ഞാൻ വരൂലെന്ന് പറയുന്നതാണ്. ബിൻസ് എല്ലാ വട്ടം ഇവിടെ ലൈവിലുണ്ട്. വരാം. ബിൻസിന് ആരും ഇവിടെ തടയുന്നില്ല. അതെ, വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്. കളിച്ചേക്ക്, ഞാൻ കിടക്കട്ടെ. വന്നിരിക്കുന്ന കൈക്കെട്ടടിക്കുക. പണ്ടത്തെ പ്രോട്ടോ മുഹമ്മദ് ഇതുപോലെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെ ഇല്ല. അത് നല്ല ഐഡിയ ആണ്. ഞാൻ സപ്പോർട്ട്. അബി അടുത്ത 50-50 ജയിച്ചു. ഇവരുടെ വേറെ എവിടെയോ പോയാണ്. അബി അടുത്ത 50-50 ജയിച്ചിട്ട് ബാക്കി എല്ലാം 50-50 പൊട്ടി കാട്ടിപ്പിക്ക് പോകണം. അതാണ് എന്റെ ആഗ്രഹം. നല്ല ആഗ്രഹം. എന്താ നീ 8 50-50 അടുപ്പിച്ച് ജയിച്ചടാ. അതൊക്കെ കുറച്ച് ആൾക്കാരല്ലേ? സത്യമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ
അടുത്ത ജയിക്കണം. അടുത്ത ജയിച്ചാൽ അവന്റെ ബെനറ്റ് C6 ആക്കുമെന്ന് പറഞ്ഞവൻ. ഓഹോ അടുത്ത ജയിച്ചിട്ട് അടുത്ത ജയിച്ചിട്ട് അത് കഴിഞ്ഞിട്ടെല്ലാം പൊട്ടണം. ഏത് അതെ അത് നല്ല തന്നെയാ. അപ്പൊ ബെന്നറ്റ് C6 ആക്കുകയും ചെയ്യും. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു SEO ഡെയിലി കയറാന്ന് പറഞ്ഞ് കേറിയിട്ട് C6 ആക്കിയിട്ട് കിട്ടാൻ എന്തല്ലേ ഡെയിലി കളിക്കണ്ടോ ബീസ്റ്റി? ഡെയിലി കളിച്ചിട്ട് വിഷയം അടിച്ചിട്ട് പോയാലും അല്ലേടാ കോഡ് റെഡി ആയിട്ട് പോയ ആ കോഡ് എന്താണ് അവസാനം ഒരു സ്ലാഷ് ഒക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് കുഴപ്പമൊന്നും. ആ കോഡ് ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ഞാൻ ക്ലെയിം എനിക്ക് ക്ലെയിം ഞാനെന്നാ മിക്കവാറും ക്ലെയിം ചെയ്ത് കാണിക്കും. വന്നിട്ട് വർഷമായി തോന്നുന്നു. ബീസ്റ്റിയുടെ ക്ലെയിം ഇട്ടാ. അപ്പൊ ഞാൻ ക്ലെയിം ആ ഗ്രൂപ്പിൽ വരുമ്പോഴാണ് അവൻ ക്ലെയിം ചെയ്യണം. അപ്പൊ ഞാൻ ക്ലെയിം ഓൾറെഡി ക്ലെയിംഡ് ആണ്. ഏത് ജാമ്പുവാന്റെ കാലത്ത് കോഡ് എടുത്തിട്ട് വന്നേക്കാ. അതെ, ഈ അപ്ഡേറ്റ് വരുന്നതിന് മുന്നേ വന്ന മറ്റേ സോഷ്യൽ മീഡിയ കോഡാന്ന് തോന്നുന്നത്. തൊട്ട് മുന്നൊരു കോഡ് വന്നിട്ട് അതാണിത്. ഓ എനിക്ക് ക്വസ്റ്റ് ബാക്കി തീർക്കാനുണ്ടല്ലോ. ന്യൂവലറ്റിനെ പോയി കാണട്ടെ. ട്രയല് കിട്ടിയാ പോലും നവീനെടുത്ത് കളിക്കില്ല. നേരത്തെ ഞാൻ ഇതിൽ ഇട്ടായിരുന്നു തോന്നുന്നു ലൈവില്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പിൻ ചെയ്തിടാറില്ലേ കഴിഞ്ഞ അബിസ് ചെയ്ത സമയത്ത്. ഈ കോഡ് വന്നതിന് നീ ലൈവ് ഇട്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ അബിസ് ചെയ്തടോ. കഴിഞ്ഞ അബിസിൽ എന്നാണ് എന്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ ഡിസ്കോഡ് ഇല്ല, കുറച്ചേരം കഴിയുമ്പോ കസേര ഇട്ടിരിക്കും. എന്താണ് ഗ്രാൻഡ് പ്രോ സ്ട്രീം ചെയ്യുന്നുണ്ടോ? വേണോ? പക്ഷെ നമുക്ക് ബഹാമത്തിൽ അടിച്ച് കാണി കൊടുക്കാൻ എസ്സിയോടെ ഡാമേജ് ഒക്കെ ഫ്ലക്സ് ചെയ്യാം. നിങ്ങൾ അടിക്കാൻ കമന്റ് ചെയ്യാതിരിക്കാം. അങ്ങനെ എല്ലായിടത്തും നീ ഇങ്ങനെ ഹമ്പിൾ ആവണ്ട. ഞാനടിക്കാനൊരു അല്ലേ ഒരു ചെറിയ പ്രശ്നമുള്ളൂ. എസ്സിയോ വന്നില്ലെങ്കിൽ അത് അടിച്ച് തീരുമെന്നുള്ള പ്രശ്നമാണ്. അതെ, എസ്സിയോ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ശുപ്പ എന്താ ചെയ്യുന്ന? BP കംപ്ലീറ്റ് ചെയ്യണം. ഒരു 8 പ്രീമോസ് ഇട്ട് കഴിഞ്ഞാൽ നാളെ It has been some time since our last meeting. Few people frequent this location. Since I was able to conclude my work early today, I thought I might take a walk and avail myself of this area's peace and quiet. എല്ലാം കണക്കാടാ. എനിക്ക് ആ ഇവന്റ് പൊളിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുമാതിരി വല്ലാത്ത ഇവന്റ് ആയി പെട്ടെന്ന് വന്നേക്കുന്നത്. Strictly speaking, എടുത്ത് യൂസ് ചെയ്തോ? അതെ, ഒരു തേങ്ങയും ചെയ്യാൻ പറ്റൂല അല്ലേ ഏതെത്ര എടുത്താലും. ഷാവുണ്ട് അൽഹേദത്തിന് ഇച്ചിരി പണിയാണ് തുടക്കം. കെച്ചിങ്ങിനെ പോലെയാണ്. കെച്ചിങ്ങിനെ പോലെ നീ കളിച്ചോ തൽക്കാലം. അങ്ങനെ വരുമ്പോ ഇനി എടുത്തോ. ഇല്ല, ഞാൻ ഇനി സ്റ്റേ സ്ട്രോങ് ഫോർ ആർലക്കീനിയോ. അപ്പൊ പിന്നെ നീ ജയിച്ച് കൊറേ കാണും. നിന്റെ ലക്ഷ്യം 36 അല്ല, അബീനെ ബീറ്റ് ചെയ്യണം. അബീനെ ബീറ്റ് ഉണ്ടെങ്കിൽ അബിയുടെ സ്റ്റാൻഡേർഡ് എത്ര അതിന് കുറച്ച് അതിന് ഞാൻ കുറച്ച് clarify that I was referring to my lifespan rather than the time at my disposal. അൽഹേദം 50-50 ജയിച്ചല്ല എനിക്ക് കിട്ടിയത്. അതും ഒരു കാര്യം. അതെ,
എടാ ഞാൻ അൽഹൈത്തത്തിന്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. അബിയുടെ ലെവലിലേക്ക് അക്കൗണ്ട് എത്തണമെന്നല്ലേ ഞാൻ പറഞ്ഞു. ശരി കേൾക്കത്തില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് 36 അടിക്കുന്നതിന്റെ നീ അങ്ങനെ ഒന്നും അബിസ്. ഉദ്ദേശിക്കണ്ട. Second, നീ I ഇവിടെ was ഉദ്ദേശിക്കുന്നുണ്ടോ? unaware you possess knowledge of my trip to Chaoying village. ടൂ അടിച്ചാലും ഇതിനകത്ത് എനിമീസ് ഇതല്ലേ നേരത്തെ I see. മറ്റേ സാധനം Thank you for informing me. ഇതിലുണ്ടായിരുന്നു. ഫാക്ടറി ഉണ്ടായിരുന്നു. Yes, they have been. I have to hand it to Cloran. Just a simple gift delivery, and she has the great and mighty Udex at her beck and call. I was just passing through. It was merely an act of convenience. All right. Then I hereby confirm receipt of the goods on behalf of the staff of the Fortress of... A verbal receipt of confirmation? Is such a formality really necessary for a small matter such... Guess not. This quantity of tea, though, seems a little excessive for a gift, don't you think? Before you know it, they'll start accusing me of taking bribes. About that. Much of that is my own insight, I'm afraid. അപ്പൊ ഒന്നെങ്കിൽ സ്ട്രീമിന്റെ ടൈറ്റിൽ മാറ്റിയതിന്റെ ഗ്രാൻഡ് കിട്ടും. ടൈറ്റിൽ മാറ്റിയിട്ട് എന്തായാലും കളിക്കുമല്ലേ ഗ്രാൻഡ് ബ്ലൂ, അല്ലെങ്കിൽ വേറെ സ്ട്രീം വേറെ ഇടാം. Why? What happened? അല്ലെങ്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഗ്രാൻഡ് ബ്ലൂയിലേക്ക്. It was by സ്ട്രീമിന്റെ ടൈറ്റിൽ മാറ്റി ന്യൂ കണ്ടക്ടർ ആൻഡ് സ്റ്റീൽ ദ ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഒരു എരയല്ല. Ah, that explains it then. Well, go ahead and leave them to me. I'll get through this stash as fast. You have my thanks. Oh, there's something else I'd like to give to you. This is a stone slate. Well, that is an apt description. It is in actuality a legal codex. A legal codex, huh? Before the advent of modern writing utensils, information was recorded on stone slabs such as this. The law was no different. Okay. Since ancient times, the scales of justice have symbolized the fairness and impartiality of As a tribute to that sentiment, this slate was designed after a traditional legal codex and engraved with a symbol instead of text. During my travels recently, I chanced upon a roadside stall offering tourists the opportunity to try their hand at the ceramic arts. So I decided to have a go. We joked with Cloran some time ago about gifting you a legal codex. So, here you go. Ah, so that's what this is about. I did not expect you to remember it as well. In any case, I hope this can be considered as a reasonable attempt to join in on the banter. It is a very good attempt. I suppose I shouldn't be surprised. Even your sense of humor centers around the law. That's an impressive level of commitment. A gift of this significance deserves to be put on display, and I know just the place, front and center, in the fortress's shop. ചാർജ് അറ്റാക്ക് എത്ര കിട്ടും? Surely there's no need for such a grand gesture. Just kidding. I don't have anything like a show. But we do have a storage room. We can put it next to all the mechanical parts Siege needs. That sounds good to me. So that's what you were doing in Chaoying. Indeed. Of course, while I was there, the aftertaste is much purer than what I have delivered to me in Fontaine. It stands to reason that the long-distance transport has a tendency to imbue the water with extraneous emotion. If you want to experience the true flavor, you simply have to go to the source. Perhaps I should organize some time off to do the same elsewhere. Then we are of the same mind. It appears... If you say so, but you know you don't have to justify a vacation. After all, you're hardly bereft of time. You can do whatever you want. You're quite right. I suppose I suffer not from a lack of opportunity, but rather a lack of inspiration. However, after reading a few articles about Li Wei's holiday traditions, the idea popped into my head and made itself quite at home. Seeing as I was free of responsibilities for the morning, I decided to depart at once.
ഇൻഡയറക്റ്റ് എനിക്കിട്ടോലെ എന്താ ഓണോ ബിജെക്ക് എന്നിട്ട് നീ അബിയുടെ അക്കൗണ്ട് എടുത്തിട്ട് ഇപ്പൊ പറയും എനിക്ക് അബിയുടെ അക്കൗണ്ട് അതാണ് അവന്റെ ലക്ഷ്യം. എടുത്ത് അല്ല 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 എടാ നമ്മളാരും ഫസ്റ്റ് അടിക്കുന്നതല്ല. അപ്പൊ നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല അബിയുടെ ഇത് കാരണമാണ് അബിയുടെ അക്കൗണ്ട് അബിയുടെ സ്കില്ല് നോക്കാനായിരിക്കും ആ കള്ളൻ. അതിന്റെ സ്കില്ല് ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അപ്പൊ അബി എന്തായാലും ഒന്ന് നമ്മുടെ അക്കൗണ്ട് വെച്ചൊന്ന് കളിച്ചു നോക്കട്ടെ. നമുക്ക് അബിയുടെ വെച്ച് അക്കൗണ്ട് കളിച്ചു നോക്കാം. Take for example my foray. In the past, I never. This is also something I made today. ഒരു കുഴപ്പമില്ല എന്നൊക്കെ ആരുടെ അക്കൗണ്ട് എടുക്കും അതാണ് എന്റെ ചോദ്യം. എനിക്ക് ആരുടെ അക്കൗണ്ടിലും കുഴപ്പമില്ല. പക്ഷെ ഉള്ളില് അബിയുടെ അക്കൗണ്ട് വേണം. അബിയുടെ അക്കൗണ്ട് അരുണുണ്ട്, എനിക്ക് അരുണിന്റെ അക്കൗണ്ട് വരും. എടാ ഇത് നല്ല രസമുണ്ടല്ലോ. അരുൺ എന്നിട്ട് അബിയുടെ അക്കൗണ്ട് എടുക്കും. എന്തായാലും ജയിക്കില്ലെന്ന് അറിയാല്ലേ. അതല്ല നിനക്ക് ഞാൻ ലേഖം വെച്ച് കളിക്കുമ്പോ ഒരു ബഫ് വരണ്ടേ. എന്റെ നല്ല മനസ്സിനെ കാണുന്നില്ല. നന്മയുള്ള ലോകം. എന്നിട്ട് പിജെക്ക് എന്റെ അക്കൗണ്ട് കളി, അവി പിജെക്കിന്റെ അക്കൗണ്ട് കളി. കാരണം അതാ രണ്ട് പ്ലേ സ്റ്റൈൽ എൻറ്റയർലി ഡിഫറെന്റ്. അവി കളിക്കുന്ന പ്ലേ സ്റ്റൈൽ ഇല്ല പിജെക്കിന്റെ അക്കൗണ്ട്. That was indeed one of my inspirations. ശരിയാ, ഞാനും എന്റെയും പിജെക്കേടെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു അക്കൗണ്ട് ജോയിമ വരുന്നിടം വരെ. ഇപ്പൊ ഒരാള് ഏറ്റുണ്ട്. Really, to tell you the truth, given your unexpected arrival, I find myself quite around such an important holiday such as this. Human custom would dictate that gifts should be in order, but I'm afraid this is all I can offer. If you'll have it, that is. That is precisely why it would do me such a great honor if you accept it. You are most welcome. Happy That sounds like it could അത് easily lead യൂസ് to a ചെയ്തിട്ട് vicious cycle of കാര്യമില്ല എന്ന് പറയുന്നുണ്ട് self-indulgence, കേട്ടോ. something which Cascade could be cooldown a കുറയ്ക്കുന്ന. violation അത് of കൂൾഡൗൺ, അത് ബഫ് കുറച്ചേ കുറച്ചു. കുറയ്ക്കുന്ന. ഇത് ഇടണ്ട. സബ്സെറ്റ് ഇരിക്കുന്നതാ. അത് മറ്റേ കൂടുതലുണ്ടെങ്കിൽ സബ്സെറ്റാണെങ്കിൽ ബോണസ് ആയിട്ട് കുഴപ്പമില്ല, ആടാൻ പറയും. സബിലാണെങ്കിൽ അത് ഞാൻ കുഴപ്പമില്ല. സബിലിട്ടിട്ടുണ്ട്. മെയിനായിട്ട് ഇടാണ്ടിരുന്നാ മതി. My proclivity to refrain from personal outings does in part originate from a sense of responsibility toward my duties. But it is also due to a lack of desire to engage. But now I see that the human world is indeed full of many interesting places to discover. Nice service today. See ya. Goodbye. ഞാനിച്ചിരി വേർത്ത് കേട്ടാ. വേർക്കട്ടെ. ഭയങ്കര ഷോക്കാട്ടാ അവര് തന്നേക്കുന്നത്. ഒരുമാതിരി പറയണ്ട, ഞാൻ വാക്കുകളില്ലാണ്ടായി പോയി. അതാണ് എനിക്ക് ഇതുവരെ സത്യം പറഞ്ഞിട്ടല്ലോ ഇത്രയും ഞാൻ ഗെൻഷിൽ ഒരു ഇവന്റ് പോലും ഞാനിങ്ങനെ ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല. ഇന്നത്തെ ഇവന്റ് ഒന്നുമില്ല. അൽഹീദത്തെ ഞാൻ യൂസ് ചെയ്തില്ലടാ. എടാ ലൈക്ക് എടാ കോമൺ സെൻസ് ഇല്ലടാ അത് ഡിസൈൻ ചെയ്ത ആൾക്ക്. എങ്ങനെ ഒരു ക്യാരക്ടറിനെ നമ്മൾ വെറുക്കാം? ഇതുള്ളാട്ടോ. ഇത് വേറെ ആണല്ലേ? ഇത് ബാക്കി ഇത് വേൾഡ് ഗസ്റ്റ് ആണല്ലേ? ലിറ്റിൽ മാവ് ഇത് കഴിഞ്ഞല്ല. അപ്പം എന്ത് പറയാനാണ്, വേറെ എവിടെ എത്തി. അതെ
ഡിലൂക്കിനെ പോലെ മൾട്ടിപ്പിൾ ഇൻസെൻസ് സ്കില്ലും ഇടാൻ പറ്റിയ വേറൊരു ക്യാരക്ടർ പിന്നെ ഷാനിന്നോ ഷാനിന്റെ സ്കില്ല് മൾട്ടിപ്പിൾ ഇൻസെൻസ് ഇറ്റില്ലടാ, ജസ്റ്റ് യൂസ് മാത്രമേ ഉള്ളൂ. യൂസ് മാത്രമേ ഉള്ളൂ. ചെയ്താലും മറ്റേ ഫയർ ആപ്ലിക്കേഷൻ അങ്ങനത്തെ നോക്കി. ചേട്ടാ ബിഗ് ഫാൻ ബ്രിങ്കണ്ണൻ. എന്താണ് സുഖം തന്നെയല്ലേ അവിടെ? അവസാനം SEO the OG എവിടെ എന്ന് സെട്ടൻ ഫ്രം ഓൾ ദ വേ ഫ്രം കാനഡ. ഒരു തവണ പറഞ്ഞാണ്. അതെ, നിങ്ങൾ തമ്മില് കോൺവെർസേഷൻ ഒരു വട്ടം നടന്നാണല്ലോ. ആണോ? ഞാൻ ഇറങ്ങട്ടെ എന്നാ. ഒറ്റവട്ടേ ഉണ്ട് 37 ഡ്രസ്. എനിക്ക് 3-4 കണ്ടൻസ് ഉണ്ട് എന്റെ വീട്ടിലോട്ട്. ഞാൻ അങ്ങോട്ടേക്ക് വരാം. വന്നില്ല, അബിസടി കഴിഞ്ഞ്. നമുക്കൊരു ചലഞ്ച് അവൻ സുഖമായിട്ട് ജയിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ ചെലവ് വേണോ നാളെ? ആയിക്കോട്ടെ. ഞാൻ ഷാവന്റെ കൂടെ ക്ലൗഡ് യൂസ് ചെയ്യാൻ വേണ്ടി പിടിച്ചു വെച്ചിട്ട് സമ്മതിക്കുന്നില്ല. ഒരു തവണ യൂസ് ചെയ്താ പോരെ? ഒരു തവണ യൂസ് ചെയ്താ പോരെ അവളെ? പിന്നെ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തടാ. ഫസ്റ്റ് ചെയ്യാൻ പറ്റും, സെക്കൻഡിലാണെങ്കിൽ അവര് ആദ്യം തരുന്ന ക്യാരക്ടേഴ്സിനെ രണ്ടാമത് തരുത്തില്ല, മൂന്നാമത് തരത്തുള്ളൂ. അതല്ല ഉദ്ദേശിച്ചത്, സെക്കൻഡില് തീരണില്ല എന്നാണ്. അയാൾക്ക് ലോക ദുരന്തമായ ഞാൻ അയാളെ കൊണ്ട് ഫിനിഷ് ചെയ്യും. നീ പിന്നെ അയാൾക്കെല്ലാം പറയാണ്ട് കുഴപ്പമില്ലല്ലോ. Adventure time. ഏതെങ്കിലും ചെയ്തോ? എനിക്ക് 100 സെറ്റ് ആണ് വേണ്ടത്, അത്രേ ഉള്ളു. അത് ഏറ്റവും അവസാനം ചെയ്താൽ മതി. അങ്ങനെ ന്യൂലറ്റ് മാത്രല്ല, വേറെ ആർക്കെല്ലാം കൊടുക്കാമല്ലോ. എനിക്ക് മനസ്സിലായി എന്താന്ന്, പക്ഷെ ഞാൻ പറയണില്ല. എന്താടാ നാലാമത്തെ, നീ മൂന്നാമത്തെ പഠിക്കാം. ഓ, ഇതിലാരും എടുക്കണം? ഫ്രീസ് ചെയ്യാനാണ് അതാണ് പ്രശ്നം. എന്നിട്ട് ആ ടീമിൽ പിന്നെ എടുത്തിട്ട് അവന് ഉപയോഗിച്ചത് പോലും. മൂന്ന് കഴിക്കും. എങ്ങനെയാണ് അയാൾക്ക് അടുത്ത് കഴിഞ്ഞ ഒരിക്കലും നിലത്ത് കൊടുക്കും. ഇവരില്ലേ കസുവില്ലേ? ഞാൻ പറയാം തേർഡ് റൗണ്ട് അല്ലേ? തേർഡ് റൗണ്ട് 3 ഒഴുകി പോകും. എനിക്ക് പണി കിട്ടിയായിരുന്നു. കാസ് കുറച്ചൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്.
അല്ലും കാര്യം കുറച്ച് സ്കില്ലൂടെ ഒക്കെ വേണം സിദ്ധാർത്ഥ. ആരണേ അല്ല ഉണ്ടല്ലോ ഈ ഡയലോഗ് പറഞ്ഞോണ്ട് എന്റെ വിച്ചിനെ ഞാൻ വിഷമിപ്പിച്ചിട്ടോ. നിനക്ക് വേണം? അല്ല നീ ഒരു കോരുമില്ലെന്ന് ഗ്രൂപ്പ് കിടന്ന് എനിക്ക് കിട്ടുന്നല്ലേ. സ്കിൽ ഇഷ്യൂ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. അതെ, സിദ്ധാർത്ഥന്റെ അടുത്ത് പറഞ്ഞേക്കുന്നതിന് കൈയും കണക്കൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ഇനിയും പറയത്തില്ല. അബിസിൽ വെച്ചിട്ടല്ലേ നീ എന്നെ എത്ര നോക്കിയിട്ടുള്ള? അത് ഷോങ്ങിലി എടുത്തോണ്ടിരുന്ന കാലത്ത് എല്ലാതും പറയാൻ പറ്റും. അങ്ങനായി. യോയിമിയാണ് ഫുറീനയുടെ ടീമില് യോയിമിനെ യൂസ് ചെയ്യുന്ന എനിക്ക് ജോണിലെ യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എടാ അതാണ് സ്കില്ല്, അത് മനസ്സിലാക്കുന്നതാണ് സ്കില്ല്. ഞാൻ തന്നെ വാങ്ങിച്ചോ. ചൂട് എന്റെ അമ്മേ. ഹെഡ്സെറ്റ് പരിപാടി സ്കില്ല് ആൾട്ടിന് ഒട്ടും പരിപാടി ഞാനങ്ങനെ മോൻ കാട്ടിപ്പോടും. അത് ഈ ചെറിയ എനിമിയാണെന്നുണ്ടെങ്കിൽ ഷൂ ഷൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരടിക്ക് ചെത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ട്. ഒന്നുമില്ല. ഒരു വിഷടിക്കാൻ പോകാം. ഗാമിങ് കിട്ടുമില്ലയോ? ഇന്നലെ ഞാൻ ചോദിച്ച അതേപോലത്തെ ചോദ്യമാണ്. 5 സ്റ്റാർ കിട്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ ഗാമിങ് കിട്ടുമില്ല. കൺഫേം കിട്ടൂല. കേട്ടോട്ടിരിക്കണേ. ഞാൻ മരുന്നാണല്ല. 4 സ്റ്റാർ Osmanthus wine tastes the same as I remember. But where are those who share the memory? രണ്ടാമത്തെ ആർക്കെങ്കിലും ഞാൻ വിഷടിച്ച ശേഷം 5 സ്റ്റാറിൽ പോകും. കുഴപ്പമില്ല. എനിക്ക് അത്രയൊന്നും ആയിട്ടില്ല. 10 മിനിറ്റ് ആയിട്ടില്ല. ഞാൻ മുമ്പ് വിഷയം ചെയ്യുമ്പോൾ 10 മിനിറ്റിൽ ഒരെണ്ണം വരും ഇപ്പം. ഇങ്ങനെ ഞാൻ മറ്റേ ഇവളെ എടുക്കാൻ വന്നിട്ടാണ് ഫിറാനെ എടുക്കാൻ വന്നിട്ടാണ് അയാറ്റ് വന്നത്. അയാറ്റ് വരാതെ ക്ലൗഡ് ചെയ്തത് 4 മിനിറ്റ് വന്ന ഞാൻ ചരിത നൂലൊക്കെ എടുത്തായിരുന്നു. ഇപ്പൊ ഞാൻ പിന്നെ നൂല് സ്കിപ്പ് ചെയ്യണ്ടേ? ഇത് തന്നെ മതി, ഇത് തന്നെ മതി. ഏതായാലും മതി, അതായാലും പൊളി പെട്ടെന്ന്. ആദ്യമായിട്ടാ ഞാന് എന്റെ കയ്യിലല്ലാതെ വേറെ ആളുടെ കയ്യിൽ ബൈസുവിനെ കാണുന്നത്. ഇവിടെ ഒന്നെങ്കിൽ അത് ഫെയിലായിരിക്കണം, അല്ലെങ്കിൽ നിന്നെ പോലെ ഗേ ആയിരിക്കണം. എടാ ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ആണെന്നേ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാനുള്ളത്. ഞാനൊക്കെ സ്കിപ്പ് ചെയ്ത് ആരൊക്കെ എടുത്തു. നീ തന്നെ എടുത്ത് നോക്കിയോ? എങ്ങനെ കുറ്റം പറയാൻ പറ്റൂ? പുള്ളി ലിസ്റ്റ് എടുത്ത് നോക്കി. വാട്ട് ഹാപ്പനിങ് ഹിയർ? AK7 റോജർ ലേറ്റ് ആയി പോയി എത്തിയത്.
ഇവിടുത്തെ പരിപാടികളൊക്കെ പകുതി മുക്കാലും അവസാനിച്ചു ശരിക്കും പറഞ്ഞ. യെസ് ഇവൻ ഉറങ്ങാൻ പോയതല്ലേ? ആരൊക്കെയോ കേറി വന്നായിരുന്നു മൈൻഡ് ചെയ്യേണ്ടത്. നീ വീസിലുണ്ടായിരുന്നു ഇപ്പഴായിരുന്നു കേട്ടോ. ഇവന്റെ അടുത്ത് എന്തോ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. പഠിക്കാനും പഠിക്കുന്ന കാര്യമാണെങ്കിൽ അതറിയണായിരിക്കും. ആണെങ്കിൽ നല്ല റാങ്കപ്പ് മാച്ച് ആയിരുന്നു. കുറച്ച് ഗണ്ണ് പോലും യൂസ് ചെയ്യാൻ അറിയാതെ വാഴകൾ റാങ്കപ്പ് മാച്ചിൽ അങ്ങനത്തെ ടീം വരും. അത് അൺറിട്ടൻ റൂളാണ്. അല്ല ഞാൻ വരും ടീമില്, ഞാൻ ത്രോ ചെയ്യും. എന്റെ റാങ്കപ്പ് മാച്ച് ഞാൻ ത്രോ ചെയ്യും, വേറെ തെറ്റിന് ത്രോ ചെയ്യാൻ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട? ലൈവ് എൻഡ് ചെയ്യുന്നില്ല. ഞാൻ ടൈറ്റിൽ മാറ്റി കഴിഞ്ഞാൽ ശരിയാവത്തില്ലടാ. ഈ അബിസിന്റെ ഇതാണെന്ന് കണ്ടുപിടിക്കണ്ടേ പിന്നെ എപ്പോഴേലും. ആകെ മാസത്തിൽ 2 സ്ട്രീമാണ് അതില് കണ്ടുപിടിക്കാൻ പറയണം. ആ 2 സ്ട്രീമും അബിസ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അങ്ങനെ ഓരോ സ്ട്രീമിൽ ഇത് ചെയ്യും, ഫുള്ളും ചെയ്യും. ശരിയാണ്, ജീവനയുടെ വിഷയം എടുത്തിട്ട് അതുകൊണ്ട് അടുത്തൊരു മാസം പുള്ളിങ് ആയിരിക്കും. ചെലപ്പോ ഉള്ള ബഗ്ഗ. നീ ക്രിയേറ്റ് ചെയ്തോ? അപ്പൊ നിങ്ങളും ഗ്രാൻഡ് വിളിക്കാൻ പോലെ ഞാനിപ്പോ ഇറങ്ങിയത്. അവൻ എല്ലാ ഗെയിമും മൾട്ടിപ്പിൾ ഗെയിമൊക്കെ റൺ ചെയ്തോണ്ടിരിക്കും. അരുടെ പോവല്ലേ ഇവിടെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കും. അവെല്ലാം തീർന്നപ്പോ വന്നു, 2 മിനിറ്റ് തിന്നു പോയി. പേഴ്സിവാളിന്റെ ബിൽഡ് ചെയ്യണ്ട, വെയിന്റെ ബിൽഡ് ചെയ്യണം. അത് എന്താ വെയിനിന്റെ ബിൽഡ് ചെയ്തോ? നല്ല ഡാമേജ് കാണണമെങ്കിൽ വെയിനെ ബിൽഡ് ചെയ്തോ? വെയിനാണ് നല്ല കൂടുതല്. വെയിനെ ബിൽഡ് ചെയ്തോ? നീ എന്ത് ഇറങ്ങി കയറി ക്ലിക്ക് ഇവിടെ ഇനി വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാം. വേണമെങ്കിൽ അത് പാടുപെട്ടോണെങ്കിൽ സ്ട്രീമും കൂടെ ചെയ്തോണ്ടിരിക്കുന്ന അതിന്റെ കൂടെ അതും കൂടെ ബിസിയൊക്കെ വെച്ചിട്ട് സിദ്ധാർത്ഥിന്റെ പ്ലാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കത്തിക്കാനുള്ള പ്ലാനാണ്. അതെ ആണ്. ആർലവെൽഡിലേക്കാ ജോയിൻ ചെയ്യേണ്ടത്. നല്ലത് അതാകുമ്പോ എല്ലാവർക്കും ടീമിൽ എല്ലാരും Need something? Please come again. ഗ്രാൻഡ് ബ്ലൂ ഫാന്റസി. എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു അവ ഇത് കളിക്കുന്നു. ഗുഡ്, ആക്ച്വലി ഗുഡ്. കുറച്ച് സിൽവർ സെൻട്രിയും സെൻട്രും ഇല്ലാത്ത മെറ്റീരിയലൊക്കെ ഇട്ടായിരുന്നു.
ഗെയിമിൽ നിന്റെ ആ കയ്യിലെ അക്കൗണ്ട്. അയ്യോ എടാ ഇത് ജോയിൻ ആവണില്ലല്ലേ? ഞാൻ റാക്കാണല്ലോ എടുത്തേക്കുന്നത്. ആരായിപ്പോ അത്? നമ്മള് ആമീനോ അബാക്കിരി കിട്ടുന്നവരെ അടിച്ചോണ്ടിരിക്കുന്നു. എന്തായിരുന്നു? ചെറിയൊരു സാധനം ഉണ്ടായിരുന്നു. Preparations are complete. ചെറിയൊരു സാധനം. മറ്റേ എൽഫിന്റെ കൂട്ടൊക്കെ ഇരിക്കുന്നത്. ക്യാരക്ടർ അതിനെ ബിൽഡ് മര്യാദക്ക് ബിൽഡ് ചെയ്തിട്ടില്ലാന്നേ. അത് ഈ സാധനം പടപടപടപടന്ന് ഓടി കിടക്കുക. അതിന്റെ വെപ്പൺ എന്തെങ്കിലും ഉണ്ട്, വേണമെങ്കിൽ ചെയ്യാറുണ്ട്. ഒറ്റ സെക്കൻഡ്, ഞാനാ സേവ് ചെയ്യാത്തത് കൊണ്ട്. അതല്ല, കുറച്ച് മുന്നേ ഞാൻ സേവ് ചെയ്യാണ്ട് ഇറങ്ങിപ്പോയായിരുന്നു പൊളിഞ്ഞിട്ട്. അല്ല, ഇവിടെ ഉണ്ടോ നോക്കാൻ വന്ന. എടാ ഉണ്ടോ നോക്കാൻ വന്നേ. അതൊക്കെ പോയെന്ന് തോന്നുന്നു. ഇറ്റേണൽ സ്നോഫ്ലേക്ക് എൻ്റെ ഇത്രേ ഉള്ളല്ലോ. അതോ ആസ്ട്രൽ മാറ്റർ. എടാ ഉണ്ട്, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഒരുമാതിരി തേങ്ങ സാധനം തന്നിട്ട് ഇങ്ങോട്ട്. അതുണ്ട്. അത് കിട്ടൂടാ. പിന്നെയാണ് 2 ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. കിട്ടാണ്ട് എവിടെ പോയത്? നിനക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനൊക്കെ വെപ്പണില്ലേ? അതല്ലേ അതായിരിക്കില്ല. കിട്ടൂടാ. അതായത് ഇന്ന് കിട്ടും. അയ്യോ ചോദ്യമാണ്. നമ്മള് 2 കാൽക്കുലേഷൻ എടുത്തിട്ട് 2 മെറ്റാഫോറിറ്റിനെ സ്റ്റാക്ക് ആവുന്നത് എന്തോരം വരുന്നത് കേട്ടോ. എന്റെ തലക്കിട്ട് കൊണ്ടുവരും. ഗെയിം കളിക്കണ്ട 2 വർഷം എടുക്കേ. ഒരാള് 39,000, ഒരാള് 8,000. അതാണ് ഡിഫറൻസ്. ചോദില്ല ഒരു വലിയ സാധനം വരുന്നുണ്ട്. നമ്മളെ ഇന്ത്യയില് സെൻട്രലിന്റെ ഇലക്ഷൻ എടുക്കലാണെന്ന് അറിയാമോ? അത് മാർച്ച് ഏപ്രിൽ കഴിഞ്ഞെല്ലാം കണ്ടല്ലേ? റിമെമ്പർ ഫസ്റ്റ് ബോട്ടാണ്. എന്റെ അല്ല, എനിക്ക് മുമ്പേ ചെയ്യാണല്ലോ. ലൈക് ഇലക്ഷൻ 5 years ആരും ഒന്നും കേട്ടിട്ടില്ല. ഇങ്ങനെ ലൈവ് ഇല്ല. വോട്ട് ചെയ്യുന്നതിനുള്ള ഇലക്ഷൻ കാർഡോ അങ്ങനെ എന്താണല്ലോ ഒരു സംഭവം. വോട്ടർ ഐഡി. ഓ ശരിയാ, അതെവിടുന്ന് കിട്ടും? ശരിയല്ല, ശിവാലിന്റെ അറ്റാക്ക്. അതിന്റെ നേരത്തെ മറ്റേ ഭാമത്തെന്ന് പറഞ്ഞ വാലിനെ കണ്ടിട്ട്
ഓ എനിക്കത് ഡോഡ്ജ് പറ്റിയില്ല. കരുണ കാണിക്കണം. ഞാൻ പൊക്കണം. പൊക്കത്തില്ല, ഒരു ഹീല തരാം. പൊക്കത്തില്ല. അടി ദൈവത്തെ You aren't one for mercy, are you? ഇതിന്റെ അടുത്ത് മാറ്റിയായിരുന്നു. ഇവന്റെ ബിൽഡ് മാറ്റിയായിരുന്നു. എടാ ഞാനാണ് അടിച്ചത്. കുഴപ്പമില്ല, പിന്നെ സാധനം പെയിൻ വരും. എന്റേത് എടാ എന്റെ പോയടാ. വരുവടാ, പെയിൻ അടിക്കാൻ വരുവടാ. നീ പേടിക്കല്ലേ. എനിക്കത് വെറുതെ പോയി. മോശമായി. Could have gone a little easier. ആരോട് പോയടാ. ചാപ്റ്റർ വന്നില്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച വരുന്നത്. കഴിഞ്ഞ ആഴ്ച ബ്രേക്ക്. എവിടെ തടി കൊടുക്കണ്ട. ഞാൻ അറ്റാക്ക് കഴിഞ്ഞിട്ട് എണീക്കാൻ പറഞ്ഞിരിക്കുക. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചത്തറ. എടാ പൊക്കല്ലേ പൊക്കല്ലേ പൊക്കണ്ട. അങ്ങനെ നീ പോയിക്കണ്ട. അത് വേണ്ട, ഞാൻ ഇട്ടരാം. അടക്കം കൊണ്ടല്ല അറ്റാക്ക് അടിച്ചൊന്നും കുഴപ്പമില്ല. ഇതിന്റെ അടിയെല്ലാം കഴിഞ്ഞിട്ട് പൊങ്ങിയാൽ മതി. അതാണല്ലേ ബ്ലാസ്റ്റ് കൊടുത്ത് നെഞ്ചു പിരിച്ചെന്ന് കൊണ്ടത്. ഞാനത് കൊണ്ടിട്ട് എണീക്കാൻ വെച്ചിരിക്കണം. ഓട്ടോ റിമൂവ് എടുത്ത് നോക്കണേ. നീ എന്നെ നേരത്തെ അങ്ങനെ കൊണ്ടേ വേറൊരു സാധനം കൊണ്ട് എന്നെ മൂട്ടിട്ട് പോയിട്ട് അവൻ എയറിലാണ്. ഇതിന് ഇത്രയും കിട്ടുന്ന പാട്ടുണ്ടായിരുന്നോ? ഈ പാട്ടൊക്കെ കേൾക്കാൻ ഇല്ല. ഞാനിപ്പോ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ പണ്ട് പാട്ട് കേട്ടിട്ടുണ്ട്. ഇതിന്റെ പാട്ട് കേൾക്കുന്നത് മുന്നോട്ട് പോവാ. ഇന്നലെ വരെ അടിച്ചുകൊണ്ടിരുന്നെങ്ങനെ ഞാനിവിടെ ഒരു വട്ടം ഇവൻ പച്ച കളർ പോലും ആകത്തില്ലായിരുന്നു. ആദ്യം വന്ന് വീഴുന്ന വീഴ്ചയില് തീർക്കുമായിരുന്നു. ഒരു വട്ടം ഒന്നല്ല, എത്ര വട്ടം വീഴ്ചങ്ങനെ. Your aid is always appreciated. You have my support now. ഒരടി അടിക്കും. എപ്പം കിട്ടുമില്ലേ? That was awesome. You were awesome. You were most valiant. അയ്യോ ഈ പെട്ടി എല്ലാവരും ആദ്യം തുറക്കുന്നു. കിട്ടിയ Thank you.
എടാ അവളുടെ ബാക്കി എല്ലാ ഡയലോഗും ഭയങ്കര രസകരമായിട്ടുള്ള ഡയലോഗാണ്. പക്ഷെ ഫാന്റസ്മഗോറിയ എന്ന് പറയുന്നത് കേൾക്കുമ്പോ നമ്മളൊരു പേടിച്ച് പറച്ചു പോകും. നീ ജാപ്പനീസ് ഇട്ടിട്ടുണ്ടോ? ഇല്ല. അവർക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണ്. അവളുടെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഞാൻ പറഞ്ഞുതരാം. വൺ പീസില് മറ്റേ കാറ്റഗറിയുടെ സിസ്റ്റർ ഉണ്ട് ഫ്ലാപ്പി. ഈ ലൂഫിയുടെ മേത്തേക്ക് വെച്ചിട്ട് ആർട്ട് വിടുന്നത് അവളുടെ പേഴ്സണാലിറ്റി ആണ്. ഈ സ്വയം ക്യൂട്ടായതുകൊണ്ട് അഹങ്കാരവും മറ്റു സാധനമൊക്കെ ഇല്ലേ, ബാക്കിയുള്ള ടോപ്പിൽ ക്യൂട്ടായിട്ട് അഭിനയിക്കുന്ന സാധനം, ആ സാധനമാണ്. അതാണല്ലോ സംഭവം. അയ്യോ റിപ്പീറ്റ് അടിച്ചില്ല. എവിടെയോ എനിക്ക് ഡാമേജ് കുറവ്. ഗിയർ പവർ മാറ്റിയിട്ടിട്ട് എലിമെന്ററി ഉണ്ടോ നോക്കട്ടെ. നോ ഐഡിയ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. വൈറ്റ് ഡ്രാഗൺസ് ഗ്ലോറി എടുത്ത് കളഞ്ഞാലോ എന്ന് ആലോചിക്കാം. കളഞ്ഞിട്ട് ഇംപ്രൂവ്ഡ് ഡോഡ്ജ് ഓൾറെഡി കിടപ്പുണ്ടല്ലോ, അത് അറ്റാക്ക് കളഞ്ഞിട്ടാണ് ഇംപ്രൂവ്ഡ് ഡോഡ്ജ് ഇട്ടത്. വേറെ സപ്ലിമെന്ററി ഉണ്ടോ? ഉണ്ടല്ലോ. എസിയോ ഇത് പോയിട്ടില്ല, ഓവർ മാസ്റ്റർ പോയില്ല. രക്ഷപ്പെട്ട്. സിദ്ധാർത്ഥ, അതാണ് ഞാൻ ഈ സേവ് അടിക്കാണ്ട് ഇറങ്ങിപ്പോയതാ. ഇവന്റെ ലാൻസിന്റെ ഓവർ മാസ്റ്റർ കുളവായി പോയി. അതുകൊണ്ട് ഞാൻ ആ വഴി അങ്ങ് ഇറങ്ങി. റേറ്റ് 12, അറ്റാക്ക് 800, സ്കൈബോൺ ഡാർട്ട് ക്യാപ്പാണ് കുറച്ചുകൂടെ നല്ലത്. സ്കിൽ ക്യാപ്പ് ഇട്ടേ ഉള്ളു, വേണ്ട. കിട്ടുമല്ലോ, വരാൻ കുറഞ്ഞു. ഇത് അത്യാവശ്യം നല്ലതായിരുന്നു. അല്ല ഇതല്ല ചാർജ് ചെയ്യാൻ നേരത്തെ ഡിഫൻസ് കൂടും. ചാർജ് അറ്റാക്ക് ഇതൊന്ന് നോക്കി. അറ്റാക്ക് ഇച്ചിരി കുറയും. അല്ല, ഞാൻ ലൈവ് നോക്കി, അറ്റാക്ക് ഇച്ചിരി കുറയും. പക്ഷെ ഇതെനിക്ക് കളയാനൊരു മടി. ലൈവ് ഇടണോ ഞാൻ ഇവിടെ ഡിസ്കോഡില്? വേണ്ട എടുക്കാതെ. ഇപ്പൊ കിട്ടിയത് ഏതാണ്? റൈറ്റ് സൈഡിലത്തെ ന്യൂ ബോണസ്. ഇത് വല്ലാത്താട്ടോ ഇപ്പൊ കിട്ടിയത് അല്ലേ? അതെ, നോർമൽ അറ്റാക്ക് അല്ലേ? അത് സബ്ബിന്ന് ഉണ്ടാക്കിയാ മതി. ഓക്കെ, അതാ വിറ്റാലിറ്റി സ്റ്റോണ്. അതൊന്ന് എവിടെ മേലും എടുത്താൽ മതി. വെപ്പണിലോ? വെപ്പണില് ചിലപ്പോ അറ്റാക്ക് ഉണ്ടാവില്ല. വെപ്പണില് അറ്റാക്ക് അപ്ലിഫ്റ്റും ക്രിട്ട് റേറ്റ് ഇതും ഉണ്ടാ. അറ്റാക്ക് 5 നല്ലതാണ്. ഇപ്പൊ ക്യാപ്പ് ആവുന്നുണ്ടോ നോക്കാം. ക്യാപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാറ്റാം.
അറ്റാക്ക് നിനക്ക് ഇനി വിടാ, നോക്കി നോക്ക് നീ. 4 ഡീറ്റെയിൽ അടിച്ച് നോക്കി നോക്കി. അറ്റാക്കിന് ഇടാൻ പറ്റും. അറ്റാക്ക് കുറച്ചിടാൻ വേണ്ട. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അത് ക്യാപ്പ് ആവുന്നുണ്ടോ നോക്കട്ടെ. കാരണം ഇപ്പൊ അതാണ് നോക്കി 25,000 ഉണ്ട്. എടാ ഞാൻ പോകുന്ന ഗ്രാൻഡ് സൈഫറിലേക്ക് തന്നെയാണോ നിങ്ങളും വരുന്ന ഗ്രാൻഡ് സൈഫർ? കാണില്ല അത്ര ക്യാപ്പ് ആവുന്നുണ്ട്. 26 അടിക്കുന്നത് ഇപ്പൊ. ക്യാപ്പ് നിൽക്കും. ക്യാപ്പ് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് പിന്നത്തെ ഇത്. പിന്നെ സപ്ലിമെന്ററി ഇട്ടണം മാക്സിമം. ഒരു കാര്യം ചെയ്യേ, അതില് എന്ത് മാറ്റി അത്ര ചെയ്യണേ. എടാ നീ എത്ര ഇതിട്ടിട്ടുണ്ട് സപ്ലിമെന്ററി? ഞാൻ 2 ഒന്നും കൂടെ ഇട്ടവരെണ്ണം മാറ്റിയിട്ട്. കിട്ടണ്ടേ? ഇയാൾ ഈ ഒന്നുകൂടി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹമുണ്ട് എനിക്ക് ഇടാനായിട്ട്. ആഗ്രഹമായിട്ടല്ല, സാധനം കിട്ടിയാൽ ഞാനിടും 100% ഉറപ്പ്. അല്ല ഇവന് കൊടുക്കണോ റാക്കത്തിന് കൊടുക്കണോ എന്നുള്ളതാ. അയ്യോ എന്റെ മൗസ് പണിയാന്നല്ലോ. ഒറ്റ സെക്കൻഡ് മൗസ് ഒന്ന് എടുക്കത്തില്ല. ഓക്കെ സാജിയുടെ റെഡ്പിക്ക് മൂവ് ഉണ്ട് കേട്ടോ. എടാ സാജിയുടെ ഫൈറ്റ് ആണെന്നൊന്നും പറയുന്നില്ല. ഒരു എപ്പിക്ക് ഡയലോഗ്. ഞാന് തിരിച്ച് പഴയതൊക്കെ ഇട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് വെച്ചിട്ട് നോക്കിയോട്ടാ എത്ര അടിക്കുന്നുണ്ട് ഡ്രാഗന്. 48. എനിക്ക് 24, 25 കൂടിയോ നേരത്തേക്ക്? എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. നേരത്തെ ഇത്ര തന്നെ ആയിരുന്നു തോന്നുന്നു. എടാ എന്റെ മൗസ് നീങ്ങുന്നു. ഇതിലെന്താ സെൻസിറ്റിവിറ്റി കുറച്ചേ അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം പൊട്ടിക്കണേ. എവിടെ ഒരെണ്ണം പൊട്ടിച്ചാൽ മതി, ബാക്കി ഇപ്പൊ ക്ലോസ് ആക്കിയിരിക്കട്ടെ. അത് പൊട്ടിക്കട ക്ലോസ് 2 ഇരിക്കുന്നുണ്ട്. Don't stray. Focus on the dangers ahead. വീരടെ കപ്പയാണ് കിടന്നിട്ട് ഇതിന്റെ നമ്പർ കാണാൻ ഭയങ്കര പാടാ. സപ്ലിമെന്ററി കൂടെ കിടക്കുന്നുണ്ട്. On my mark. In position. You got it. I can always rely on this crew. Thank you. ഓട്ടോ റിവൈവ്. എടാ നീ സാജിയുടെ ബാക്കി പറഞ്ഞ കേട്ടില്ലായിരുന്നു.
അല്ല സാഞ്ചിയുടെ ഒരു എപ്പിക്ക് ഡയലോഗ് ഉണ്ടെന്ന്. ഓരോ മാസാണ് സാഞ്ചി ഇടയ്ക്കൊക്കെ ഇടുള്ളൂ. പക്ഷെ അത് പ്രത്യേക സാധനമായി. ഇത് അങ്ങനെയല്ല, കോമഡി പീസിലാണ്. കോമഡി സ്ഥിരോട് Reading the flow of battle. I had a good mentor. I will protect the crew. Stay focused. സ്പീഡ് കൂടുതലുണ്ടോ? ഞാൻ ഡാഷ് ചെയ്തു. ഡാഷ് ചെയ്തിട്ട് അയ്യോ Quite the improvement. അടിയുള്ളൂ. ആ കൊള്ളു. ഞാനെല്ലാം അടിക്കണം മറ്റേ എടുത്തേക്കില്ല. ഞാനിവിടെ അടിച്ചോണ്ടി. അല്ല അവൻ അടിച്ചുള്ളൂ നിനക്ക്. ഹാക്കാണ്. ഹാക്ക് എനിക്കും വേണം കേട്ടോ. അത് പിടിക്കണം. സാധനം കൊണ്ട് നമ്മളെ തല്ലിട്ട് ഓടിപ്പോടാ. My sword is yours. Your command. Right. Eagle. Ars Magna. Shine as one. Heaven is flare. എന്താണ് ഈ ബ്രേക്ക് സംഭവം? എന്താണ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ? അതിനകത്ത് ബ്രേക്കില്ലടാ. ഈ മറ്റേ വീട്ടിൽ കൊണ്ടുവന്നു. ഓ അങ്ങനെ. അതുപോലെ സെറ്റപ്പാണ്. എക്സാക്റ്റ് അതല്ല, പക്ഷെ അതുപോലെ സെറ്റപ്പാണ്. എന്തൊക്കെ ആവാത്തേ? 5%, 4%, 3, 2, 1. അതിക്ക് റെസിസ്റ്റൻസിന്റെ സ്കില്ലൊന്നും ഇല്ല. അതാണ്. ഉണ്ട്, മിറർ ഇമേജ് ഉണ്ട്. അതിട്ട് കഴിഞ്ഞാല് ഇത്ര ഇൻസ്റ്റൻസ് ഡാമേജ് എടുക്കത്തില്ല, എത്ര ഹൈ ആണെങ്കിലും. അത് ശരിക്കും സൂപ്പർ സാധനമാണ് ഇതിന്. അയ്യോ Great. Ready to march? ഇല്ലേ അഭി കട്ടുമാറ്റം കിട്ടിയത് എന്ത് സിൽവർ സെന്റർ നേരത്തെ കിട്ടിയായിരുന്നു എനിക്ക് വരണം. എനിക്ക് കിട്ടിയില്ല സിൽവർ സെന്റർ. കിട്ടിയ അയ്യോ ഞാൻ മറ്റേ അയ്യോ സൂയിസൈഡ് അറ്റംപ്റ്റ് ഓടണ്ടല്ലേ, ഇത് മാറി നിന്നിട്ട്. അഭി 4 മണിക്കൂർ
4 മണിക്കൂർ. ഓ അരുണേ, ഞാൻ പറഞ്ഞ മാറ്റമായിട്ടായിരുന്നു പോയിട്ട്. ഇതെന്താ അവിടെ സ്റ്റക്കായത്? അതൊന്നായി. എടാ ഈ മാന്യ ഏതിനകത്താണ് ഞാനൊരു ആപ്പിലാകട്ടെ. അനിയോമി നീ എന്താ അനിയോമി എന്താ ടക്സിയോമിന്ന് വായിക്കുവായിരുന്നു. സപ്പോർട്ട് ഞാനും ടക്ഷിയോമി വായിക്കും. എക്സ്റ്റൻഷൻ ഏതാ യൂസ് ചെയ്യുന്നത്? കുറെ ഉണ്ട്. അത് കുറെ ഉണ്ട്. കോമിക്കിനകത്തുണ്ട്, മാങ്കാ ഹബിലുണ്ട്, മാങ്കാ സെക്ഷനിലുണ്ട്. എനിക്കുള്ളതിൽ ഒരു ബ്ലാക്ക് ഹെയർ അല്ലേ? ബ്ലാക്ക് ഹെയർ അല്ലേ? എവിടെ പോണ കിട്ടും കൂടിയിട്ട് വോട്ടർ എണ്ണ കിട്ടേ. ഇവിടെ 175 ആപ്പിളാന്നോടെ. അല്ലല്ല, 175 198 ആപ്പിൾ കഴിഞ്ഞ ദിവസം കിട്ടും. ഇത് ഓൺഗോയിങ് ആണ്. ഓൺഗോയിങ് ആണ് ഇതിനകത്ത് കിടക്കുന്നത്. 175 ഞാൻ വായിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇത് കിട്ടി പക്ഷെ നല്ല കോമിക് എടുക്കാൻ അതിനകത്തെല്ലാം ഉണ്ട്. എന്നിട്ടത് കഴിയുമ്പോ നടക്കോട്ടെ എല്ലാരും ഒരുമിച്ച് വെക്കല്. ഒരുമിച്ച് എന്തിനാ മറ്റേ സർക്കിൾ വരുമ്പോ പെട്ടു ഒരാള് എനിക്കാണ് ഞാനാ വിടാൻ പോകുന്നത്. ഓ ചാലഞ്ച് പോയി ദേവിക്കാൻ. എനിക്ക് കൊള്ളണ്ടല്ലായിരുന്നടാ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. റീജൻ കിടന്ന് അടിക്കുന്നുണ്ട്. അവിടെ സ്കിറ്റ് കാണിക്കാൻ വേണ്ടി അവിടെ പറയാനോ കേട്ടോ. മറ്റേതുകൊണ്ട് കഴിച്ചു കുട്ടിക്ക് വെച്ചപ്പോ ഞാൻ വന്നപ്പോ കണ്ടായാൽ Sunders evil. അടി കൊള്ളുന്നുള്ളണ്ടാ.
Join as one. The Astrophysical. 9.27. ക്യാപ്പ് മൂന്ന് ശതമാനം ആടെ തോക്കെടുത്ത് ചോദിച്ചു. ഓ ഇല്ല. You've given me courage. 4,84,000 പഠിച്ചിട്ടുണ്ട് വെസ്റ്റേൺ ഡിസ്ട്രിക്റ്റിൽ. ഞാൻ ഇവിടെ 79,000 അടിച്ചിട്ട് ഞാൻ 12,000 അടിക്കണേ. ഹൈയസ്റ്റ് ഡാമേജ് പറഞ്ഞത് 12 എത്ര ഹിറ്റ് അത് കേട്ടോ. Couldn't have done it alone. അതെ ക്യൂബ് 12 അവന്റെ അവേക്കനിങ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ 4 5 ഹിറ്റാ. 4 3 എത്ര ഹിറ്റ്? 4 ഹിറ്റാണ്. 4 ഹിറ്റ്. You're finished. ഓക്കെ ഗൈസ് വീണ്ടും വെപ്പണില്ല. എനിക്ക് ഇല്ലടാ, എന്താ അവസ്ഥയാണ് ഇത്. കുറച്ച് വെപ്പണെ കിട്ടാൻ ബാക്കിയുള്ളത് പറയാം. എനിക്കത്ര ബാക്കി അല്ല എങ്ങനെ അങ്ങനെ നോക്കിട്ട് ഷുപ്പു ബാക്കിയുള്ള എല്ലാരും അൺലോക്ക് ചെയ്തിട്ടുണ്ടോ ഷുപ്പു? ഇല്ല, ഒരു കാര്യം പിടിക്കണമെന്ന് അൺലോക്ക് ചെയ്തിട്ടില്ല. അവരെ അൺലോക്ക് ചെയ്തോ, എന്നാലേ അവരുടെ വെപ്പൺ കിട്ടുള്ളൂ. അല്ലാതെ അവൻ അൺലോക്ക് കിട്ടും. അത് വാങ്ങ ആ പെണ്ണിന്റെ ഏത് പെണ്ണിന്റെ? പെണ്ണിന്റെ പേര് ആ പെണ്ണിന്റെ കയ്യിലുണ്ട്. റിക്വസ്റ്റ് കളിച്ചാലോ? ക്വിക്കസ്റ്റ് കളിക്കാം. ശരിയാ, ഗോൾഡ് ബാറ്റ് കൊണ്ട് വാങ്ങാം. ക്വിക്കസ്റ്റ് കളിക്കാം. നമുക്ക് നമ്മളത് എപ്പോഴും കളിക്കാൻ പറ്റാറില്ലല്ലോ. ചേച്ചി അടിച്ചോട്ടെ, സ്കിപ്പ് അടിച്ചോട്ടോ. ടൗണിൽ പൊക്കോളൂ. എനിക്ക് ഒരു സെക്കൻഡ്, ഞാൻ കഴിച്ചെന്തെങ്കിലും എടുത്തിട്ടുണ്ട്. ഓക്കെ ഗ്രാൻഡ് സ്വീപ്പർ. ഇനി ഞാൻ മറ്റൊന്ന് അടിച്ചു നോക്കട്ടെ അല്ലേ? ഞാൻ ഒന്നടിക്കട്ടെ. എന്റെ സിജിയിലെ ലെവലപ്പ് ചെയ്ത് പഴയ ബില്ലടിച്ചോ തലയിട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളൊരു കാലം ഏത്? You entry added. Thanks for shopping. See you. I am Lancelot, captain of the White Dragons. I might blitz. On guard. Give me. Make. Stay focused. Stay focused. Stay focused. It's over. Wide open. Stay focused. Too slow. On guard. Give me. Stay focused. Stay focused. ഡാമേജ് ചെയ്തോണ്ടിരിക്കാൻ മതി. 23 അടിച്ചാ 23. അറിയോ? ഇത് ഫുള്ള് ഇതാ. നിനക്ക് എത്ര HP ഉണ്ട്? HP 30,000. ഇതാണ് അതങ്ങനെ ഇങ്ങനെ വീഴുന്നത്. എടാ എന്റെ ബെസ്റ്റ് ക്യാരക്ടർ ഞാൻ എത്ര അറിയോ? അപ്ഗ്രേഡ് ചെയ്തില്ല, വെപ്പൺ ഇല്ല മകനെ. വെപ്പൺ എടുക്കാ. എടാ ഒറ്റ വെപ്പൺ അവേക്കനെങ്കിൽ എന്ത് വ്യത്യാസമാണെന്നറിയോ? അതെ, ഭയങ്കര വ്യത്യാസം വരും കേട്ടോ. പറയാനേ ഇല്ലല്ലോ. ഇവിടെ ആരായിരുന്നു ഹോസ്റ്റ് അല്ലേ? സുപ്പു
ഹൈറ്റ് ഉണ്ടോ? മറ്റേ കേൾക്കുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് തോന്നിക്കുന്നു. ബാസിലുണ്ട് ചെറുത്ത് കേൾക്കുമ്പോൾ ഹൈറ്റ്. അയ്യോ ഞാൻ ഇപ്പൊ റെഡി അടിക്കേ. അഭി പോയോ? I'm ready to move out. അഭി അവിടെ ഉണ്ടല്ലോ. ഞാൻ വെറുതെ ബിൽഡ് ഒന്ന് ലോഡ് ഔട്ട് സേവ് ചെയ്ത. ചിരിയുള്ളല്ലേ ഇത്? സീജിന്റെ അടുത്ത് പോയി നിന്ന് നോക്കട്ടെ. വെയിറ്റ്, ഞാൻ വിചാരിച്ച സീജിന് നല്ല ഹൈറ്റ് ഉണ്ടെന്ന്. ലാൻസിന് ഹൈറ്റ് കുറവെന്ന് വിചാരിച്ച്. സീജിന് ഇച്ചിരി ഹൈറ്റ് നിങ്ങളെ റെഡി ക്യാൻസൽ ചെയ്തോ? എന്റെ അമ്മേ, എന്താണത്? അവന്റെ വെപ്പൺ കണ്ട? എടാ ഇവന്റെ അസെൻഷൻ വെപ്പൺ അവേക്കൻ ചെയ്തതിലെ കിട്ടില്ല. ഇച്ചിരി ഇപ്പൊ അത് മാറിയപ്പോ എന്തോ ഒരു പോലെ അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞപ്പോ. ലൈവ് കഴിഞ്ഞ ഇന്ന് കൊല്ലത്തെ വരെ ലൈവാണെന്നാണ് അത് പറഞ്ഞത്. അബിയുടെ ലൈവ് അവിടെ ഇരുന്നോട്ടെ. കാട് ആരെങ്കിലും 4 പേര് കാണുന്നുണ്ട്. ഞാന്, സിദ്ധാർത്ഥ്, എസിയോ, ഞാൻ കാണുന്നുണ്ട്. ഞാനില്ല. ഡാമേജ് ചെയ്യുന്നത് കണ്ടില്ലേ? 132 ഡാമേജ് ഒക്കെ. ഞാൻ മിറർ ഇമേജ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് കൊള്ളത്തില്ല. ആ ഇതിനെ പോകത്തുള്ളൂ. ആ ഒരു ഇൻഡിഷൻ ചെയ്യാം. അത് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് നല്ലതാട്ടോ ശരിക്കും. ഓ എന്റെ മിറർ പോയി. ഓക്കെ ബായ്. എന്താ 3000 എന്താണത്? ഡാമേജ് ക്വിക്കസ്റ്റ് ആണ്. നമ്മള് നെർഫ് ചെയ്യും. എന്റെ HP ഒക്കെ കണ്ടോ? 1000 ഒക്കെ ഉള്ളു. 30,000 ഉണ്ടായിരുന്നതാ. എന്നിട്ട് അടി കൊണ്ട് നമ്മള് ചത്തില്ലല്ലോ. അവന് 20 ഇത് ലെവൽ 20,000. വേറെ ഒന്നുകൂടി ഇടാം. നമുക്ക് വേറെ കിട്ടുമായിരിക്കും ചിലപ്പോ. ക്വിക്കസ്റ്റ് റാൻഡോ. റിപ്പീറ്റ് വേണ്ടടാ, വേറെ ഇടാം. ഇത് പെട്ടെന്ന് തീർന്നിട്ടായിരുന്നു. വെറുതെ വേണ്ടാത്ത തീരാത്ത സാധനം തന്നെ തീരാത്തത് ഏതാ? സമയം എടുക്കുന്നു. ഈ വെറുതെ എനിക്ക് സ്പോണായി വരാനൊക്കെ സമയം കളയുന്നു. മനസ്സിലായോ? അത് മനസ്സിലായി. ഔട്ട് പ്ലേ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. I am ready when you are.
ready. ഉണ്ടല്ലേ എന്താണ് പോയോന്ന് നെറ്റ് Let's hit the dirt. This will be our finest battle yet. സീനാ കേട്ടോ. അയ്യോ ഇത് എന്തൊക്കെയാണോ വരുന്നല്ല അല്ലേ? റക്കം ഉണ്ടല്ലോ കൂടെ. ഇത് തന്നെയാ വരുന്നത്. ലെവലെത്രയാ? ഒരു 30-40 ആണെന്നല്ലോ കുറിപ്പോയ. 20 രോഗം. ഇതിലും ഭേദം പഴനത്തിൽ തന്നെയായിരുന്നു കേട്ടോ. ഇത് പറന്നടക്കം ചെയ്യുന്നത് നമുക്ക് അവരങ്ങോട്ട് മാറുമ്പോ മാറല്ലേ അവിടെ നിലത്ത് വരും. കണ്ടർമാർക്ക് സ്റ്റേഷൻ നിലത്തോട്ട് വേണം. നിലത്തോട്ട് വേണം. പൊളിച്ച അവസ്ഥ പറഞ്ഞ ഇപ്പൊ ഏറെ മരിച്ചു. ഡാമേജ് അവരുടെ ഡാമേജ് ഒക്കെ എഴുതുന്നു. Stay vigilant. Don't do anything. 139 ഡാമേജ്. എടാ ലെവല് കൂടിയത് കിട്ടൂടാ. നമുക്ക് ഒരു വട്ടം കിട്ടിയതാണല്ലോ. ഒരു വട്ടം ഏതായിട്ട് 60-70. ഈസിന്റെയും വേനിയാക്കിന്റെ ഇടയിൽ റാൻഡമായിട്ട് കളിക്കുന്ന ഏത് വെപ്പൺ വരെ മാറ്റിയവര്. ഇല്ല പക്ഷെ കത്തണമൊന്നുമില്ല. സ്കിന്ന് മാറ്റിയ ആരെ പെട്ടെടുക്കാതെ കണക്ഷൻ അതാണ് ഞാനും എല്ലാരും പോയി. എന്റെ ഇവിടെ എല്ലാം കഴിഞ്ഞു. ഞാനേ എല്ലാരും അവിടെ ഞാനേ ചെയ്യുന്നുണ്ട്. ഞാൻ ഡിസ്കൗണ്ട് പോയല്ലോ. എന്നെ ജോയിൻ അടിച്ച് കയറിക്കും. കത്തണ്ടല്ലേ വെപ്പൺ ഏതാ ലെവല്? കണക്കി ചെരിഞ്ഞിട്ട് ഏതേത് അയ്യോ എനിക്കെത്തിയില്ല. സൈഡിൽ കൂടെ കയറിയാ മതി. വരുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് എത്താം. അബിയുടെ ജോയിൻ അടി. ഇവിടെ ചെയ്യാൻ ഞാനും ഉണ്ട്. ചാടിക്കാരെന്നാ നോക്കിയത്. കപ്പല് മറ്റേ ആ ഇതെടുക്കുന്നത് ഞാൻ ഫസ്റ്റ് ട്രൈ ചാടി കയറിയില്ലേ. ഞാൻ ജോയിൻ ചെയ്തു. സിദ്ധാർത്ഥിന്റെ ജോയിൻ ഗെയിം കാണിക്കുന്നുണ്ട്. അതടിച്ച് കയറിക്കോ. അവനോട് ഉണ്ട്. Hello. We're counting on you. Good day. Well then, so long. ഈ ഹെൽഡ് എഴുതിയതാണോ കാണിക്കുന്നത്? എന്റെ 15. എന്ത് ബാഡ്ജോ? 19 ഞാൻ യൂസ് ചെയ്യാത്തടാ. ഞാൻ യൂസ് ചെയ്തു. നിങ്ങൾ
നിങ്ങളുടെ കൂടെ അടിക്കുന്നു. എടാ നമ്മള് 4 പേരുള്ളപ്പോഴേ അടിച്ചിട്ടുള്ളൂ. 15. എനിക്ക് ഈ സ്ഥാനം ഡ്രോപ്പ് ഇട്ടാറില്ല. എനിക്ക് 6 7 ബാക്കിയുള്ളൂ. എനിക്ക് നേരത്തെ ഇതിന് ക്ലെയിം അടിക്കണം. ഡെയിലി ഞാൻ ക്ലെയിം അടിക്കാറില്ല. ഡെയിലി ക്ലെയിം അടിക്കാൻ ജസ്റ്റ് എല്ലാ ദിവസവും വന്നിട്ട് അവളുടെ അടുത്ത് സംസാരിച്ചിട്ട് ചുമ്മാ ക്ലെയിം അടിച്ചാൽ മതി. ക്ലെയിം അടിച്ചു ലെവൽ കൂടി ഇട്ടായിരിക്കണേ. 90. നമ്മളെ ശരി Come on! After you! We're just getting warmed up. Let's perfect this stratagem as we go. നീയും കളിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലൊക്കെ കണ്ണിച്ചത് കളയുമ്പോ ഇപ്പോഴും നിന്റെ കയ്യിൽ അത് എളുപ്പമുണ്ട്. അതിപ്പോ കളിച്ചിട്ടൊന്നും അല്ലല്ലോ പറഞ്ഞു. അതെന്തോ 3 പോകുന്നതാണ്. അതാണ് വെറുതെ. അതാകുമ്പോ എനിക്ക് അടികൊള്ളത്തില്ല. വെരി ഗുഡ്. അതുകൊണ്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത് കേട്ടോ. നേരത്തെ ഗുരുതരാ വീഴും ഞാൻ. ഫോളോ അപ്പ് ഇല്ല. സിദ്ധാർത്ഥാണ് ഏറ്റവും എടുത്തുള്ളത്. എത്രയാ ടോട്ടല്? 4 മില്യൺ. 4 ലാഖേ ഉള്ളു. ഇത് കളിക്കാൻ രസമുണ്ട്. എന്നെ അകത്തിട്ട് പാർട്ടി കളിക്കുന്നുണ്ട്. തട്ടിത്തെറ്റ്. Give me your hand. അവൻ അപ്ലിഫ്റ്റ് എന്താ? വാളെടുത്ത് ഒരു ആകാശത്തൊക്കെ വന്നു വീഴുന്നുണ്ട്. പറഞ്ഞോണ്ടൊക്കെ വീഴുന്നു. That was one heck of a fight, but I knew I could count on you. True mastery of the blade. 4 വെട്ടി കിട്ടിയില്ലേ? എക്സെപ്ഷണൽ റിഫൈനും 2 എണ്ണം. You're finished. Well done. ഇതുവരെ ഇല്ല. ഇത് വേണമെങ്കിൽ റിപ്പീറ്റ് ഇടാം കേട്ടോ. കൂരിയോ പെട്ടി കൂടെ കിട്ടും.
ക്ലൈമിങ് പോയതാ. ഡ്രാഗൺ എടുത്തിട്ട് പോകട്ടെ. ഓക്കെ. Ready to die? വെപ്പൺ കിട്ടുന്നുള്ള പ്രതീക്ഷ നിങ്ങളവരെ തള്ളിത്തന്നെ ദൂരോട്ട് എറിയുന്നുണ്ടല്ലോ. ഓ അവനെന്നെ pierce ചെയ്ത്. That bomb was well timed. Safeguard your position. Honor is mine. You really took a beating. You won't prevail. In position. Don't let up yet. Very well. Stay focused. Fell assault. ചുറ്റുണ്ട്. എന്റെ കാര്യം ഇതിന്റെ ആവുമല്ലോ. For regret. Giant one, prominent flare. 700K. Harmony is the basis of Keep your eyes trained on them. Away with them. Too slow. Away with them. Escape me. Away with ഓ അതെനിക്ക് കൊണ്ട് തിരിച്ചു. അതും കൊണ്ട്. Understood. Understood. North wind. Understood. അതെല്ലാം That was wonderful fun, but I knew I could count on you. Want to have you with me? Like the dawn. ഇത് മെയിനാക്കല്ലേ ഇവൻ. നൂറിന് മുകളിൽ പ്രൗഢല്ലേടാ. എനിക്ക് ഇത് ഉണ്ടായിരുന്നു, ഓട്ടോ അസിസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ആണോ? അപ്പൊ എക്സ്ട്രീം ആണോ ഇത്? Ready to die? You stand up for justice. On my blade, wind protect me. തല്ലിക്കൊണ്ട് പോയില്ലേടാ അങ്ങനെ. Parry this. Into the fray. നമ്മുടെ അറിയാൻ Keep your eyes forward. Right. I must find my
center of focus. Trigger fingers itching. Devil. You won't prevail. On go. Right away. Ready for the next one? Ready and waiting. Trigger fingers Come on. I have earned oblivion. Honor is mine. On me! It's over! Okay. That ball was well timed. You gotta have good timing to land the Grand Cipher. One fell assault! It must be done. They will perish. Time is one! Prominent flare! Harmony is the basis of power. Observe and overcome. No escape. ഇപ്പോൾ കറക്റ്റ് ആണ് ഓവർ ഡ്രൈവിൽ തന്നെ ഇത് കിട്ടി. ഇപ്പൊ ഒരാൾ വെളിയിൽ നിന്ന് താഴോട്ട് വീഴേ. ഡ്രാഗൺ അടിക്കുന്നത് വെപ്പം കൺഫേം. That was one heck of a fight, but I knew I could count on you. A step closer to true mastery of the blade. ഞാൻ അങ്ങോട്ടൊക്കെ പോകുന്നു. ഡ്രാഗൺ അടിച്ചിട്ട് ഓക്കെ Pass away. എന്താണ് ഇത്ര നേരത്തെ പോണേ സ്ലോ? നേരത്തെ Let the final come what may. Free blood. And her stately ആ പി ജെക്ക് ഇവിടെ ഒറ്റയ്ക്കാവൂലേ? അവിടെ വേറെ പണിയൊന്നും ഇല്ല. ലൈവ് അല്ലേ ഇപ്പോഴും? ഞാൻ ലൈവാ. ആരെങ്കിലും കാണണ്ടോ? 4 പേര് കാണുന്നുണ്ട്. സ്കിപ്പ് 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 സ്കിപ്പ്. വേഗം ഒരു 10 മിനിറ്റ് ഇല്ലേ തീർക്കാം. ഞാനും പോയി കിടന്നു. ഉറക്കം അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഇപ്പൊ കിടന്നു കഴിഞ്ഞാൽ 2:30 ആകുമ്പോ ഉറങ്ങാന്ന് അല്ലേ? അതാണ് സത്യം. അതാണ് കാരണം അപ്പൊ പോയാ പിന്നെ പുലർച്ചെയും പിന്നെ എപ്പോഴും കിടന്നുറങ്ങണേ. I'm ready to move out. ഇന്നലെ രാത്രി എടാ പോരെ ഇന്നലെ ഷിപ്പ് ഫുൾ ഗൈഡൊക്കെ പാതരക്ക് അയച്ചു തരുന്നു. This will be our finest ഇട്ടതാണ് പിന്നീട് ഇട്ടതാണ്. എനിക്ക് പിന്നീട് ആവശ്യമുള്ളപ്പോ നോക്കാൻ വേണ്ടി ഞാൻ ഉറങ്ങിയിട്ടില്ല. നല്ലതായി എന്തായാലും നോക്കാനാ ഇടയ്ക്ക്. അതെ എന്തിന്റെ ഗൈഡ് ബിൽഡ് ഇതിലും ബിൽഡ് ആർട്ടിഫാക്ട് പരിപാടിയൊക്കെ ഉണ്ട്. വെപ്പണ് ആർട്ടിഫാക്ട് അല്ല, ഇതില് സിജിലാണെന്നേ ഉള്ളു. ഇതിന്റെ ഗെൻഷിനെ പോലെ 5 അല്ല, ഇതിനകത്തൊരു 8-10 ഉണ്ട്. അതെ ഞാൻ എടുക്കാം. ഞാൻ സേവിങ് ആണ് തൊട്ടടുത്ത് സാധനമുണ്ടെങ്കിൽ ദൂരെ പോകട്ടെ. എന്റെ മൗസിന് സ്ഥലമില്ലടേ. ഇപ്പൊ ഹീറ്റ് ആവും. ഞാനിങ്ങനെ വിട്ട് അടിച്ചോണ്ടിരിക്കുക.
അയ്യേ After you! Got eyes on him. We got this in the bag. Quite right. അവൻ്റെ മോഡ് ഫുള്ളാകുമ്പോൾ ഓവർ ഡ്രൈവിലേക്ക് പോകാനായിട്ട്. It feels as if we're old comrades. Hey, time flies when you're skyfaring. Make sure you heal up. Can you best what you can't hit? Fine class. Into the fray. Got your shot. Superb teamwork. Stay focused. Time is one. Round is flare. Let's go. Good hustle, people. Couldn't ask for a better. That was a fearsome blow. അയ്യോ അടുത്തടിയായിരുന്നു. ഇല്ല, അത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് അടിക്കുന്നത്, അതുകൊണ്ടാ അപ്പുറത്തെ സൈഡിൽ നിന്ന് അടിച്ചോണ്ട് വരുന്നത്. കോപ്പാണല്ലേ. എത്ര നേരമായിട്ട് മനസ്സിലായില്ല. ഞാൻ ലൈവ് കാണുന്നില്ല കാര്യം. അങ്ങനെ പറ. ഈസിയിൽ ഞാൻ സംസാരം കേൾക്കുന്നില്ല. ഇതെന്താ പോത്ത് മുന്നോട്ട്. ഓക്കെ Right away. That timing was perfect. Was it? I didn't notice. എടാ ഇതാണെങ്കിൽ ഓട്ടോ ടാർഗറ്റ്. എൻ്റെ അമ്മ, സീനില്ലാന്ന് എതിര് വിഷയുള്ള കാര്യമാണ്. You okay?
തീർത്തും അങ്ങോട്ട്. ഇതെന്താ ഓടോ ഗൺസുള്ളോണ്ട് രക്ഷപ്പെട്ട്. എടാ അവനിപ്പോ ബ്രേക്കോ യെസ്. ഒരൊറ്റ That was awesome. You were Good enough. ഓ ഡാമേജ് ഗ്യാപ്പ് 5+. കുഞ്ഞേ പെണ്ണ് നിക്നാക്ക് ഷോപ്പ്. അവസാനത്തെ ഒരാളുടെ അങ്ങനെയാണോ മേടിക്കേണ്ടത്? ആയിരിക്കണം. സേവ് ചെയ്യാറിഞ്ഞ അതാണ് അടുത്ത പരിപാടി. അയ്യോ ഫയല് മാറ്റിയിടണ്ട, അല്ലെങ്കിൽ ഇത് അടുത്ത ഇപ്പൊ ബ്രോ കാനഡയിലെവിടാണ്? ട്രാൻഡ്ര എന്ന് പറയുന്നൊരു സ്ഥലത്ത് കാനഡയിൽ. ശരി. കനേഡിയൻ ഭാഷയിൽ പറഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറയും. ഓ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ശരിയെന്ന് കണ്ണൂര് കൊല്ലത്തോളം ഇടിക്കണവനെ മേടിച്ച് കണ്ടകോസാണ്. ഇനി മിഷ ഇനി ഇടിച്ചു കൊല്ലു. ഇയാൾ ഭയങ്കര സ്ലോ ആണല്ലോ. എത്ര വേണം? 7 പോലെ വാങ്ങിയേക്കാൻ അവരും കൂടെ വാക്കി. ഗാച്ചാറ്റായി. Wonder what kind of sigil we'll see today. Look out there. സേവ് ചെയ്തെന്തായാലും. ഞാൻ എന്നപ്പോ കണ്ടകോസിനെ ഡെവലപ്പ് ഇറങ്ങുമല്ലേ? യെസ്, ഞാൻ ഈ ഇതും കൂടെ എടുത്തിട്ട് ഇറങ്ങിയോ? നിർമ്മല ഹലോ ഹായ്, വെൽക്കം ടു സ്ട്രീം. ഡാമേജ് ചെയ്യുമ്പോൾ 4 മാത്രം. അത് കാര്യമില്ല, ഫോർട്ടിഫിക്കേഷൻ ആവും. നോ 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 ഒരു ട്രാൻസ്ഫർ കിട്ടും. ഡാമേജ് കിട്ടില്ല. എല്ലാം ഭയങ്കര ഷോകാണല്ലോടാ ഇത്. ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല സത്യം പറഞ്ഞ. മറ്റേ ട്രാൻസ്ഫോർമർ മാത്രമേ നോക്കിയിട്ട് കാര്യമുള്ളൂ. ഇവന്റെ മറ്റേ അവേക്കണിങ് സ്റ്റിച്ചിൽ കിട്ടിയ കൊള്ളാമായിരുന്നു.
എനിക്കിത് ആരുടെ അവേക്കണിങ് കിട്ടി? ആർക്കും കിട്ടിയില്ലേ? അവരുടെ സ്കില്ല് പ്ലസ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അവരുടെ അവേക്കണിങ് അവേക്കണ 2 സ്കില്ലും കൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 4 ഡോഡ്ജ് കൈതാക്കി 5. സോളോ റൈഡിങ് ആണെന്നാണ് പറഞ്ഞത്. ഇത് ഞാന് ഇത് ഞാൻ മിക്കവാറും ഞാൻ വെറുതെ വെപ്പണിന്റെ സിജിൽ ഡെവലപ്പ് ചെയ്യണം. സിജിൽ എന്റെ നർമ്മയുടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയി. ജസ്റ്റ് വാർ എലമെന്റിൽ കൂടെ കിട്ടി നർമ്മയിട്ടില്ല. ആ സീലെല്ലാം ഡെവലപ്പ് ചെയ്യണം. എന്താ തനിയായിരുന്നു സംസാരിക്കുന്നത്? എല്ലാരും പോവുകയാണോ? ആണോ? ഇവിടെ എന്താണ് പരിപാടി? ഇത് മിക്കവാറും ഞാൻ സേവ് ചെയ്യാണ്ട് ഇറങ്ങി പോകേണ്ടി വരും. ഒന്നും കിട്ടുന്നില്ല. കൊള്ളാവുന്ന ഡിസ്കോഡിൽ എന്റെ ഫ്രണ്ടല്ലേ? ശരിയാണല്ലോ, ഞാൻ വിചാരിച്ച ആള് മാറിയില്ല. ഇപ്പൊ കാനഡയിൽ തന്നെ അല്ലേ? നാട്ടിലോ? പണ്ട് കാനഡയിലായിരുന്നല്ലോ. 2 വർഷം മുന്നേ കാനഡയിലായിരുന്നു. ഡിസംബറിൽ തിരിച്ചു. ഓ, ഇനി തിരിച്ചു പോകുന്നു? ഇല്ല. ഓ, നൈസ്. നൈസ് പറയുന്നത് ലൈക്ക് ഇന്ത്യ നല്ലല്ലേ? ഇന്ത്യക്ക് എന്താണ് കുഴപ്പം? ചുപ്പു എനിക്ക് ഒന്നും കിട്ടിയില്ല. ലിറ്ററലി എന്തോരം ഞാൻ 5 ട്രാൻസ്ഫോർമർ അടിക്കാൻ 5-6 ട്രാൻസ്ഫോർമർ അടിച്ചിട്ടുണ്ട്. 7 ട്രാൻസ്ഫോർമർ അടിച്ച്. കൊള്ളാവുന്ന ഒരെണ്ണം പോലും കിട്ടിയില്ല. എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു സിജിൽ കിട്ടിയാലെങ്കിലും പിന്നെ കൊള്ളാവുന്ന നോക്കിയാണ്. ഞാൻ തന്നെ ലൈവ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ശരി ഗൈസ്, കാണുന്നവരൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് അടിച്ചേക്കാം. സബ്ജക്റ്റ് എല്ലാത്തരം സബ്ജക്റ്റ് ഞാൻ അടുത്തോട്ട് ലൈവ് വരുമ്പോൾ വീണ്ടും കാണാവുന്നതാണ്. ഇന്നത്തെ ലൈവ് ഞാൻ എൻഡ് ചെയ്യുന്നു. അടുത്തോട്ട് ലൈവ് വരുമ്പോൾ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.